+2 ശേഷം ഡിഗ്രി പഠനം ഇന്ത്യയിലെ കിടിലൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നായാലോ? ജോയിൻ Prepwise, Kerala's #1 CUET കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ സ്ട്രീം ഏതുമായിക്കൊള്ളട്ടെ, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ബോർഡ് എക്സാമിനും CUETക്കുമുള്ള കോംപ്രിഹെൻസീവ് കോച്ചിംഗ്. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക. ഹലോ എവ്രിവൺ, വെൽക്കം ടു Prepwise-ലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ടാർഗറ്റ് CUET 2023യുടെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ CUET 2022 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സീരീസാണ് ഇപ്പം നമ്മുടെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം CUET 2022 നടന്നിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ സബ്ജക്ട്സിൻ്റെയും സെഷൻ 1 ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മലയാളം, സെഷൻ 2 ഡൊമൈൻ ടെസ്റ്റിലെ ഒട്ടുമിക്ക എല്ലാ സബ്ജക്ട്സും, അതുപോലെ തന്നെ സെഷൻ 3 ജനറൽ ടെസ്റ്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെഷൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ CUET 2023 എഴുതാൻ താല്പര്യപ്പെടുന്ന നിങ്ങളുടെ സ്കൂൾ ഫ്രണ്ട്സിലോട്ടും ഫാമിലി ഫ്രണ്ട്സിലോട്ടൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീഗൽ സ്റ്റഡീസിലെ 2022 ക്വസ്റ്റ്യൻ പേപ്പറിലെ ലീഗൽ സ്റ്റഡീസിലെ ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ലീഗൽ സ്റ്റഡീസ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ നമുക്കറിയാം LLP ഒക്കെ പഠിക്കാൻ ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടാവും. പക്ഷെ നമുക്ക് ആകെ കുറച്ച് വഴിയുള്ളൂ. ഇപ്പൊ +2 കഴിഞ്ഞവർക്ക് LLB പഠിക്കാൻ ഒന്നുകിൽ അവർ ക്ലാറ്റ് എഴുതണം, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്, അത് വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ആണ്. രാജ്യത്തെ ഏറ്റവും മികച്ച ലോ സ്കൂളുകളിൽ അഡ്മിഷനിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ക്ലാറ്റ് വഴിയാണ് നമുക്ക് LLBക്ക് ജോയിൻ ചെയ്യാൻ വയ്യ, അതായത് +2 കഴിഞ്ഞ ഉടനെ. അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലുള്ളവരാണെങ്കിൽ CLE ഉണ്ട്, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഇന്റഗ്രേറ്റഡ് 5 ഇയർ പ്രോഗ്രാമിലോട്ടൊക്കെ CLE എന്ന് പറഞ്ഞിട്ട് എക്സാമാണ്, KLE എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ എക്സാം വഴിയാണ് നമുക്ക് LLBയിലോട്ട് അല്ലെങ്കിൽ LLB ഡിഗ്രി നേടാൻ നമുക്ക് സാധിക്കാം. അപ്പൊ അതിന്റെ എൻട്രൻസ് എക്സാം 2 ഉണ്ട്. അപ്പം CUET 2022 മുതൽ, അതായത് CUETയുടെ 2022 മുതൽ CUETന്റെ അണ്ടറിലും നമ്മുടെ ലീഗൽ സ്റ്റഡീസ്, അതായത് പ്രൊമിനന്റ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, അതായത് ലീഗൽ സ്റ്റഡീസ് അല്ലെങ്കിൽ BA LLB, BCom LLB അല്ലെങ്കിൽ BBA LLB ഒക്കെ കൊടുക്കുന്ന പല സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നമ്മുടെ രാജ്യത്തുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് CUETയുടെ അണ്ടറിൽ വരികയും CUET എക്സാം എഴുതും വഴി നമുക്ക് രാജ്യത്തെ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് നിയമ ബിരുദം നേടാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതിൽ നിങ്ങളെ ഒരു ഗേറ്റ് വേ ആണ് CUET എക്സാം എന്ന് പറയുന്നത്. അപ്പൊ അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് എന്ത്, ലീഗൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ലീഗൽ സ്റ്റഡീസ് എഴുതണമെന്നില്ല. ചില യൂണിവേഴ്സിറ്റീസിൽ ജനറൽ ടെസ്റ്റ് മാത്രമാണ് ചോദിക്കുന്നത്. പക്ഷെ ലീഗൽ സ്റ്റഡീസ് ഒട്ടുമിക്ക എല്ലാ യൂണിവേഴ്സിറ്റീസിലും ചോദിക്കുന്നുണ്ട്. സെഷൻ 1 ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ലീഗൽ സ്റ്റഡീസ്, സെഷൻ 2 ലീഗൽ സ്റ്റഡീസ് ആൻഡ് സെഷൻ 3 അല്ലെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ സെക്ഷൻ ആയിട്ടുള്ള സെഷൻ 3 ജനറൽ ടെസ്റ്റും ഇതൊരു ക്വാളിഫിക്കേഷൻ ആയിട്ട് എടുക്കാറുണ്ട് പല യൂണിവേഴ്സിറ്റീസും. അപ്പം പ്രൊമിനന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി നിങ്ങൾക്കറിയാം, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്, അസാം യൂണിവേഴ്സിറ്റി ഉണ്ട്, അലഹാബാദ് യൂണിവേഴ്സിറ്റി, അങ്ങനെ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് BA LLB ആയിട്ടും 5 ഇയർ പ്രോഗ്രാമാണെല്ലാം, BA LLB, BCom LLB, BBA LLB തുടങ്ങിയ 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം പല സെൻട്രൽ യൂണിവേഴ്സിറ്റീസും ഏകദേശം ഒരു 8-9 സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ LLB പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ലോയിഡ്, താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ലോയിഡ്, സിൻസ് യു ആർ ഫ്രം ബീഹാർ, anyway we are going to discuss the session only in English, okay, only in Malayalam. Anyway, I will try to read the question and explain in English also. ലോയിഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, ബീഹാറിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ വന്നിട്ട് എപ്പോഴും പറയും ലീഗൽ സ്റ്റഡീസിന്റെ സെഷൻ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ 2 വാട്സ്ആപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. CUET 2023 എഴുതുന്നതാണെങ്കിൽ നിങ്ങൾ +2 പഠിക്കുന്നവരോ അല്ലെങ്കിൽ +2 കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. 2024 എഴുതാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ +1കാരാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ CUET റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ രീതിയിൽ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, the first question is, the Supreme Court of India in the judge case of 1998, എന്താണ് judge case of 1998 അല്ലെങ്കിൽ judges case of 1998 had emphasized upon the role of consultation and suggested that the
അപ്പൊ ഇവിടെ ചോദ്യം വന്നിട്ടുള്ള ജഡ്ജസ് കേസ് ഓഫ് 1998 ആണ്. അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ജഡ്ജസ് കേസ് ഓഫ് 1998 അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. എനിവേ ഞാൻ ഓപ്ഷൻ വായിക്കാം. അപ്പോയിന്റ്മെന്റ്സ് ഓഫ് ജഡ്ജസ് ഷുഡ് ബി മെയ്ഡ് ബൈ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ. ഓപ്ഷൻ ബി, പ്രോസസ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഈസ് എൻ ഇന്റഗ്രേറ്റഡ് participatory consultative process. Option C, consultation with the Chief Justice of India is mandatory for the President before the appointment of judges to the Supreme Court and High Court. And option D, role of President should be reduced to mere approval. അപ്പോൾ ഇതിൽ ഏതാണ്? Which one is correct? Which option is correct related to judges case of 1998? 1998 ജഡ്ജസ് കേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലോയഡ് ഓപ്ഷൻ സി എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടല്ലോ. പിന്നെ ഇത് ലീഗൽ സ്റ്റഡീസ് ആണ്. നിങ്ങൾക്ക് വലിയ പരിചയം, നിങ്ങൾ +2 പഠിക്കാത്ത ഒരു സബ്ജക്റ്റ് ആണ്. ഇതൊരു പുതിയൊരു സബ്ജക്റ്റ് ആണ്. പക്ഷെ NCERTയുടെ ലീഗൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ +2 പഠിക്കാൻ വളരെ സാധ്യത കുറവാണ്. ആ ഒരു കോമ്പിനേഷൻ വളരെ സാധ്യത കുറവാണ്. നമ്മുടെ എന്തായാലും കേരളത്തിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇല്ല ഹ്യൂമാനിറ്റീസിലൊന്നും ലീഗൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ NCERTക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്നാണ് ചോദ്യം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇതിൽ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അറിയലുണ്ടാവില്ല. പക്ഷെ CUETയിൽ നിങ്ങൾക്ക് LLB എടുക്കാൻ, CUET വഴി LLB എടുക്കണമെങ്കിൽ ഈ ഒരു പേപ്പർ എന്തായാലും നിങ്ങൾ എഴുതേണ്ടി വരും. വളരെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഉള്ളൂ, 1-2 യൂണിവേഴ്സിറ്റീസേ ഉള്ളൂ ലീഗൽ സ്റ്റഡീസ് പേപ്പർ എഴുതണ്ട എന്ന് പറയുന്നത്. ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റീസും ലീഗൽ സ്റ്റഡീസ് പേപ്പർ എഴുതാൻ പറയുന്നുണ്ട്. സെഷൻ 1 ഇംഗ്ലീഷ് എഴുതാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ്. ഈ ഒരു 3 പേപ്പറുകളാണ് അധികം യൂണിവേഴ്സിറ്റീസും പറയുന്നത് എഴുതാൻ വേണ്ടിയിട്ട്, ഇതിലോട്ട് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. എനിവേ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി. ലോയഡ് ദ കറക്റ്റ് option is option B ആണ്. Because the process of appointment is an integrated participatory consultative process. All other options are related to judges case of second judges case, not judges case of 1998. It is related to second judges case. Then ഞാൻ പറഞ്ഞുതരാം ഇത് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. So you just refer unit 1 of legal studies paper, the textbook legal studies unit 1 judiciary page number 16. ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 1998 സുപ്രീം കോർട്ട് ഇൻ ദ പ്രസിഡൻഷ്യൽ റെഫറൻസ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത് 3 ജഡ്ജസ് കേസ് ഉണ്ട്, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്. ഓക്കെ, ഫസ്റ്റ് ജഡ്ജസ് കേസ് 1981 ആണ്, സെക്കൻഡ് ജഡ്ജസ് കേസ് 1993 ആണ്, ആൻഡ് തേർഡ് ജഡ്ജസ് കേസ് 1998 ആണ്. ഈ തേർഡ് ജഡ്ജസ് കേസ് എന്ന് പറയുന്നത് ഒരു കേസ് ആയിട്ടല്ല വന്നത്, ഒരു പ്രസിഡൻഷ്യൽ റെഫറൻസ് ആണ്. അതായത് പ്രസിഡന്റിന് മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു, അപ്പൊ പ്രസിഡന്റ് സുപ്രീം കോടതി അഡ്വൈസറി ജൂറിഡിക്ഷൻ നിങ്ങൾ +1 പഠിച്ചിട്ടില്ല, ആ ഒരു കേസിലാണ് തേർഡ് ജഡ്ജസ് കേസ് വരുന്നത്. അല്ലാണ്ട് ബാക്കി 2 കേസും സുപ്രീം കോടതിയുടെ മുമ്പിൽ കേസായി വരുന്നതാണ്. മൂന്നാമത്തെ തേർഡ് ജഡ്ജസ് കേസ് എന്നുള്ളത് പ്രസിഡൻഷ്യൽ റെഫറൻസ് ആണ്. അതൊന്ന് ഓർത്ത് വെക്കുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതൊരു കേസ് അല്ല, അതൊരു അഡ്വൈസറി ജൂറിഡിക്ഷന്റെ ഭാഗമായിട്ട് പ്രസിഡന്റ് സുപ്രീം കോടതി ചോദിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിന് നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ തേർഡ് ജഡ്ജസ് കേസ് എന്ന് പറയും, പക്ഷെ അതൊരു പ്രസിഡൻഷ്യൽ റെഫറൻസ് ആണ്. അപ്പൊ അതിൽ പറയുന്നത് എന്താണ്? റോൾ ഓഫ് കൺസൾട്ടേഷൻ ഹെൽഡ് ദാറ്റ് ദ പ്രോസസ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ് ടു സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ഇസ് എൻ ഇന്റഗ്രേറ്റഡ് പാർട്ടിസിപ്പേറ്ററി കൺസൾട്ടേറ്റീവ് പ്രോസസ്. അപ്പൊ ഇവിടെ കറക്റ്റ് NCERT ലീഗൽ സ്റ്റഡീസ് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 16 യൂണിറ്റ് 1 ജുഡീഷ്യറിയിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവിടുന്ന് നേരെ എടുത്തൊരു ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കാരണം പാർട്ടിസിപ്പേറ്ററി കൺസൾട്ടേറ്റീവ് പ്രോസസ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ 1998 തേർഡ് ജഡ്ജസ് കേസിൽ 1998 വരെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്തിരുന്നത് ചീഫ് ജസ്റ്റിസിന്റെ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസും പ്രസിഡന്റും കൂടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ജഡ്ജസിന്റെ ഒക്കെ അഭിപ്രായം തേടിയിട്ടായിരുന്നു. പക്ഷെ 1998 1998 ജഡ്ജസ് കേസിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസൾട്ടേറ്റ് ചെയ്യാൻ. അതായത് കൊളീജിയം സിസ്റ്റം നിലയിൽ വന്നു. അപ്പൊ അതിലെങ്ങനെയാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ SC ജഡ്ജിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരുക? CGI + 4 സീനിയർ മോസ്റ്റ് SC ജഡ്ജസ്, ഇവരാണ് എന്ത് കൊളീജിയം സിസ്റ്റത്തിലേക്ക് വരിക. അപ്പൊ 1998 ജഡ്ജസ് കേസിന്റെ ശേഷമാണ് കൊളീജിയം സിസ്റ്റം നിലവിൽ വന്നത്. അപ്പൊ CGI ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ 4 സീനിയർ മോസ്റ്റ് ജഡ്ജസിന്റെ അഭിപ്രായം തേടിയിട്ട് അവരൊരു അഭിപ്രായ ഏകീകരണം ഉണ്ടാക്കിയിട്ട് ഒരു യുനാനിമിറ്റി. അപ്പൊ ചിലപ്പം അതിൽ 3 പേര് അല്ലെങ്കിൽ 5 പേരുണ്ട്, 3 പേരും 2 പേരും വ്യത്യസ്ത അഭിപ്രായമാണെങ്കിൽ ഭൂരിപക്ഷ അഭിപ്രായം അവിടെ നിലനിൽക്കും. എന്നിരുന്നാലും ആ കൊളീജിയൽ സിസ്റ്റത്തിന്റെ കൺസൾട്ടേറ്റീവ് പ്രോസസ്സിലൂടെയാണ്
അപ്പോയിന്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രോസസ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഈസ് ഇന്റഗ്രേറ്റഡ് പാർട്ടിസിപ്പേറ്ററി കൺസൾട്ടേറ്റീവ് പ്രോസസ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാം എന്താണ്, ഇതൊരിക്കലും ഇല്ല. കാരണം നമുക്കറിയാം നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി എന്നുള്ളത് 2015 എന്താണ് 2015 സുപ്രീം കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് 2015 അത് സ്ട്രക്ക് ഡൗൺ ചെയ്തു. പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റവും ഇല്ല ഇപ്പോൾ. പിന്നെ ഇതെന്ന് പറയുന്നത് ഈ രണ്ട് സംഭവം വരുന്നത് സെക്കൻഡ് ജഡ്ജസ് കേസിലാണ്. സെക്കൻഡ് ജഡ്ജസ് കേസിൽ കാരണം പ്രസിഡന്റിന്റെ എന്താ അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഫോർ ദ പ്രസിഡന്റ് ബിഫോർ അത് കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഈസ് മാൻഡേറ്ററി. അതായത് പ്രസിഡന്റ് ഒരു ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ കൺസൾട്ടേഷൻ വാങ്ങണം എന്ന് പറയുന്നത് സെക്കൻഡ് ജഡ്ജസ് കേസിലാണ്. ഓക്കെ, റോൾ ഓഫ് പ്രസിഡന്റ് ഷുഡ് ബി റെഡ്യൂസ് ടു മിയർ അപ്രൂവൽ എന്ന് പറയുന്നത് സെക്കൻഡ് ജഡ്ജസ് കേസിലാണ്. അപ്പോൾ തേർഡ് ജഡ്ജസ് കേസിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, hope it is clear, Lloyd. You are clear with the concept. I think that concept is clear. Okay, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് 1 and 2 ആണ് ഡിസൈഡഡ് കേസസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ കേസ്. അപ്പോൾ ലിസ്റ്റ് 1 ഉം 2 ഉം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലിസ്റ്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, കുറച്ച് കേസുകൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ലിസ്റ്റിൽ എന്താ കൊടുത്തിട്ടുള്ളത്, ഫീച്ചേഴ്സ് ഓഫ് ദ കേസും ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തെല്ലാം നോക്കാം, കേസുകൾ നോക്കാം. ഹൊസൈനാര ഖാട്ടൂൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, മേനക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ആൻഡ് ഡി താര സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് എന്ന കൊടുത്തിട്ടുള്ളത്. സ്റ്റേറ്റ് ഓഫ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഫുൾ ആയിട്ട് കൊടുത്തിട്ടില്ല, വെറും സ്റ്റേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഏത് സ്റ്റേറ്റ് ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുള്ളത്? ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ വാസ് മെയ്ഡ് അപ്ലിക്കബിൾ, പ്രിൻസിപ്പിൾ ഓഫ് ഓഡി ഓൾട്ടറം പാർട്ടും വാസ് അപ്ലൈഡ്, and 3 first ever public interest litigation listed in India, and 4th one legal aid is a privilege rather than duty of the magistrate. അപ്പം കുറച്ച് കേസുകൾ കൊടുത്തിട്ടുണ്ട്, ആ കേസിന്റെ ഫീച്ചേഴ്സും അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എളുപ്പമായിട്ടുള്ള ഒരു കേസ് ഉണ്ട്, നമുക്ക് കണ്ണും പൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നുണ്ട്. എന്താണ്? വിച്ച് ഈസ് ദ ഈസിയസ്റ്റ് വൺ ടു റിലേറ്റ്. ഇറ്റ് ഈസ് B1 ആണ് നമുക്കറിയാം അല്ലെ. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ കൊണ്ടുവന്നുള്ളത് നമുക്കറിയാം. അപ്പൊ B1 ആണ് നമുക്കറിയാം. B1 വരുന്ന ഇതും വരുന്നുണ്ട്, എന്തും വരുന്നുണ്ട്. ഓ സോറി. ഓക്കെ, B1 വരുന്നത് ഓപ്ഷൻ ബിയും വരുന്നുണ്ട് ആൻഡ് ഓപ്ഷൻ ഡിയും വരുന്നുണ്ട് അല്ലെ. ഡിയും വരുന്നുണ്ട്, ഇതും വരുന്നുണ്ട്. B1 വരുന്ന അല്ലെ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആൻഡ് സി റോങ് ആണ് അല്ലെ. കാരണം കേശവാനന്ദി ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ വാസ് മെയ്ഡ് അപ്ലിക്കബിൾ എന്നുള്ളത് നമ്മള് +1 പൊളിറ്റിക്കൽ സയൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വർക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ലീഗൽ സ്റ്റഡീസിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഒബ്വിയസ്ലി അത് ഉണ്ട്. ആൻഡ് B1 എന്നുള്ളത് നമുക്ക് ഷുവർ ആണ്. അപ്പൊ ഓപ്ഷൻ എയും സിയും നമുക്ക് ഒഴിവാക്കാം അല്ലെ. B1 എന്നുള്ളത് പറയാം. പിന്നെ ഇവിടെ നോക്കേണ്ടത് മേനക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിന്റെ ഫീച്ചർ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഓഡി അൾട്രം പാർട്ടം വാസ് അപ്ലൈഡ്. ഈ ഓഡി അൾട്രം പാർട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട്സ് ദ മീനിങ് ഓഫ് ഓഡി അൾട്രം പാർട്ടം? ഓഡി അൾട്രം പാർട്ടം എന്ന് പറഞ്ഞാൽ ഹിയർ ദ അതർ സൈഡ് എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സി എന്നുള്ളത് 2 ആണ്. സി എന്നുള്ളത് 2 ആണ്. C2 വരുന്ന ഇതാണ്. എന്തായാലും ഇവിടെ ഇത് വരില്ല. അപ്പം നമുക്ക് 2 സംഭവം മാർക്ക് ചെയ്തപ്പോഴേക്കും നമുക്ക് ആൻസർ കിട്ടി. ഇറ്റ്സ് ഓപ്ഷൻ ബി ആണെന്നുള്ളത് കിട്ടി. ഇനി ബാക്കിയുള്ളത് നോക്കാം. ഹസൈനാര ഖാട്ടൂൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്താണ്? A3 ആണ്. ഫസ്റ്റ് എവർ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ PIL ലിസ്റ്റഡ് ഇൻ ഇന്ത്യ. അപ്പം PILൊക്കെ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വർക്കിൽ +1 പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കേസും കാര്യങ്ങളില്ല. അതെല്ലാം നമ്മുടെ ലീഗൽ സ്റ്റഡീസിന് NCET ടെക്സ്റ്റ് ബുക്കിലാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ലീഗൽ സ്റ്റഡീസ് പേപ്പർ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ലീഗൽ സ്റ്റഡീസിന് NCET ടെക്സ്റ്റ് ബുക്കാണ് നോക്കേണ്ടത്. ആൻഡ് താര സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് എന്നുള്ളത് എന്താണ്? ലീഗൽ എയ്ഡ് ഈസ് പ്രിവിലേജ് റാദർ ദാൻ ഡ്യൂട്ടി ഓഫ് മാജിസ്ട്രേറ്റ്. അപ്പൊ D4 ആണ് വരുന്നത്. D4 C2 B1 ഡോക്ടർ B1 വരുന്നുണ്ട്. ആൻഡ് A3 ഹസൈനാര ഖാട്ടൂൺ എന്നുള്ളതാണ് ഫസ്റ്റ് എവർ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ലിസ്റ്റഡ് ഇൻ ഇന്ത്യ എന്നുള്ളത്. Yeah, Lloyd, correct. Listen to the other side as well. That is the
explanation or the legal maxim called Odi Altrum Partem. That's very good. അത് തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ജുഡീഷ്യറി യൂണിറ്റ് 1 ജുഡീഷ്യറി എന്ന ചാപ്റ്ററിൽ പേജ് നമ്പർ 22 പറയുന്നുണ്ട്. ഓഡി അൾട്രം പാർട്ടം എന്ന് പറഞ്ഞാൽ ലിസൺ ടു ദ അതർ സൈഡ് എന്ന് പറയുന്നുണ്ട്. അത് എവിടെയാണ് അപ്ലിക്കബിൾ ചെയ്തിട്ടുള്ളത്? മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൽ അത് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കേസ് ഞാൻ ജസ്റ്റ് പറയുന്നില്ല, ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. അതായത് അവരുടെ പാസ്പോർട്ട് തടഞ്ഞു വെക്കുവാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അവരുടെ പുറത്തു പോകാനുള്ള അവരുടെ അവകാശത്തെ അവർ ഹനിക്കുകയാണ്. അപ്പം അവർക്ക് പറയാനുള്ള കാര്യം കൂടി കേൾക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പൊ അവർ കേസ് കൊടുക്കുന്നു. അപ്പൊ അതിലാണ് ഈ ഒരു പ്രിൻസിപ്പിൾ സുപ്രീം കോടതി അവിടെ എന്താ പറയുന്നത്, പോസ്റ്റ് ഹിയറിംഗ് ഡിസിഷൻ ഹിയറിംഗ് എന്നുള്ള സംഭവം, അതായത് ഔഡി അൾട്രം പാർട്ടം എന്നുള്ള പ്രിൻസിപ്പിൾ അവിടെ ഫോളോ ചെയ്യണം, അവർക്ക് പറയാനുള്ളത് കേൾക്കണം എന്ന് പറയുന്നത് സുപ്രീം കോടതി അവിടെയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഇവിടെ പേജ് നമ്പർ 22 ഉണ്ട്. അതുപോലെ തന്നെ പേജ് നമ്പർ 9 ഓഫ് യൂണിറ്റ് 1 ജുഡീഷ്യറിയിൽ പറയുന്നുണ്ട്, ഫസ്റ്റ് എവർ PIL ലിസ്റ്റഡ് ഇൻ ഹസൈനാര കാർട്ടൂൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ. ഓക്കെ, അത് അവിടെ പറയുന്നുണ്ട്. അതെന്താണ് ഹസൈനാര വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്നുള്ള ആ ഒരു കേസിൽ എന്താ പറയുന്നത്? ഈ പ്രിസണേഴ്സ് ആയിട്ടുള്ള ബീഹാറിലെ പ്രിസണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ പ്ലൈറ്റ് അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ പ്രിസണിൽ ജയിലിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സുപ്രീം കോടതിയുടെ മുന്നിൽ ഒരു PIL ആയിട്ട് വരുന്നതാണ് അല്ലെ. ഒരു ന്യൂസ് റിപ്പോർട്ടറിന്റെ ഭാഗമായിട്ട് ഒരു PIL ആയിട്ട് സുപ്രീം കോടതി മുന്നിൽ വരുവാണ്. അപ്പൊ അങ്ങനെയാണ് ഫസ്റ്റ് എവർ PIL ലിസ്റ്റഡ് എന്താണ് ഹസൈനാര കാർട്ടൂൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ആണ്. അപ്പൊ ഇവിടെ ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക എന്താണ് കാര്യങ്ങൾ എന്നുള്ളത്. അതുപോലെ തന്നെ യൂണിറ്റ് 6 ഉണ്ട്, ലീഗൽ സർവീസ് യൂണിറ്റ് 6 പേജ് നമ്പർ 173 ഇവിടെ പറയുന്നുണ്ട് താരാസിംഗ് വേഴ്സസ് സ്റ്റേറ്റ്. ഓക്കെ, താരാസിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ആണ്, മൊത്തത്തിൽ സ്റ്റേറ്റിനാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റേറ്റ് ഓഫ് പ്രത്യേക സ്റ്റേറ്റ് അവിടെ പറഞ്ഞിട്ടില്ല. കേസിന്റെ പേര് അങ്ങനെയാണ്, താരാസിംഗ് വേഴ്സസ് സ്റ്റേറ്റ് 1951. ഇറ്റ്സ് പ്രിവിലേജ് റാദർ ദാൻ ഡ്യൂട്ടി ഓഫ് മജിസ്ട്രേറ്റ് ഇൻ അതായത് ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുക എന്നുള്ളത് പ്രിസണേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ലീഗൽ എയ്ഡ് കൊടുക്കുക എന്നുള്ളത് ഡ്യൂട്ടി ഓഫ് മജിസ്ട്രേറ്റ് ആണ്, റാദർ ദാൻ പ്രിവിലേജ് എന്നുള്ളതാണ് ഈ താരാസിംഗ് വേഴ്സസ് സ്റ്റേറ്റിൽ പറയുന്നത്. അപ്പൊ ബാക്കി കാര്യങ്ങളും ഇവിടെ വായിച്ചു നോക്കുക, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെത്. അപ്പം കുറച്ച് അതായത് ഡീപ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ആൻസർ കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. ലീഗൽ സ്റ്റഡീസിന്റെ പേപ്പർ നിങ്ങൾ നോക്കുവാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ വായിച്ചിരിക്കണം. അതുപോലെ തന്നെ ടോപ്പിക് ടെസ്റ്റും മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ലീഗൽ സ്റ്റഡീസിൽ എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു പേപ്പറിൽ നല്ല മാർക്ക് കിട്ടാൻ പറ്റുള്ളൂ. അപ്പൊ പ്രെപ്വൈസിൽ നമ്മൾ വാല്യൂ ആഡഡ് നോട്ട്സും അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻസ് അതുപോലെ തന്നെ ടോപ്പിക് ടെസ്റ്റും മോക്ക് ടെസ്റ്റും ഒക്കെ നമ്മൾ ലീഗൽ സ്റ്റഡീസ് പേപ്പറിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രെപ്വൈസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലീഗൽ സ്റ്റഡീസിന്റെ പേപ്പർ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഓക്കെ, വാട്ട് ഈസ് ദ ലീഗൽ മാക്സിം ഔഡി അൾട്രം പാർട്ടം? അതായത് നമ്മൾ കഴിഞ്ഞതിൽ ചോദിച്ചാണ്, വീണ്ടും അത് തന്നെ സെയിം സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. One who must decide, listen to the other side, no one should be judged in his own cause, reason should be given at the time of delivering judgment. Yeah, correct, Lloyd's correct ആണ്, ഓപ്ഷൻ B, listen to the other side. അപ്പം കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് ഓഡി അൾട്രം പാർട്ടം എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിന് മുന്നേ ആയിട്ട് വേറൊരു ലീഗൽ മാക്സിം ഉണ്ട്, ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, നെമോ ജുഡെക്സ് ഇൻ കോസാസ്വ എന്ന് പറയുന്നത് നോ വൺ ഈസ് ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ് എന്നുള്ളത്. ഇതൊന്ന് നിങ്ങൾ നോക്കി വെക്കുക, ചിലപ്പം ചോദിച്ചേക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓഡി അൾട്രം പാർട്ടം എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ പറയുന്ന ഒന്നാണ് നെമോ ജുഡെക്സ് ഇൻ കോസാസ്വ എന്ന് പറയുന്നത്. നോ വൺ ഈസ് ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ്. ഓക്കെ, അത് നോക്കി വെക്കാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ട്രിബ്യൂണൽ ക്യാൻ ബി ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ട്രിബ്യൂണൽ ക്യാൻ ബി ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്. ട്രിബ്യൂണൽ എന്നുള്ളത് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? ട്രിബ്യൂണൽ എന്നുള്ളത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാണ് എന്താണ്. ഇറ്റ്സ് എ സെമി ക്വാസി ജുഡീഷ്യൽ ബോഡി, branches of high court, option C group of subordinate court, option D combination of district and subordinate court. ഏതാണ് ട്രിബ്യൂണൽ? ട്രിബ്യൂണൽ എന്താണ്? What is tribunal? Tribunal can be best described as. എന്താണ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്? സെമി ഓർ ക്വാസി ജുഡീഷ്യൽ ബോഡി ആണോ, ബ്രാഞ്ചസ് ഓഫ് ഹൈക്കോർട്ട് ആണോ, ഗ്രൂപ്പ് ഓഫ് സബോർഡിനേറ്റ് കോർട്ട് ആണോ, കോമ്പിനേഷൻ ഓഫ് ഡിസ്ട്രിക്ട് ഓർ സബോർഡിനേറ്റ് കോർട്ട്? ഇതിലേതാണ് വരുന്നത്? ലോർഡ് കറക്റ്റ് ആണ്, ഓപ്ഷൻ എ സെമി ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അപ്പൊ ട്രിബ്യൂണൽ എന്ന് പറയുമ്പോൾ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷനില് ഒരു അമെന്റ്മെന്റ് 42nd അമെന്റ്മെന്റില് എന്താണ് 1976
ആർട്ടിക്കിൾ 323A and B എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തിൽ വരുന്നുണ്ട് ട്രിബ്യൂണൽ. അപ്പൊ അതിലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അങ്ങനെ പല രീതിയിലുള്ള ട്രിബ്യൂണൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് നോക്കുക. അതുപോലെ തന്നെ ട്രിബ്യൂണൽ എന്നുള്ള ഒരു ടോപ്പിക്കും നിങ്ങളുടെ ലീഗൽ സ്റ്റഡീസിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതും ഒന്ന് നോക്കുക, എന്താണ് ട്രിബ്യൂണൽ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ഏരിയാസും നോക്കി വെക്കുക. ഓക്കെ. ഹായ് വിനായക്, വെൽക്കം ടു സെഷൻ. ഹായ്. യാ വിനായക്, കറക്റ്റ് ആണ്. ഓപ്ഷൻ എ സെമി കോസി ജുഡീഷ്യൽ ബോഡി ആണ്. ഓക്കെ. യാ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ ദ ആർട്ടിക്കിൾ. ഇവിടെ ഇത് 1 എന്ന് കൊടുത്തിട്ടുണ്ട്, അത് വരേണ്ട ആവശ്യമില്ല. ഓക്കെ, ഐഡന്റിഫൈ ദ ആർട്ടിക്കിൾ ഐഡന്റിഫൈ ആണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ദിസ് ആർട്ടിക്കിൾ ഈസ് ദ മോസ്റ്റ് ഫണ്ടമെന്റൽ, ഇറ്റ് ഈസ് എക്സ്പാൻസീവ് ആൻഡ് കവേഴ്സ് മെനി അതർ റൈറ്റ്സ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കബിൾ ടു ബോത്ത് സിറ്റിസൺ ആൻഡ് നോൺ സിറ്റിസൺ. അതായത് പൗരന്മാർക്കും പൗരന്മാരല്ലാത്ത വിദേശികൾക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഫണ്ടമെന്റൽ ആൻഡ് ഇറ്റ് ഈസ് എക്സ്പാൻസീവ്, കവർ മെനി അതർ റൈറ്റ്സ്. ഒരുപാട് മറ്റ് അവകാശങ്ങളും ഈ ആർട്ടിക്കിളിന് അണ്ടറിൽ വരുന്നുണ്ട്. ഭയങ്കര എക്സ്പാൻസീവ് ആണ്. ഒരുപാട് റൈറ്റ്സിന് ഇത് ഒരു അംബ്രല്ല കൈൻഡ് ഓഫ് തിങ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതായത് ഒരുപാട് റൈറ്റ്സിന് ഇത് എംബ്രേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് ആർട്ടിക്കിൾ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? ഫണ്ടമെന്റൽ, മോസ്റ്റ് ഫണ്ടമെന്റൽ ആണ്, എക്സ്പാൻസീവ് ആണ്, കവേഴ്സ് മെനി അതർ റൈറ്റ്സ് ആണ്, അപ്ലിക്കബിൾ ടു ബോത്ത് സിറ്റിസൺസ് ആൻഡ് നോൺ സിറ്റിസൺ. ആർട്ടിക്കിൾ 14, 20, 21, 32 ഏതാണ്? യാ, കറക്റ്റ് ആണ് ലോയിഡ്. ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 21. അപ്പം നിങ്ങൾ റൈറ്റ് ഇക്വാലിറ്റി ആണ് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 20 എന്ന് പറഞ്ഞാൽ റൈറ്റ് അഗെയിൻസ്റ്റ് ഡിറ്റൻഷൻ ആൻഡ് അറസ്റ്റ് എന്നുള്ള ആ ഒരു രീതിയിൽ അല്ലെ. ആർട്ടിക്കിൾ 20 ഉണ്ട്. ഇതൊക്കെ നമ്മൾ +1 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്കിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇത് പഠിച്ചിട്ടില്ലെങ്കിലും നമുക്കിത് എഴുതാൻ പറ്റും. പക്ഷെ ലീഗൽ സ്റ്റഡീസ് ടെക്സ്റ്റ് ബുക്സിൽ ഇത് കറക്റ്റ് പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം എവിടെ എന്നുള്ളത്. ആൻഡ് ആർട്ടിക്കിൾ 2 കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ആണ്. ഓക്കെ. പക്ഷെ ഇവിടെ ഏറ്റവും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് ആർട്ടിക്കിൾ 21 ആണ്. എന്തുകൊണ്ടാണ്? കാരണം ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി എന്ന് പറയുന്ന സംഭവമാണ്. അപ്പൊ അതിൽ ഒരുപാട് റൈറ്റ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. റൈറ്റ് അഗെയിൻസ്റ്റ് പൊല്യൂഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ഗോ അബ്രോഡ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങൾ, റൈറ്റ് ടു ലിവ്ലിഹുഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ആർട്ടിക്കിൾ 21 വരുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര ഒരു ഓപ്പൺ എൻഡഡ് സംഭവമാണ്. ഇപ്പം സുപ്രീം കോടതി അണ്ടറിലൊക്കെ അല്ലെങ്കിൽ ഏത് കേസൊക്കെ വരുമ്പോൾ അത് ആർട്ടിക്കിൾ 21 പ്രകാരമാണ്, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ യൂണിറ്റ് 4 ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ പേജ് നമ്പർ 190 പറയുന്നുണ്ട് റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി ആർട്ടിക്കിൾ 21. Article is most fundamental, expansive, cover many other rights and is applicable to both citizens as well as non-citizens എന്നുള്ളത് നമ്മുടെ ലീഗൽ സ്റ്റഡീസ് NCET ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് പറയുന്നുണ്ട്. അതിന്ന് നേരെടുത്തുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഇന്ത്യ advertising by lawyers has been strictly restricted by the Bar Council of India. An amendment to this rule allows advocates to furnish certain information on their website after informing and taking approval from Bar Council of India. Identify the pieces of information that can be put up on the internet. First one, name of the advocate or firm. B, details of cases won. C, details of enrollment. D, names of clients. E, areas of practice. ഇതിലേതാണ്? അപ്പൊ ഇതിൽ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ലോയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് നമ്മുടെ വക്കീലന്മാര്, അവർക്ക് അഡ്വർടൈസ് ചെയ്യുന്നതിന്, അതായത് ഒരു പരസ്യം കൊടുക്കുന്നതിനൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്താണ്? ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷെ അതിലൊരു അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ചില ഇൻഫോർമേഷൻസ് അവർക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ പത്രത്തിലായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയയിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ അവർ അഡ്വർടൈസ് ചെയ്യല്ലോ. ഇപ്പൊ കാർഡ് വെച്ചിറക്കുന്ന, ചിലപ്പം വിസിറ്റിംഗ് കാർഡ്, അപ്പൊ അതുപോലെയുള്ള അഡ്വർടൈസ് ചെയ്യുന്നതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വെക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് അമെന്റ്മെന്റ്, അതായത് ഒരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് അധികം, അതായത് ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് പറ്റില്ല എന്നാണ്. പക്ഷെ ഒരു അമെന്റ്മെന്റ് വന്നു, ഒരു റൂളിലെ ഒരു അമെന്റ്മെന്റ് വന്നു ബാർ കൗൺസിലിന്റെ. അപ്പൊ അതിൽ വന്നപ്പോ എന്താണ്, ചെറിയൊരു ഇളവ് കൊടുത്തിട്ടുണ്ട്. ഏതെല്ലാം കാര്യത്തിലായി പീസസ് ഓഫ് ഇൻഫോർമേഷൻ, ഏതെല്ലാം കാര്യങ്ങളാണ് ഒരു അഡ്വക്കേറ്റിന് അഡ്വർടൈസിങ് പർപ്പസിന് വേണ്ടി ഇന്റർനെറ്റിലും, അതായത് ഇവിടെ നോക്കുക, ഇവിടെ ഇന്റർനെറ്റ് എന്നും പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പൊ അതിൽ ഇന്റർനെറ്റിലൊക്കെ പരസ്യം ചെയ്യുമ്പോൾ ഏതെല്ലാം പീസസ് ഓഫ് ഇൻഫോർമേഷൻ അവർക്ക് ലീഗലായിട്ട് ബാർ കൗൺസിലിന്റെ അപ്രൂവലോട് കൂടിയിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ
5 പീസ് ഓഫ് ഇൻഫോർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്കറിയാം 3 എണ്ണം ഉണ്ട്, 2 എണ്ണം ഇതിലില്ല എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പൊ ഏതെല്ലാം ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് നോക്കാം. നെയിം ഓഫ് ദ അഡ്വക്കേറ്റ് ഓഫ് ഫേം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ഡീറ്റെയിൽസ് ഓഫ് എൻറോൾമെന്റ്. അത് ഒരു നോർമലായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കൂ. എൻറോൾമെന്റ് ചെയ്തിട്ടുള്ള നമ്പർ, കാര്യങ്ങൾ, എവിടെയാണ് എൻറോൾ ചെയ്തിട്ടുള്ളത്, ഏത് സ്റ്റേറ്റ് ബാർ കൗൺസിലാണ് എൻറോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. ഏരിയ ഓഫ് പ്രാക്ടീസ്, ക്രിമിനൽ വക്കീലാണോ, അതുപോലെ തന്നെ ഫാമിലി വക്കീലാണോ, അല്ലെങ്കിൽ സിവിൽ കേസ് മാത്രം എടുക്കുന്ന ആളാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഏരിയ ഓഫ് പ്രാക്ടീസ് എന്നുള്ള ഏരിയകളൊക്കെ എടുക്കും. അങ്ങനെയൊക്കെ പറയുന്നതിനും കുഴപ്പമില്ല. അപ്പോൾ ACE എന്ന് പറയുന്നത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ACE, ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ലോയേഴ്സ്, ഇറ്റ്സ് ഓപ്ഷൻ ബി. കാരണം ഇതെല്ലാം ഒരു നോർമൽ ആയിട്ട് എല്ലാവർക്കും ചെയ്യും. നെയിം ഓഫ് അഡ്വക്കേറ്റ് ഓർ ഫേം എന്നുള്ളത് വളരെ നോർമൽ ആണ്. ഡീറ്റെയിൽസ് ഓഫ് എൻറോൾമെന്റ് എന്ന് പറയുന്നതും വലിയ കുഴപ്പമില്ല. ഏരിയ ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നതിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ ഡീറ്റെയിൽസ് ഓഫ് കേസ് വൺ, ഏതെല്ലാം കേസ് ജയിച്ചു എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നെയിം ഓഫ് ക്ലയൻസ് ഒന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്റർനെറ്റിലും മറ്റും അഡ്വർടൈസ് ചെയ്യുമ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ലീഗൽ പ്രൊഫഷൻ ഇന്ത്യ യൂണിറ്റ് 5 പേജ് നമ്പർ 151 കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ബാർ കൗൺസിലിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓൺലി 5 പീസസ് ഓഫ് ഇൻഫോർമേഷൻ ക്യാൻ ബി പുട്ട് അപ്പോൺ. ഇന്റർനെറ്റിൽ 5 ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ 5 തരം ഇൻഫോർമേഷൻസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഏതെല്ലാമാണ്? നെയിം ഓഫ് അഡ്വക്കേറ്റ് ഓഫ് ദ ഫേം, നമ്മുടെ ഓപ്ഷനിൽ ഫസ്റ്റ് കണ്ട സംഭവം. സെക്കൻഡ് വൺ എന്താണ്? കോൺടാക്ട് ഡീറ്റെയിൽസ്. ഓക്കെ. തേർഡ് വൺ ഡീറ്റെയിൽസ് ഓഫ് എൻറോൾമെന്റ് വിത്ത് ദ ബാർ. ഓക്കെ. ഫോർത്ത് വൺ ഹിസ് പ്രൊഫഷണൽ ആൻഡ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ. ആൻഡ് ഫിഫ്ത്ത് വൺ ദ ഏരിയാസ് ഓഫ് പ്രാക്ടീസ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്വർടൈസ് ചെയ്യുമ്പോൾ ഇന്റർനെറ്റിൽ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതൊന്ന് നോക്കി വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. ലോയേഴ്സ് പറയുന്നത് ഐ വാണ്ട് ടു ബിക്കം എ ക്രിമിനൽ ലോയർ. ഓക്കെ, എനിവേ good. Anyway, you have set a good dream of becoming a lawyer and you want to be a criminal lawyer. Anyway, all the best and study hard and get into one of the best central universities who offers legal studies. I think it's BHU, right? Banaras Hindu University offers a good BLLB program there. Okay. അടുത്തെന്താണ്? മാച്ച് ലിസ്റ്റ് 1 and 2 ആണ്. ലിസ്റ്റ് 1 and 2 ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, കീ ഏരിയ ഓഫ് വർക്കും ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒരു ഭാഗത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കീ ഏരിയാസ് ഓഫ് വർക്ക് ആണ് അപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO, C വേൾഡ് ബാങ്ക്, D യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. കീ ഏരിയ ഓഫ് വർക്ക് എന്തെല്ലാം കൊടുത്തിട്ടുള്ളത്? ഹെൽത്ത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സോഷ്യൽ ജസ്റ്റിസ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ നമുക്കറിയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്താണ്? ഹെൽത്ത് എന്നുള്ളത് നമുക്കറിയാം. B1 എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. B1 എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഓപ്ഷൻ D ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലെ? വളരെ സിമ്പിൾ ആണ്. B1 എന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ബാക്കി നമുക്ക് നോക്കാം. A3 ILO എന്താണ്? സോഷ്യൽ ജസ്റ്റിസിൽ വരും. വേൾഡ് ബാങ്ക് എന്താണ്? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കും. യുണൈറ്റഡ് നാഷൻ എഡ്യൂക്കേഷൻ സയന്റിഫിക് ഓർഗനൈസേഷൻ എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? ദർ വാസ് ആൻ ഇന്റർനാഷണൽ കൺവെൻഷൻ ഓൺ കർബിംഗ് പൊല്യൂഷൻ എസ്പെഷ്യലി PM25 ആൻഡ് PM10. പർട്ടിക്കുലേറ്റ് മാറ്റർ ആണ് പറയുന്നത്. PM25 ആൻഡ് PM10 എന്ന് പറയുന്നത് പൊല്യൂഷന്റെ ഇതെടുക്കുമ്പോൾ പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുമ്പോൾ വളരെ ഇവിടെ മൈക്രോമീറ്റർ ആണ് ഇവിടെ പറയുന്നത്, മൈക്രോ സെന്റിമീറ്റർ ആണ്, അങ്ങനെന്തോ ആണ് ഇതിന്റെ കണക്ക് എന്ന് പറയുന്നത്. അതായത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, ഇപ്പൊ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് PM25 PM10 എന്നൊക്കെ പറയുന്നത്. പൊല്യൂഷന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ഓക്കെ. It also expects countries to phase out the use of diesel-run vehicles over the next 5 years. Country X has to incorporate this into municipal law so that the international treaty can be implemented. Identify the country X എന്നാണ് ചോദിച്ചിട്ടുള്ളത്. USA പറയുന്നുണ്ട്, UK, India, any country who is a member of UN. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് കുറച്ച് ടഫ് ആയിട്ടുള്ള ചോദ്യമാണ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ വെരി വെയ്ക്ക്. അപ്പം ഇവിടെ ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ ഉണ്ട് കർബിംഗ് പൊല്യൂഷൻ കർബ് ചെയ്യാനുള്ള ഇന്റർനാഷണൽ കൺവെൻഷൻ അവിടെ ഉണ്ട്.
എസ്പെഷ്യലി PM25 PM10 എന്ന് പറയുന്ന രണ്ട് പൊല്യൂട്ടൻസിനെ എന്താണ് കർബ് ചെയ്യാനുള്ള ഇന്റർനാഷണൽ കൺവെൻഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് യൂസ് ഓഫ് ഡീസൽ റൺ വെഹിക്കിൾസ് ഫേസ് ഔട്ട് ചെയ്യാൻ, അതായത് അത് ഒഴിവാക്കാനും നെക്സ്റ്റ് 5 ഇയേഴ്സിൽ പറയുന്നുണ്ട്. കൺട്രി എക്സ് എന്ന് പറയുന്ന ഒരു കൺട്രി ഈ ഇന്റർനാഷണൽ കൺവെൻഷനും മുനിസിപ്പൽ ലോയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ കൺട്രി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ ഏതാന്നുള്ളത് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ദ ക്വസ്റ്റ്യൻ ഈസ് വെരി വെയ്ഗ് ആൻഡ് നോട്ട് ഗിവിംഗ് മച്ച് ഇൻഫോർമേഷൻ. ഞാൻ നോക്കി, ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കി, പക്ഷെ ഇങ്ങനെ ഒരു കാര്യം എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പം ഇറ്റ് ക്യാൻ ബി ഓപ്ഷൻ ഡി, എനി കൺട്രി യു ഇസ് എ മെമ്പർ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ കറക്റ്റ് ആയിട്ട് ഒരു കൺട്രി എന്താണ് മുനിസിപ്പൽ ലോയിലേക്ക് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ ആകുമ്പോൾ UN മെമ്പേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഏത് കൺട്രി ആവാം, അങ്ങനെയുള്ള ഒരു അസംഷനിൽ നോക്കുവാണെങ്കിൽ ഓപ്ഷൻ ഡി വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഡൽഹി പോലെയുള്ള ഏരിയാസിലൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കൺവെൻഷനെ കുറിച്ച് എവിടെയും കേട്ടിട്ടുമില്ല. അപ്പം എനിവേ ഇതിന്റെ ഒരു ആൻസർ വിത്ത് പ്രൂഫ് അല്ലെങ്കിൽ വിത്ത് സോഴ്സ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓപ്ഷൻ ഇതിന്റെ കറക്റ്റ് ആൻസർ ഇതാണ്, ഇതിന്റെ സോഴ്സ് ഇതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ സോഴ്സ് എവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ അതും മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. എനിക്കിതിന്റെ ആൻസർ എവിടെ നോക്കിയിട്ടും കിട്ടുന്നില്ല. കാരണം ഇങ്ങനെ ഒരു കൺവെൻഷന് ഒരുപാട് കൺവെൻഷൻസ് ഒക്കെ ഉണ്ട് പൊല്യൂഷൻ കർബ് ചെയ്യുന്ന. പക്ഷെ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ കൺട്രി ഏതാണ് കാര്യങ്ങളൊന്നും ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ആ രീതിയിലൊന്നും എവിടെയും നോക്കിയിട്ട് കണ്ടില്ല. ഇറ്റ് ക്യാൻ ബി ഓപ്ഷൻ ഡി, എനി കൺട്രി ഈസ് എ മെമ്പർ ഓഫ് യുണൈറ്റഡ് നേഷൻ. അപ്പൊ യുണൈറ്റഡ് നേഷനിൽ ഏത് മെമ്പറിനും ഇങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ ഓപ്ഷൻ ഡി വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എനിക്ക് ഉറപ്പില്ല. നിങ്ങൾക്ക് വല്ല ഉത്തരം കിട്ടുവാണെങ്കിൽ, കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടുവാണെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. ഓക്കെ, ലോഹെഡ്ജ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നുണ്ട്. ലോഹെഡ്ജ്, ഡു യു ഹാവ് എനി ഹാവ് യു റെഫേർഡ് എനി സോഴ്സ് ഫോർ ദിസ് വൺ, ഓർ യു ജസ്റ്റ് സെഡ് you just guessed out of anyway, I am not getting the correct answer. If you have any source or something like that, you can comment on this chat box. Otherwise, I have asked other students who are later watching this live, they can comment on the comment section. Okay, anyway, അടുത്ത question. In the recent years, Supreme Court has permitted public spirited citizens and the civil society organizations to approach the court on behalf of the victim for better administration of justice. In initiating this activism, the Supreme Court has relaxed its corpus delicti, stare decisis, locus standi, essentio mentium. അപ്പോൾ കുറച്ചധികം പ്രിൻസിപ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലീഗൽ മാക്സിംസ്. അപ്പൊ ഇതിൽ ഏതാണ് സുപ്രീം കോടതി പെർമിറ്റ് ചെയ്തിട്ടുള്ളത്? പബ്ലിക് സ്പിരിറ്റഡ് സിറ്റിസൺസിന് അതുപോലെ തന്നെ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിനൊക്കെ സുപ്രീം കോടതിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുവാണ്. ഓൺ ബിഹാഫ് ഓഫ് ആര്? നമ്മുടെ വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാരുടെ പകരമായിട്ട് അവർ നേരിട്ട് പോകുന്നതിന്റെ പകരം പബ്ലിക് സ്പിരിറ്റഡ് സിറ്റിസൺസ് അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ഒക്കെ ഇവരുടെ പ്രശ്നം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന്റെ ഒരു പ്രിൻസിപ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഒരു ആക്ടിവിസം ആണ്. അപ്പൊ ആക്ടിവിസത്തിൽ എന്തോ ഒരു സംഭവം റിലാക്സ് ചെയ്ത് കൊടുത്തു. ഏതാണ് അത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? വിച്ച് പ്രിൻസിപ്പിൾ ഈസ് റിലാക്സ്ഡ് ഹിയർ ബൈ ദ സുപ്രീം കോർട്ട്? ഏത് പ്രിൻസിപ്പിളാണ് റിലാക്സ് ചെയ്തിട്ടുള്ളത്? ഇറ്റ്സ് നൺ അതർ ദാൻ ലോഹെഡ്ജ് കറക്റ്റ് ആണ്. ഓപ്ഷൻ സി, ലോക്കസ് സ്റ്റാൻഡി ആണ്. ലോക്കസ് സ്റ്റാൻഡി ആണ് ഇവിടെ റിലാക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ലോക്കസ് സ്റ്റാൻഡി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട്സ് എ മീനിങ് ഓഫ് ലോക്കസ് സ്റ്റാൻഡി എന്ന് പറഞ്ഞത്? അതായത് നിങ്ങൾക്ക് ഈ കേസ് കൊണ്ടുവരാൻ എന്താണ് അവകാശം? റൈറ്റ് ടു ഹിയർ എന്നുള്ളതാണ് എന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവരുടെ കേസായിട്ട് വരാൻ നിങ്ങളുടെ അല്ലെങ്കിൽ ആ കേസുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ബന്ധം, നിങ്ങൾക്ക് എന്താണ് അവകാശം ഈ ഒരു കേസ് കൊണ്ടുവരാൻ എന്നുള്ള സംഭവമാണ് ചോദിക്കുന്നത് ലോക്കസ് സ്റ്റാൻഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ തന്നെ അതാണ് ഇവിടെ റിലാക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ലോക്കസ് സ്റ്റാൻഡി എന്നുള്ള സംഭവം PIL ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? കാരണം നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളാണ് ഡയറക്റ്റ് നമ്മൾ വക്കീൽ മുഖേനയാണ് നമ്മൾ കേസിൽ പോകുന്നത്. പക്ഷെ നമുക്കത്ര എന്താ പറയാ, നമ്മളൊരു വിക്ടിമാണ് അല്ലെങ്കിൽ നമ്മളൊരു മാർജിനലൈസ് കമ്മ്യൂണിറ്റി എന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സുപ്രീം കോടതി പോകാൻ കഴിയുന്നില്ല. അപ്പോൾ കുറച്ച് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ
പബ്ലിക് സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ ഇവരൊക്കെ ആയിരിക്കും സുപ്രീം കോടതിയിൽ പോകുന്നത്. ഇവർക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ചേരി പ്രദേശത്ത് കുറച്ച് പേര് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഗവൺമെന്റ് എന്താണ് അവരുടെ കയ്യേറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ കുടിയൊഴിപ്പിക്കുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേറെ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് അവരിങ്ങനെ ചെയ്യുന്നുണ്ട്, അവരുടെ എന്താ പറയുക ഫണ്ടമെന്റൽ റൈറ്റ് അവിടെ ഹനിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ PIL കൊടുക്കണം. അപ്പോൾ അവിടെ ലോക്കൽ സ്റ്റാൻഡ് എന്നുള്ള പ്രിൻസിപ്പിൾ അവിടെ റിലാക്സ് ചെയ്തുകൊണ്ടാണ് PILന് ഇത്ര ഇമ്പോർട്ടൻസ് കിട്ടാൻ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കി വെക്കാം. അപ്പൊ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോർട്ട് ഹാസ് റിലൈസസ് ലോക്കസ് സ്റ്റാൻഡി മീനിങ് റൈറ്റ് ഓഫ് എ പാർട്ടി ടു അപ്പിയർ ആൻഡ് ഹേർഡ് ബൈ എ കോർട്ട്. അതാണ് ലോക്കസ് സ്റ്റാൻഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂണിറ്റ് 1 ജുഡീഷ്യറിൽ 9ാമത്തെ പേജിൽ ഉണ്ട് കേട്ടോ. അപ്പൊ അത് നോക്കുക. അപ്പൊ ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്ത് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? മോഡ് ഓഫ് ഡിസ്ചാർജ് ആൻഡ് ഫീച്ചർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ കോൺട്രാക്ടിന്റെ ഡിസ്ചാർജ് ആണ് പറയുന്നത്. കോൺട്രാക്ട്, ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് എപ്പോഴാണ് അവസാനിക്കുക, ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ഡിസ്ചാർജ് ബൈ ബ്രീച്ച് എന്ന് പറയുന്നുണ്ട്, ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം, ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്, ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. ഫീച്ചേഴ്സ് എന്തെങ്കിലുമാണ്? ഫസ്റ്റ് വൺ, വെൻ പാർട്ടീസ് ടു എ കോൺട്രാക്ട് പെർഫോം ദെയർ ഒബ്ലിഗേഷൻ. Second one, destruction of subject matter. Third one, if a contract is not performed within the specified time and the other party does not resort to any action within the limitation. And option 4, yeah, law it's correct. Locus and right to appear before court or right to appear and to be heard by a court. Correct ആണ്. Very good, law. Failure to perform the obligation by a party. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. Yeah, law is saying UN is governing body in the context of areas like pollution, etc. In that sense, it can be option D. Pollution da question ആണ് പറയുന്നത്. പക്ഷേ I am not sure. That's why I am asking you people to find and comment it on the comment section. Okay. അപ്പം ഇതാണ് മോഡ് ഓഫ് ഡിസ്ചാർജ് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സും പറയുന്നുണ്ട്. അപ്പൊ ഇത് എന്ന് പറയുന്നത് കോൺട്രാക്ടിന്റെ മോഡ് ഓഫ് ഡിസ്ചാർജ്. കോൺട്രാക്ട് എന്നുള്ള ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ലീഗൽ സ്റ്റഡീസിൽ. അപ്പൊ അതിന്റെ മോഡ് ഓഫ് ഡിസ്ചാർജ് ഉണ്ട്. കോൺട്രാക്ട് എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവസാനിക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം, ആ ഒരു വാക്ക് വെച്ചുകൊണ്ട് നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. അപ്പം ലാപ്സ് ഓഫ് ടൈം അവസാനിക്കുന്നത് കൊണ്ട് ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? ഇഫ് എ കോൺട്രാക്ട് ഈസ് നോട്ട് പെർഫോം വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം ആൻഡ് ദ അതർ പാർട്ടി ഡസ് നോട്ട് റിസോർട്ട് ടു എനി ആക്ഷൻ വിത്തിൻ ലിമിറ്റേഷൻ. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം ആ രീതിയിൽ അത് ഡിസ്ചാർജ് ആവും എന്നുള്ളതാണ് അതിന്റെ ഫീച്ചർ. അതാണ് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? വെൻ പാർട്ടീസ് ടു എ കോൺട്രാക്ട് പെർഫോം ദെയർ ഒബ്ലിഗേഷൻ. അപ്പൊ എന്താണ്? ആ ഒരു പെർഫോമൻസോട് കൂടിയിട്ട് ആ കോൺട്രാക്ട് അവിടെ ഡിസ്ചാർജ് ആവുന്നു എന്നാണ്. അപ്പോൾ എന്താണ്? പെർഫോം ദെയർ ഒബ്ലിഗേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി എന്ന് പറയുന്നത് 1 ആണെന്നുള്ളതും നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി 1 വരുന്ന ആകെ ഒരു ഓപ്ഷൻ ഉള്ളൂ. ഇറ്റ്സ് ഓപ്ഷൻ സി. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഡി എന്താണ്? 2 ആണ് വരുന്നത്. ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്താണ്? ഡിസ്ട്രക്ഷൻ ഓഫ് എ സബ്ജക്ട് മാറ്റർ. ഓക്കെ. ആൻഡ് പിന്നെന്താണ്? ഡിസ്ചാർജ് ബൈ ബ്രീച്ച് എന്ന് പറയുന്നത് ഫെയിലിയർ ടു പെർഫോം ദ ഒബ്ലിഗേഷൻ ബൈ എ പാർട്ടി. അപ്പൊ ആ രീതിയിലും കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നതാണ്. ഇത് കുറച്ച് ടഫായിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ബി ഒക്കെ നമുക്ക് ജസ്റ്റ് ആ വാക്ക് നോക്കിയിട്ട് ഇവിടെയും നമുക്ക് ആ വാക്ക് കാണാൻ പറ്റും. സ്പെസിഫൈഡ് ടൈം എന്ന് പറയുന്നുണ്ട്, ലെപ്സ് ഓഫ് ടൈം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് ടഫായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഓപ്ഷൻ സി. ലോ കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ യൂണിറ്റ് 2 ബി ലോ ഓഫ് കോൺട്രാക്ട്സ് ആ ഒരു യൂണിറ്റ് 2 റെഫർ ചെയ്യാം. പേജ് നമ്പർ 43 ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്ന ഭാഗം ഇവിടെ ഉണ്ട്. അപ്പൊ ഡിസ്ചാർജ് മീൻ ടെർമിനേഷൻ ഓഫ് എ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ഓഫ് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി കാര്യങ്ങളും പറയുന്നുണ്ട്. ഫോളോയിങ് ബേസ് ആണ് എന്ത്? ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ഏതെല്ലാം ബേസ് ആണ്? ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്, ഡിസ്ചാർജ് ബൈ അഗ്രിമെന്റ് ഓർ കൺസെന്റ്, ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അതിന്റെ ഫീച്ചേഴ്സും അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോക്കുക. പേജ് നമ്പർ 43 and 44 റെഫർ പേജ് നമ്പർ 43 and 44 ഓഫ് യൂണിറ്റ് 2 ലോ ഓഫ് കോൺട്രാക്ട്സ്. അപ്പൊ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ സെഷനിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ലീഗൽ സ്റ്റഡീസിന്റെ. നമ്മൾ ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓരോ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഇനി വരും സെഷനുകളിൽ നമ്മൾ 10 വീതം അങ്ങനെ 5 സെഷനിലായിരിക്കും നമ്മൾ ലീഗൽ സ്റ്റഡീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക.
അപ്പം നിങ്ങൾക്കിപ്പം ലീഗൽ സ്റ്റഡീസിന്റെ പേപ്പറൊക്കെ എഴുതാൻ താല്പര്യമുള്ളവർക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ ലീഗൽ സ്റ്റഡീസ് NCERT ടെക്സ്റ്റ് ബുക്കിലെ ലീഗൽ സ്റ്റഡീസ് NCERT ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള ലീഗൽ സ്റ്റഡീസിന്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വൃത്തിയായിട്ട് വായിക്കുക. അതിന് പല രീതിയിലുള്ള എങ്ങനെയും ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം. കുറച്ച് വാസ്റ്റാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലീഗൽ സ്റ്റഡീസിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. ഹായ് അമീൻ. ലേറ്റ് ആയി പോയ അമീൻ. Lloyd, we will discuss session 2 in coming days. Okay, keep checking the channel, and we will complete the all legal studies session in 5 sessions. Okay, we have discussed 10 questions today, and next session we will discuss further 10 questions, and in 5 sessions we will complete the entire legal studies section. ഞാൻ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയിട്ടല്ല. ലോയിഡ്ജ് എന്ന് പറയുന്നത് ബിഹാറിൽ നിന്നുള്ള ഒരാളാണ്, നമ്മുടെ സ്റ്റുഡൻ്റ് ആണ്, സബ്സ്ക്രൈബർ ആണ്, സ്റ്റുഡൻ്റ് അല്ല. അപ്പം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട്, ഇന്ത്യക്കാരനാണ്. ഓക്കെ, അമീൻ ലേറ്റ് ആയി പോയ അമീൻ. അമീൻ NSS ക്യാമ്പും കാര്യങ്ങളൊന്നും ഇല്ല. പൊളിറ്റിക്സ് നമ്മൾ വിൽ സ്റ്റാർട്ട് സൂൺ. അതായത് പൊളിറ്റിക്സിന്റെ 3ാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത ദിവസങ്ങളിൽ പൊളിറ്റിക്സിന്റെ ബാക്കിയുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അമീൻ NSS ക്യാമ്പൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. പലരും NSS ക്യാമ്പിലായിരിക്കും +2 പഠിക്കുന്നവര്. അപ്പൊ എനിവേ ഇപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് വെക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. NSS ക്യാമ്പിലുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഈ ആഴ്ചയോട് കൂടി അതെല്ലാം കഴിയുന്നതാണ്. CUETയുടെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് കൊണ്ടുപോവാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് Prepwise നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ Prepwiseന്റെ അക്കാഡമിക് കൗൺസിലേഴ്സ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. അതുപോലെ തന്നെ Prepwiseന്റെ കോച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഫോം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ Prepwiseന്റെ ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പ്ലേ സ്റ്റോർ ലിങ്ക്. നിങ്ങൾ അതിൽ കയറിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നോക്കാം. സാമ്പിൾ ക്ലാസ്സസ് അതിലുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞാണ് Prepwiseന്റെ നമ്മുടെ സെക്ഷൻ 1 ഇംഗ്ലീഷ്, അതുപോലെ തന്നെ സെഷൻ 2 നമ്മുടെ ലീഗൽ സ്റ്റഡീസ് അടക്കമുള്ള സെഷൻ 2, അതുപോലെ തന്നെ സെഷൻ 3 ആയിട്ടുള്ള ജനറൽ ടെസ്റ്റിന്റെ ഒക്കെ ക്ലാസ്സുകളും നോട്ട്സും ടോപ്പിക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ Prepwiseൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് Prepwiseൽ ഒരു പാട്ടാവുന്നതാണ്. CUT 2023 ആണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ തീർച്ചയായിട്ടും Prepwise ഫുൾ റെഡിയാണ്. നിങ്ങൾക്ക് Prepwiseൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വപ്നതുല്യമായിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടുകയും നല്ലൊരു കോളേജിൽ അല്ലെങ്കിൽ നല്ലൊരു യൂണിവേഴ്സിറ്റി നല്ലൊരു കോഴ്സിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഫുൾ ഹെൽപ്പ് Prepwise പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ ഓക്കെ +1 ക്യാമ്പ് അല്ലേ അമീൻ? കറക്റ്റ് ആണ്. +2 അല്ലേ? +1 ക്യാമ്പാണ്. എനിവേ ഓക്കെ. അപ്പം എനിവേ അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ഹലോ എവ്രിവൺ, വെൽക്കം ടു Prepwiseലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ടാർഗറ്റ് CUT 2023യുടെ ഭാഗമായിട്ട് നമ്മുടെ ചാനലിൽ കുറച്ച് മാസങ്ങളായിട്ട് CUT 2022 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷന്റെ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടാർഗറ്റ് CUT 2023, അതുപോലെ തന്നെ ടാർഗറ്റ് CUT 2024. നിങ്ങൾ CUT 2023 എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വാട്സ്ആപ്പ് ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ +1 ആണെങ്കിൽ അല്ലെങ്കിൽ 2024 നിങ്ങൾ എഴുതുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു വാട്സ്ആപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതിൽ ജോയിൻ ചെയ്യാം, മറക്കാണ്ട് ജോയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നടക്കുന്ന CUT റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും കൂടി ഒന്ന് ജോയിൻ ചെയ്തിടാം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ നമ്മൾ CUT 2022 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീരീസ് ആണ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളിപ്പം നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക എല്ലാ സബ്ജക്റ്റിന്റെയും സെക്ഷൻ 1 ഇംഗ്ലീഷ് മലയാളം, അതുപോലെ തന്നെ സെഷൻ 2 ഡൊമൈൻ ടെസ്റ്റിലെ ഒരുവിധം എല്ലാ സബ്ജക്ട്സിന്റെയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെഷൻ 3 ജനറൽ ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന് മുന്നേ ഉള്ള സെഷൻസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റിൽ പോയി നിങ്ങൾ CUT 2023 നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പേപ്പേഴ്സിന്റെയും പ്രീവിയസ് ഇയർ 2022 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ആ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷനും ഒന്ന് മോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. മെയ്യിലാണ് നമ്മുടെ CUT 2023 എക്സാം വരുന്നത് കാര്യങ്ങളൊക്കെ. അപ്പൊ ആ രീതിയിൽ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉഷാറായി കൊണ്ടുപോവാം. അപ്പൊ ഇന്ന് നമ്മൾ ലീഗൽ സ്റ്റഡീസിന്റെ 2ാമത്തെ സെഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ നമ്മളൊരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സെഷൻ 2 ലീഗൽ സ്റ്റഡീസ് എന്നുള്ളത് അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ലീഗൽ സ്റ്റഡീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഇപ്പൊ നിങ്ങൾ +2 ശേഷം LLB പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവരുടെ മുന്നിൽ കുറച്ച് അധികം വഴികളേ ഉള്ളൂ അല്ലെ. എന്താണ്, ഒന്നുകിൽ ക്ലാറ്റ് എഴുതണം അല്ലെ, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്നാണ്. ഭയങ്കര കോമ്പറ്റീഷൻ കൂടിയിട്ടുള്ള ഒരു എക്സാം ആണ്. അതിൽ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി പാടാണ്. അതുപോലെ തന്നെ കേരളത്തിലുള്ളവരാണെങ്കിൽ ക്ലീ ഉണ്ട് അല്ലെ, കേരള ലോ അഡ്മിഷൻ ടെസ്റ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് ക്ലീ എന്ന് പറഞ്ഞിട്ടുള്ള 5 ഇയർ കോഴ്സിലേക്കുള്ള എൻട്രൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാം. പക്ഷെ അത് രണ്ടും അല്ലാതെ വേറൊരു ഓപ്ഷനാണ് CUET വഴി ലോ പഠിക്കുക എന്നുള്ളത്. ഇപ്പം BA LLB, BCom LLB, അതുപോലെ തന്നെ മറ്റ് BBA LLB പോലെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഏതാണ്ട് ഒരു 10 to 12 സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലോളം നമ്മുടെ BA LLB യോ BCom LLB യോ BBA LLB അങ്ങനെയുള്ള പല ഇന്റഗ്രേറ്റഡ് കോഴ്സുകളും കൊടുക്കുന്നുണ്ട്. അപ്പം അതിലേറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ളത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്, അലഹബാദ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരു അനവധി നല്ല പേരെടുത്ത സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് CUET വഴി LLB പ്രോഗ്രാമിന് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് നിങ്ങൾ CUET ക്രാക്ക് ചെയ്യണം അല്ലെ. അപ്പൊ ഇന്ന് നമ്മളെ ലീഗൽ സ്റ്റഡീസിന്റെ 2022 രണ്ടാമത്തെ സെഷനാണ്. അപ്പൊ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം അല്ലെ. ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, വിച്ച് among the following dispute can be referred to administrative tribunal അല്ലെ. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ചധികം ഡിസ്പ്യൂട്ട്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഡിസ്പ്യൂട്ട്സിൽ ഏതെല്ലാമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലോട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നത്? എന്തെല്ലാമാണ് ഡിസ്പ്യൂട്ട്സ് നോക്കാം. ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട്സ് പറയുന്നുണ്ട്, ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ്, റെപ്രസെന്റേറ്റീവ് സ്യൂട്ട്സ്, കേസ് എഗെയിൻസ്റ്റ് സ്പെസിഫിക് ക്ലാസ് ഓഫ് പേഴ്സൺസ്, കളക്ഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് ടാക്സ്. ഈ പറയപ്പെട്ട 5 ഡിസ്പ്യൂട്ട്സുകളിൽ ഏതെല്ലാമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലോട്ട് റെഫർ ചെയ്യാൻ പറ്റിയത്? കാരണം സാധാരണ നമ്മളൊരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലോവർ കോർട്ടിലും കാര്യങ്ങളൊക്കെയാണ് പോലെ. പക്ഷെ സ്പെസിഫിക് ആയിട്ട് കുറച്ചും കൂടി കോർട്ടിന്റെ എഫക്റ്റീവ്നെസ്സും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം, ആർട്ടിക്കിൾ 323A and B പാർട്ട് A and Bയിലാണ് അത് പറയുന്നത്. അപ്പൊ 1976-ലോ 8-ലോ അങ്ങാണ്ടാണ് ഒരു അമെന്റ്മെന്റോട് കൂടിയിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിൽ ഏതെല്ലാം ഫോളോയിങ് ഡിസ്പ്യൂട്ട്സ് ആണ്? അപ്പൊ ഇവിടെ ഓപ്ഷൻസ് നോക്കാം. 3 ഡിസ്പ്യൂട്ട്സ്. അപ്പൊ ഇതിൽ 2 എണ്ണം നമുക്ക് ഒഴിവാക്കണം അല്ലെ. 3 ഡിസ്പ്യൂട്ട്സ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസിന്റെ ഭാഗമാണ്, പക്ഷെ ഇതിൽ 2 എണ്ണം അല്ല. മാഷ ഹായ്, വെൽക്കം ടു ദ സെഷൻ. അപ്പം ഷെബിൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെബിൻ ഉണ്ടോ, കാണുന്നുണ്ടോ സെഷൻ? ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എന്താണ് ഇതിന്റെ ഏതെല്ലാം ആണ് എന്നുള്ളത്. ഓപ്ഷൻ A, B, C and D. അപ്പം ABC എന്ന് പറയുന്നുണ്ട്, BDE, ABE, CDE. ഓക്കെ, അപ്പൊ ഇതില് നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം എന്താണ് ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട് എന്നുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അണ്ടറിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം A എന്തായാലും വരുമെന്നുള്ളത് നമുക്ക് ഷുവർ ആണ്. അപ്പൊ A അല്ലാത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുമല്ല. ഇനി അറിയേണ്ടത് A ആണോ C ആണോ എന്നുള്ളതാണ് അല്ലെ. ഏതാണ്? സ്വാതി ഹായ് സ്വാതി, വെൽക്കം ടു സെഷൻ. A ആണോ എന്ന് ചോദിക്കുന്നുണ്ട് സ്വാതി. ഇത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം നിങ്ങൾ +2-ൽ എന്തായാലും ലീഗൽ സ്റ്റഡീസ് നിങ്ങൾ പഠിക്കുന്നില്ല. പക്ഷെ NCERTയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ലീഗൽ സ്റ്റഡീസിൽ, അതിൽ വൃത്തിയായിട്ട് പറയുന്നുണ്ട്, ഇതെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ് കേട്ടോ. A വരുന്നുണ്ട്, ഇത് കറക്റ്റ് ആണ്, ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട്. ഓപ്ഷൻ B ഇലക്ഷൻ ഡിസ്പ്യൂട്ട്, ഇതും വരുന്നുണ്ട്. ആൻഡ് കളക്ഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് ടാക്സസ്. അപ്പൊ ഇതിൽ വരാത്തത് ഓപ്ഷൻ C റെപ്രസെന്റേറ്റീവ് സ്യൂട്ടും കേസ് എഗെയിൻസ്റ്റ് സ്പെസിഫിക് ക്ലാസ് ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്ന 2 ഓപ്ഷൻ ഇതിൽ വരുന്നില്ല. ബാക്കി A, B and E ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട്, ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ്, കളക്ഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് ടാക്സ്, ഈ പറയുന്ന എല്ലാ ഡിസ്പ്യൂട്ട്സും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലോട്ട് റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസ് പറയുന്ന അല്ലെ. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. യൂണിറ്റ് 3 NCERTയിലെ ലീഗൽ സ്റ്റഡീസിന്റെ ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 3 എന്താണ്? യൂണിറ്റ് 3 പറയുന്ന ആർബിട്രേഷൻ, ട്രിബ്യൂണൽ അഡ്ജുഡിക്കേഷൻ ആൻഡ് ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. ഈ പറയുന്ന ചാപ്റ്ററിൽ അല്ലെങ്കിൽ യൂണിറ്റിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്നുള്ള ഭാഗത്തിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. 42nd അമെന്റ്മെന്റ് ഓഫ് 1976-ലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വരുന്നത്. ആർട്ടിക്കിൾ 323A ആൻഡ് 323B. അപ്പൊ അതില് റേഞ്ച് ഓഫ് ഡിസ്പ്യൂട്ട്സ് മെൻഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏതെല്ലാമാണ് ഡിസ്പ്യൂട്ട് എന്നുള്ളത് ഇവിടെ ഓരോന്നും പറയുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കുക.
അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, ഞാൻ പേജ് നമ്പർ 94 നിങ്ങൾ നോട്ട് ചെയ്താൽ മതി, നോക്കുക. ഈ ഒരു ഇത് PDF ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ടെക്സ്റ്റ് ബുക്കിന്റെ PDF അവൈലബിൾ ആണ് NCERTയുടെ സൈറ്റിൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എടുത്തിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ LLB ആണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എങ്കിൽ തീർച്ചയായിട്ടും ലീഗൽ സ്റ്റഡീസിന്റെ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. ഓക്കെ. Yeah, Lloyd, welcome to the session. Lloyd, what's your name? It's very awkward to call you Lloyd and all. If you don't mind, could you please comment your name on the chat box? Lloyd എന്ന് പറഞ്ഞിട്ടുള്ള വന്നിട്ട് ബീഹാറിൽ നിന്നാണ്. അവരെപ്പോഴും റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ലീഗൽ സ്റ്റഡീസിന്റെ സെഷൻ ചെയ്യുമോ എന്നുള്ളത്, അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. Sadish and Pankaj are neighbors sharing a floor in a residential society. Okay. Sadish pet dog keep barking which disturb Pankaj's peace. They want to resort to an alternative dispute resolution mechanism which gives them a non-binding outcome. Choose the most suited area. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തുമായി റിലേറ്റഡ് ആണ്? ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സതീഷും പങ്കജും രണ്ട് നെയ്ബേഴ്സ് ആണ്. അവരുടെ പെറ്റ്, സതീഷിന്റെ പെറ്റ് അതായത് വളർത്തുനായ ബാർക്ക് ചെയ്യുന്നതുകൊണ്ട് എന്താണ് പങ്കജിന്റെ സ്വൈര്യ ജീവിതത്തെ അത് ഡിസ്റ്റർബ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് അവർ ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് മെക്കാനിസം അതില് അതായത് അവർക്ക് അതൊന്ന് പറഞ്ഞ് പരിഹരിക്കാന്ന് പറയില്ലേ, അപ്പൊ അതിന്റെ ഒരു ഇതാണ് ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു കോർട്ടിന്റെ പുറത്തോട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അപ്പൊ എന്താണ് വിച്ച് ഗീവ് ദം നോൺ ബൈൻഡിങ്. അപ്പൊ ഇവിടുത്തെ ഫീച്ചർ നോക്കാൻ നോൺ ബൈൻഡിങ് ഔട്ട്കം വരുന്ന സംഭവമാണ്. അപ്പൊ മീഡിയേഷൻ ഉണ്ട്, ആർബിട്രേഷൻ ഉണ്ട്, ലോക് അദാലത്ത് ആൻഡ് ലോക്പാലും ഉണ്ട്. ലോയേഴ്സ് ഋഷികേഷ് എന്നാണല്ലോ പേര്, ഋഷികേഷ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കാം, നമുക്ക് എന്ത് ചെയ്യാം, ലോക് അദാലത്ത് ആൻഡ് ലോക്പാൽ എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാം അല്ലെ. അതൊരിക്കലും ഒരു ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷന്റെ ഇതുപോലെയുള്ള കേസസിൽ എന്തായാലും വരില്ല. ലോക്പാൽ എൻ്റർലി ഡിഫറെന്റ് ആണ്. അത് ഏത് തരം കേസുകളാണ് വരുന്നതെന്ന് നമുക്കറിയാം. ലോക് അദാലത്തിൽ ഇതുപോലെയുള്ള ഒരു നോൺ ബൈൻഡിങ് ആയിട്ടുള്ള ഔട്ട്കം വരാൻ വളരെ സാധ്യത കുറവാണ്. പിന്നെന്താണ് മീഡിയേഷൻ ആൻഡ് ആർബിട്രേഷൻ. ഇതിൽ രണ്ടിൽ ഏതാണെന്നുള്ളത് നിങ്ങളും ചൂസ് ചെയ്യാം. ലോയേഴ്സ് ഓപ്ഷൻ എ എന്ന് പറയുന്നുണ്ട്. യെസ് കറക്റ്റ് ആണ് ഋഷികേഷ്. ഓപ്ഷൻ എ, ലോയേഴ്സ് ഓപ്ഷൻ എ മീഡിയേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇവിടെ മീഡിയേഷൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കുക, അതായത് ഈ സെയിം ചാപ്റ്ററിൽ തന്നെ ഈ സെയിം യൂണിറ്റ് 3 ആർബിട്രേഷൻ ട്രിബ്യൂണൽ അടിച്ചു ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്നുള്ള യൂണിറ്റിൽ ADRന്റെ എല്ലാ ഫീച്ചേഴ്സും, മീഡിയേഷൻ എന്താണ്, ആർബിട്രേഷൻ എന്താണ്, ലോക് അദാലത്ത്, ലോക്പാൽ, ഇതൊക്കെ അവിടെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കാം. മാഷ് ചോദിക്കുന്നത് സർ നോട്ട്സ് PDF ആയി കിട്ടുമോ? തീർച്ചയായിട്ടും പ്രപ്പോസലിൽ നമ്മുടെ നോട്ട്സ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ അക്കാഡമിക് കൗൺസിലറിന്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിളിച്ച് ചോദിക്കുക. നിങ്ങൾ പ്രപ്പോസൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നോട്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ക്ലാസ്സസ് ഉണ്ടാവില്ല, പക്ഷെ നല്ല വാല്യൂ ആഡഡ് നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ടോപ്പിക് ടെസ്റ്റും മോക്ക് ടെസ്റ്റും ഒക്കെ നമ്മൾ ലീഗൽ സ്റ്റഡീസിന്റെ പേപ്പറിൽ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാഷ് എന്ത് ചെയ്യുക, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഒന്നെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. സാമ്പിൾ ക്ലാസ്സസും നോട്ട്സും ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അക്കാഡമിക് കൗൺസിലറെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, വിളിക്കുക, എന്ത് ചെയ്താൽ അവർ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ആൻസർ മീഡിയേഷൻ ആണ് കേട്ടോ. അടുത്തെന്താണ്, ഇൻ മൾട്ടിലാറ്ററൽ ട്രീറ്റീസ് involving a number of countries, which is the most preferred method of expressing assent to a treaty. Most preferred method expressing assent to a treaty. ഒരു ട്രീറ്റി അസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അംഗീകരിക്കാൻ ഏറ്റവും മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള മെത്തേഡ് എന്താണ്? എസ്പെഷ്യലി മൾട്ടിലാറ്ററൽ ട്രീറ്റീസിലും പോലെയുള്ള, അതായത് ആഗോളതലത്തിലുള്ള ഉടമ്പടികളും കാര്യങ്ങളൊക്കെ പല കൺട്രീസും ചെയ്യാറുണ്ട്, പല രാജ്യങ്ങളും ചെയ്യാറുണ്ട്, ഇന്ത്യ ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രിഫർ ആയിട്ടുള്ള അതായത് പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റി അംഗീകരിക്കാൻ ഏറ്റവും പ്രിഫർ ആയിട്ടുള്ള മെത്തേഡ് എന്താണ്? കൺസെന്റ് ബൈ സിഗ്നേച്ചർ, ഒപ്പുവഴി അല്ലെ, ഒപ്പുവെച്ചിട്ട് കൺസെന്റ് ചെയ്യുക എന്നുള്ളത്. കൺസെന്റ് ബൈ എക്സ്ചേഞ്ച് ഓഫ് ഡോക്യുമെന്റ്സ്, ഓക്കെ, കൺസെന്റ് ബൈ റാറ്റിഫിക്കേഷൻ ആൻഡ് കൺസെന്റ് ബൈ ഒബ്ലിഗേഷൻ. ഇതിലേതാണ് ഏറ്റവും മോസ്റ്റ് പ്രിഫേർഡ് മെത്തേഡ് ഓഫ് എക്സ്പ്രസിംഗ് അസെന്റ് ടു എ ട്രീറ്റി? ഏതാണ് മോസ്റ്റ് പ്രിഫേർഡ്? ലോയേഴ്സ് ആൾസോ നോൺ ആസ് ഋഷികേഷ് അല്ലെ, AKA. ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഓപ്ഷൻ സി കൺസെന്റ് ബൈ റാറ്റിഫിക്കേഷൻ ആണ്. കറക്റ്റ് ആണ്, വെരി ഗുഡ് ലോയേഴ്സ്. കൺസെന്റ് ബൈ റാറ്റിഫിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം യൂണിറ്റ് 7 ഇന്റർനാഷണൽ കോൺടെസ്റ്റ്
ലീഗൽ സ്റ്റഡീസിലെ പേജ് നമ്പർ 193 യൂണിറ്റ് 7 ഇന്റർനാഷണൽ കോണ്ടസ്റ്റിൽ കൺസെന്റ് ബൈ റാറ്റിഫിക്കേഷൻ എന്നുള്ള ഏരിയയിൽ ഇവിടെ പറയുന്നുണ്ട്. In multilateral treaties involving a number of countries, ratification is usually the most preferred method of expressing assent, where one party collects the ratification of others. അപ്പോൾ ഇവിടെ റാറ്റിഫിക്കേഷൻ എന്താണെന്ന് പറയുന്നുണ്ട്, കൺസെന്റ് ബൈ റാറ്റിഫിക്കേഷൻ. അപ്പോൾ അതിൽ ഇവിടെ തീർച്ചയായിട്ടും വൃത്തിയായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് മോസ്റ്റ് പ്രിഫേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് റാറ്റിഫിക്കേഷൻ ആണ്. അപ്പൊ എന്താണ് കൺസെന്റ് ബൈ റാറ്റിഫിക്കേഷൻ എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 ഫോക്കസസ് ഓൺ. അപ്പൊ വീണ്ടും നമ്മുടെ ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് മെക്കാനിസത്തിലെ ഒരു ഓപ്ഷൻ നമ്മൾ ലോക്പാൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ലോക്പാൽ ആൻഡ് ലോകായുക്ത, അതിന്റെ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 കേട്ടോ വന്നത്. അപ്പൊ അത് ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്? ടു റിസോൾവ് കംപ്ലൈന്റ്സ് അബൌട്ട് ജഡ്ജ് പേഴ്സണൽ കണ്ടക്ട്. ജഡ്ജസിന്റെ പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ സ്വഭാവങ്ങളും അവരുടെ പ്രവർത്തികളും അതിന്റെ കംപ്ലൈന്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആണോ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ടിൽ പറയുന്നത്? അല്ലെങ്കിൽ സ്പീഡി ഡിസ്പോസൽ ഓഫ് കേസസ് പെട്ടെന്ന് തീർപ്പാക്കലാണോ? To combat acts of bribery and corruption of public servants. പബ്ലിക് സർവൻസിന്റെ കറപ്ഷനും ബ്രൈബറി, കൈക്കൂലി വാങ്ങുന്ന പ്രശ്നങ്ങളും കറപ്ഷനും അതുപോലെയുള്ള അഴിമതിയെ കുറിച്ചൊക്കെ അതിനെ കോമ്പാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ എതിർക്കാനുള്ള ഒരു ടൂളായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ടു റിസോൾവ് മാറ്റേഴ്സ് കൺസേണിങ് ലാൻഡ് റിഫോമുമായിട്ടുള്ള മാറ്റേഴ്സ് കൺസേൺ ചെയ്യുന്ന അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ലോക്പാൽ ആൻഡ് ലോകായുക്ത എന്ന് പറയുന്നത്. ഏതാണ്? യാ, ലോയഡ് ഓപ്ഷൻ സി. യാ, കറക്റ്റ് ആണ്, വെരി ഗുഡ്. ടു കോമ്പാറ്റ് ആക്ട്സ് ഓഫ് ബ്രൈബറി ആൻഡ് കറപ്ഷൻ ഓഫ് പബ്ലിക് സർവന്റ്. ഓക്കെ, ടു കോമ്പാറ്റ് ആക്ട്സ് ഓഫ് ബ്രൈബറി, അവിടെ നാക്ക് ഉളുക്കുന്നല്ലോ. ടു കോമ്പാറ്റ് ആക്ട്സ് ഓഫ് ബ്രൈബറി ആൻഡ് കറപ്ഷൻ ഓഫ് പബ്ലിക് സർവന്റ്സ് അല്ലെ, ഓപ്ഷൻ സി ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ. ലോക്പാൽ ലോകായുക്ത പോലെയുള്ള സംഭവങ്ങളൊക്കെ എന്താണ്? കറപ്ഷൻ. ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരുപാട് ന്യൂസിൽ ലോകായുക്തയുടെ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടൊക്കെ വന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ലോക്പാൽ നമ്മുടെ സെൻട്രൽ ലെവലിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ ഇവിടെ അടുത്ത് റീസെന്റ് ആയിട്ട് ഒരു ലോക്പാൽ ആയിട്ടുള്ള ഒരു അതോറിറ്റിയൊക്കെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മുടെ ന്യൂസിൽ വന്നതാണ്. അപ്പൊ എന്താണ് റിലേറ്റഡ് ടു അതായത് കൈക്കൂലിയും അതുപോലെ തന്നെ അഴിമതിയൊക്കെ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് സംഭവം. ഓക്കെ, അടുത്തെന്താണ്? അപ്പൊ നോക്കുക, യൂണിറ്റ് 3 ആർബിട്രേഷൻ ട്രിബ്യൂണൽ എഡ്യൂക്കേഷൻ ആൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് മെക്കാനിസത്തിൽ അല്ലെങ്കിൽ റെസൊല്യൂഷനിൽ ലോകായുക്ത ലോക്പാൽ കറക്റ്റ് പറയുന്ന ലെജിസ്ലേഷൻ എയിം ടു കോമ്പാറ്റ് ആക്ട്സ് ഓഫ് ബ്രൈബറി ആൻഡ് കറപ്ഷൻ ഓഫ് പബ്ലിക് സർവൻസ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പേജ് നമ്പർ 102 നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, സിമ്പിൾ അല്ലേ സംഭവം? യാ, അപ്പൊ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. Arrange the freedoms guaranteed under Article 19 of the Indian Constitution in correct sequence. കറക്റ്റ് സീക്വൻസിൽ അറേഞ്ച് ചെയ്യണം. ആർട്ടിക്കിൾ 19 എന്താണിത്? റൈറ്റ് ടു ഫ്രീഡം അല്ലെ. റൈറ്റ് ടു ഫ്രീഡത്തിൽ 6 റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട് ഫ്രീഡം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അപ്പൊ അത് അറേഞ്ച് ചെയ്യണം. അപ്പൊ ആദ്യം ഏതാണ് പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഏതാണ് വരുന്നത്, അപ്പൊ ആ സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഫ്രീഡം ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി എന്നായിരിക്കും അവിടെ, ആൻഡ് വിത്തൗട്ട് ആംസ്, ഫ്രീഡം ടു ഫോം അസോസിയേഷൻസ് ആൻഡ് യൂണിയൻസ്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഫ്രീഡം ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അപ്പൊ ഇതിൽ ഏതാണ് ഫസ്റ്റ് ഏതാണ് വരിക? ഒബ്വിയസ്ലി നമുക്കറിയാം ഇതാണ് ഫസ്റ്റ് വരിക അല്ലെ. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നമുക്കറിയാം, നമുക്ക് വലിയൊരു ഐഡിയ ഇല്ല ബാക്കിയുള്ളത്, പക്ഷെ ഇതാണ് ആദ്യം വരിക എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ എപ്പോഴും പറയുന്ന സംഭവമാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ള കാര്യം. ഇനി ബാക്കി നോക്കണം. അപ്പൊ ഫസ്റ്റ് ഡി ആയിരിക്കും വരിക അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ 2 ഓപ്ഷൻ നമുക്ക് കളയാം. അപ്പൊ ഏതാണ് വരിക? ലോയഡ് ഋഷികേഷ് പറയുന്നത് ഓപ്ഷൻ ഡി എന്നാണ്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണെങ്കിൽ ഇ വരുന്ന ഇത് രണ്ടും കളയാം. അപ്പൊ ഒന്നെങ്കിൽ ഇതായിരിക്കും, ഓപ്ഷൻ ബി ആയിരിക്കും, അല്ലെങ്കിൽ ഡി ആയിരിക്കും. അപ്പൊ ആദ്യം ഡി ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇനി ആസ് ലോയഡ് പറഞ്ഞ പോലെ ഡി ആണെങ്കിൽ പിന്നെ ബി ആണെന്ന് പറഞ്ഞത്. അപ്പൊ ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ് എന്നുള്ളത് സെക്കൻഡ് വരുന്നു. പിന്നെ വരുന്നത് ഫ്രീഡം ടു ഫോം അസോസിയേഷൻ ആൻഡ് യൂണിയൻസ്. ഓക്കെ, തേർഡ് വണ്. ആൻഡ് പിന്നെ വരുന്നത് ഫ്രീഡം ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഓക്കെ, ആൻഡ് ഫിഫ്ത് വൺ ഫ്രീഡം ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ.
അപ്പം ഇത് തന്നെയാണ് കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഗുഡ് ജോബ് ഋഷികേഷ് ലോർഡ്. കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ആദ്യം വരുന്നത് എന്താണ്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. Then comes freedom to assemble peacefully without arms, and then comes freedom to form associations and union, then freedom to move freely throughout the territory of India, and freedom to reside and settle in any part of the territory of India. അപ്പോൾ നമ്മൾ നോക്കുക, യൂണിറ്റ് 4 ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ, റൈറ്റ് ടു ഫ്രീഡം എന്നുള്ള പാർട്ടിൽ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 19 പ്രിസ്ക്രൈബ് ആൻഡ് പ്രൊട്ടക്ട് ദ ഫോളോയിങ് കൈൻഡ്സ് ഓഫ് ഫ്രീഡം ടു ഓൾ സിറ്റിസൺസ്. ഓൾ സിറ്റിസൺ ആണ്. ഓക്കെ, ഏതെല്ലാമാണ്? Freedom of speech and expression, freedom to assemble peacefully without arms, freedom to form association and union, freedom to move freely throughout the territory, freedom to reside, and last one ഏതാ വരുന്നത്? freedom to practice any profession, carry on any occupation, trade or business. അപ്പോൾ പേജ് നമ്പർ 116 ഉണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും ഓർത്ത് വെക്കുക. ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ഓർത്ത് വെക്കുക. ബാക്കി ഏകദേശം അങ്ങനെ തന്നെ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു 50%, അതായത് 2 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കളയാൻ പറ്റും. ആദ്യത്തെയും ലാസ്റ്റത്തെയും ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ദിവസത്തിലോട്ട് പോവാം. Sequentially arrange the international human rights treaties adopted by UN General Assembly. International human treaties ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഫോളോയിങ് ട്രീറ്റീസ് ആർ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രീറ്റീസ്. അപ്പൊ അതിന്റെ സീക്വൻഷ്യൽ അറേഞ്ച്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. UN അസംബ്ലി പാസ്സാക്കിയിട്ടുള്ള, അഡോപ്റ്റ് ചെയ്തിട്ടുള്ള വർഷം സീക്വൻസ് ആയിട്ട് പറഞ്ഞു. കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ്, കൺവെൻഷൻ റിലേറ്റിംഗ് ടു ദ സ്റ്റാറ്റസ് ഓഫ് റെഫ്യൂജീസ്, ഇന്റർനാഷണൽ കോവിനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, ആൻഡ് ഓപ്ഷൻ ഡി അല്ല ഡി സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കൺവെൻഷൻ ഓൺ ദ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വിമൻ. അപ്പൊ ഇതിലേതാണ് കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡറിൽ വരുന്നത്? അപ്പം ആ ഡേറ്റ് ആണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഡേറ്റ് എഴുതി വെക്കാം. അപ്പൊ ഇതില് കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ് എപ്പോഴാണ്? 1990 വരുന്നത്. കൺവെൻഷൻ റിലേറ്റഡ് ടു ദ സ്റ്റാറ്റസ് ഓഫ് റെഫ്യൂജീസ്, ഇറ്റ്സ് ഇൻ 1954. ഇന്റർനാഷണൽ ലോയിഡ്സ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. എനിവേ, ഇന്റർനാഷണൽ കോവിനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്നാണ് 1976. കൺവെൻഷൻ ഓൺ എലിമിനേഷൻ ഓഫ് ആൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൻ 1979. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് ബി വരുന്നു, then comes C, then comes D, and then comes A. കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഗുഡ് ജോബ് ലോയിഡ്. BCDA ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. ഗുഡ് ജോബ്. അപ്പൊ ഇതാണ്. അപ്പൊ ഡേറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ നോക്കാം. യൂണിറ്റ് 4 ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ, ഫ്യൂ എക്സാമ്പിൾ ഓഫ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രീറ്റീസ് ആർ. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഒരു ബോക്സിൽ കൊടുത്തതാണ്. അപ്പൊ ഇന്റർനാഷണൽ കോവിനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് 1976 ആണ്. ഇന്റർനാഷണൽ കോവിനന്റ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ഇത് കൊണ്ടിട്ടോ 1976. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കുക. കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ് 1990. കൺവെൻഷൻ ഓൺ ദ എലിമിനേഷൻ ഓഫ് ആൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വിമൻ 1979. കൺവെൻഷൻ റിലേറ്റിംഗ് ടു ദ സ്റ്റാറ്റസ് ഓഫ് റെഫ്യൂജീസ് 1954. പേജ് നമ്പർ 112 ഉണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ബോക്സ് നിങ്ങൾ ഒന്ന് നോക്കി വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന യൂണിറ്റിൽ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുന്ന് നേരിട്ട് എടുത്ത ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The 19th century saw the commencement of non-government association, and 20th century witnessed its growth. Arrange the given organization according to the year of formation. അപ്പൊ ഇയർ ഓഫ് ഫോർമേഷൻ അത് സീക്വൻഷ്യലി ഓർഡർ ചെയ്യാൻ തന്നെ പറഞ്ഞിട്ടുള്ള ആദ്യം ഏത് ഓർഗനൈസേഷൻ ആണ് ഫസ്റ്റ് ഉണ്ടായത്? അപ്പൊ ഏതെല്ലാം? ലീഗ് ഓഫ് നേഷൻ, ഇന്റർനാഷണൽ ലോ അസോസിയേഷൻ, ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ് ആൻഡ് യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഇവിടെ പറയുന്നത് 19th സെഞ്ചുറി എന്ന് പറയുന്ന നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ 20th സെഞ്ചുറിയിൽ അതിന്റെ, അതായത് NGOസിന്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു 20th സെഞ്ചുറിയിൽ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അറേഞ്ച് ദ ഫോളോയിങ് ഗിവൺ ഓർഗനൈസേഷൻ. ഇപ്പൊ ഇതില് 2 ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് ഒരു നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. മറ്റൊന്നത് ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അല്ലെ. ലീഗ് ഓഫ് നേഷനും യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. മറ്റ് 2 NGOs പോലെയുള്ള നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ആണ് അല്ലെ. അപ്പം യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻസ് നമുക്കറിയാം ലീഗ് ഓഫ് നേഷന്റെ സക്സസർ ആയിട്ട് വന്നിട്ടല്ലേ, പ്രീഡിസസർ ആണ് ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്നത് അല്ലെ, യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ. അപ്പൊ ഇതിൽ എന്താണ് ലോയിഡ്സ് പറയുന്നത് when I get notification for this session I am so much excited. Okay.
ഓക്കെ, ലോ എഡ്ജ് പറയുന്ന ഓപ്ഷൻ എ എന്നാണ്. അപ്പൊ നോക്കാം. ഓപ്ഷൻ എ ആണെങ്കിൽ ഓപ്ഷൻ എ ആണെങ്കിൽ ആദ്യം എന്താണ്? ലീഗ് ഓഫ് നേഷൻസ് 1920 അല്ലെ, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ 1945. ഇത് നമുക്കറിയാം, ഇത് പൊളിറ്റിക്കൽ സയൻസിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷെ ഇത് രണ്ടും കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ എന്നിരുന്നാലും നമുക്കറിയാം യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻസിന്റെ മുന്നേ വന്നിട്ടുള്ള ഓർഗനൈസേഷൻസ് ആയിരിക്കും റെഡ് ക്രോസും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഓപ്ഷൻ ഡി ആയിരിക്കും ലാസ്റ്റ് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ലോ എഡ്ജ് പറഞ്ഞത് ശരിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇന്റർനാഷണൽ ലോ അസോസിയേഷൻ എന്താ അറിയോ? ഇറ്റ് ഈസ് ഇൻ 1873 ഇന്റർനാഷണൽ ലോ അസോസിയേഷൻ വരുന്നത്. 1873. ആൻഡ് ഇന്റർനാഷണൽ കമ്മിറ്റി ഓൺ റെഡ് ക്രോസ് വരുന്നത് 1863. ഒന്ന് ചെക്ക് ചെയ്യണേ. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ് 1863 വരുന്നത്. ആൻഡ് ഇന്റർനാഷണൽ ലോ അസോസിയേഷൻ 1873, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ 1945 ആൻഡ് ലീഗ് ഓഫ് നേഷൻസ് 1920. ഗുഡ് ജോബ് ലോ എഡ്ജ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം. ഇന്റർനാഷണൽ കോൺടെസ്റ്റ് യൂണിറ്റ് 7 പേജ് നമ്പർ 194. അപ്പൊ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സബ് ടോപ്പിക്കിൽ പറയുന്നുണ്ട് ഇന്റർനാഷണൽ ലോ അസോസിയേഷൻ 1873, ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് 1863, ലീഗ് ഓഫ് നേഷൻ 1990, യുണൈറ്റഡ് നേഷൻസ് 1945 അപ്പൊ ഇത് 1920 അല്ലെങ്കിൽ 1990 ആ രീതിയിലാണ് വരുന്നത്. ഓക്കെ, 1920 1919 അല്ലെങ്കിൽ 20, 1919 ഓർ 1920 ലീഗ് ഓഫ് നേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നോക്കുക. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർഗനൈസേഷൻസിന്റെ ഇയർ, ഫോർമേഷൻ കാര്യങ്ങളൊക്കെ. അപ്പം ആ രീതിയിൽ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയാക്കിയിട്ട് കൊണ്ടുപോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ലീഗൽ സ്റ്റഡീസിലെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചില്ലെങ്കിൽ കൂടി നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നെന്താണ്? ലിസ്റ്റ് 1 പ്രിയാമ്പിൾ പറയുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. ലിസ്റ്റ് 2 എന്താ പറയുന്നത്? പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ബിഗിനിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പാർട്ട് 4A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിലേതാണ് വരുന്നത്? സിമ്പിൾ ആണല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, വളരെ സിമ്പിൾ ആണ്. ഏതാണ്? ഋഷികേഷ്, പെട്ടെന്ന് പറഞ്ഞോളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് അല്ലേ? നമുക്കറിയാം പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ബിഗിനിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. A3 വരുന്ന 2 ഓപ്ഷൻ ഇല്ല. അപ്പൊ ഏതാണ് വരുന്നത്? ഈ 2 ഓപ്ഷൻ ഇല്ല, സിയും ഡിയും അല്ല. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏത് പാട്ടാണ് എന്നുള്ളത് അറിഞ്ഞാൽ നമുക്ക് ഈസി ആയി കിട്ടും. അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് പാട്ടാന്ന് പറഞ്ഞാലും നമുക്കറിയാൻ പറ്റും അല്ലേ. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഋഷികേഷ്, യു ജസ്റ്റ് ചെക്ക് യുവർ ആൻസർ വൺസ് മോർ. ലൈക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അത് ഏതിലാണ് വരുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓപ്ഷൻ ഡി വരുന്ന ഏതാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, വൺ തിങ് ഈസ് ഷുവർ ദാറ്റ് ഫസ്റ്റ് ആഫ്റ്റർ പ്രിയാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ എന്തായാലും ഫസ്റ്റ് ഏതാണ് വരിക? ഫണ്ടമെന്റൽ റൈറ്റ്സ് വിൽ ബി കമ്മിങ് ബിഫോർ, it will be coming before directive principles and fundamental duties. So fundamental rights will be the part 3 of the constitution. അപ്പോൾ B1 ആണ്. B1 A3. Then C എന്താണ് വരുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാർട്ട് 4A ലാണ് വരുന്നത്. ആൻഡ് D directive principles പാർട്ട് 4 ലാണ് വരുന്നത്. ഓക്കെ, ലോ എഡ്ജ്, ഇറ്റ്സ് നോ ഇഷ്യൂ. കുഴപ്പമില്ല, ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. യു ഷുഡ് ബി തറോ വിത്ത് ദ പാർട്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, പാർട്ട് 1 എന്താണ്, പാർട്ട് 2 ആൻഡ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആർ പാർട്ട് 1 and 2. അതറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ഇഫ് യു ആർ നോട്ട് അവെയർ ഓഫ് പാർട്ട് 1 and 2, യു ഷുഡ് ബി അവെയർ ഓഫ് പാർട്ട് 3, പാർട്ട് 4, okay, part 4A, all these kind of things. These are basic things, can be asked in any subject, even in political science also. Okay, so anyway, the correct option is option A. അപ്പോൾ എന്താണ്? പ്രിയാമ്പിൾ ആണ് ആദ്യം വരിക, ബിഗിനിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3 വരുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത് പാർട്ട് 4A അല്ലേ. അപ്പൊ ഇത് വരുന്ന 1978 അമെന്റ്മെന്റിലല്ലേ? 1978 അല്ലെങ്കിൽ 76 ജസ്റ്റ് നോക്കുക. 42nd or 44th അമെന്റ്മെന്റിൽ, 44th അമെന്റ്മെന്റിൽ അല്ലേ, സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട്.
1976 78 കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. എന്നിരുന്നാലും ഏത് അമെൻമെന്റ് ആണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ, ചിലപ്പോൾ ചോദ്യങ്ങൾ വന്നേക്കാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട് പോവാം. ഓക്കെ, ദ വെങ്കട ചെല്ലയ്യ കമ്മിറ്റി ഫോം ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ വർക്കിങ്ങിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ റിഫോംസിനൊക്കെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, വെങ്കട ചെല്ലയ്യ കമ്മിറ്റിയാണ്. അപ്പം അദ്ദേഹം സജസ്റ്റ് ചെയ്ത ആ ഒരു കമ്മിറ്റി സജസ്റ്റ് ചെയ്തത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് എന്താണ്? ഓപ്ഷൻ എ, ടു ഇൻക്രീസ് ദ റിട്ടയർമെന്റ് ഏജ് ഓഫ് ഹൈക്കോർട്ട് ജഡ്ജസ് ഫ്രം 62 to 65, to establish national judicial education strategy to provide education to High Court and Supreme Court judges, strengthening the process of consultation between executive and judiciary, and option D, to increase the retirement age of Supreme Court judges from 65 to 68. അപ്പം ഇവിടെ രണ്ട് കാര്യം പറഞ്ഞാണ്. ഹൈക്കോടതി ജഡ്ജസിന്റെ റിട്ടയർമെന്റ് ഏജ് കൂട്ടുന്നു പറയുന്നുണ്ട്, സുപ്രീം കോടതി ജഡ്ജസിന്റെ റിട്ടയർമെന്റ് ഏജ് കൂട്ടുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻ സി പറയുന്ന കൺസൾട്ടേഷൻ ബിറ്റ്വീൻ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, അതിന്റെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ള വെങ്കട ചെല്ലയ്യ കമ്മിറ്റി. അല്ലെങ്കിൽ നാഷണൽ ജുഡീഷ്യൽ എഡ്യൂക്കേഷൻ സ്ട്രാറ്റജിയാണ് ഹൈക്കോടതി ആൻഡ് സുപ്രീം കോടതി ജഡ്ജസിന് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേതാണ്? കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി, to increase the retirement age of Supreme Court judges from 65 to 68. സുപ്രീം കോടതി ജഡ്ജസിന്റെ കറണ്ട് റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത് 65 ആണ്. അത് 68 ആക്കണമെന്നാണ് വെങ്കട ചെല്ലയ്യ കമ്മിറ്റി എന്തിനാണ് ഫോം ചെയ്തത്? ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അവർ സജസ്റ്റ് ചെയ്തതാണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. പക്ഷെ കറണ്ട് റിട്ടയർമെന്റ് ഏജ് എന്താണ്? കറണ്ട് റിട്ടയർമെന്റ് ഏജ് 65 ആണ്. ഇപ്പോഴും അത് തന്നെയാണ്. അത് 68 എങ്കിലും ആക്കണമെന്നാണ് ഇവർ പറയുന്നത്, വെങ്കട ചെല്ലയ്യ കമ്മിറ്റി സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതെന്ത് യൂണിറ്റ് 1 ജുഡീഷ്യറി എന്നുള്ള ടോപ്പിക്കിന്ന് പേജ് നമ്പർ 17. അപ്പൊ അവിടെ കറക്റ്റ് പറയുന്നുണ്ട്, വെങ്കട ചെല്ലയ്യ കമ്മിറ്റി ഫോം ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ 2000 ഫോം ചെയ്തിട്ട് കമ്മിറ്റി ആട്ടോ. ഇപ്പോൾ ഏകദേശം 22 വർഷം കഴിഞ്ഞ് ഇപ്പോഴും അത് നടപ്പിലാക്കിയിട്ടില്ല. ടു ഇൻക്രീസ് ദ റിട്ടയർമെന്റ് ഏജ് ഓഫ് സുപ്രീം കോടതി ജഡ്ജസ് ഫ്രം 65 to 68. അതിപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല, അവർ സജസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. 2000 വന്ന കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പൊ യൂണിറ്റ് 1 പേജ് നമ്പർ 17 കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അവിടെ നേരെടുത്ത ചോദ്യമാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനുള്ള, ലീഗൽ സ്റ്റഡീസ് പേപ്പർ നിങ്ങൾ നോക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും യു ഷുഡ് ബി തറോ വിത്ത് ദ ടെക്സ്റ്റ് ബുക്ക്. ഈച്ച് ലൈൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ലീഗൽ സ്റ്റഡീസ്. ഓരോ ലൈനും ഇമ്പോർട്ടൻ്റ് ആണ്. ലൈൻ ബൈ ലൈൻ നിങ്ങൾ നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഹയർ സ്കോർ നേടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, the last question of today's session: the arbitration and conciliation laws in India have been largely influenced by significant movements of judicial reforms and conflict management across the world. The Indian Arbitration and Conciliation Act 1996 is modeled on which law? UDHR, UNCITRL, CEDAW, ICCPR. അപ്പോൾ ഇവിടെ പറയുന്നത് ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ ലോസ് ഇൻ ഇന്ത്യയിൽ ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ ലോസ് ഉണ്ട്. അപ്പോൾ ഹാവ് ബീൻ ലാർജ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സിഗ്നിഫിക്കന്റ് മൂവ്മെന്റ്സ് ഓഫ് ജുഡീഷ്യൽ റിഫോംസ് ആൻഡ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ് അക്രോസ് ദ വേൾഡ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ ആക്ട് 1996 ഏത് ലോന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ഇന്റർനാഷണൽ ലോയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ ആക്ട് 1996 മോഡൽ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ വിഭാവനം ചെയ്തത് ഏത് ഇന്റർനാഷണൽ ലോന്റെ ചുവട് പിടിച്ചിട്ടാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ UDHR ഉണ്ട്, UNCITRL ഉണ്ട്, CEDAW ഉണ്ട്, ICCPR. ഋഷികേഷ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി, UNCITRL എന്ന് പറയും, UNCITRL. അപ്പൊ അതെവിടെ പറയുന്നത്? യൂണിറ്റ് 3 ആർബിട്രേഷൻ ആൻഡ് ട്രിബ്യൂണൽ എഡ്യൂക്കേഷൻ ആൻഡ് ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. അപ്പൊ അതിൽ പറയുന്നത് എന്താണ്? യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ, അതാണ് UNCITRL എന്ന് പറയുന്നത്. അതെന്താണ്? മോഡൽ ലോ ആണ് ഇന്റർനാഷണൽ കൊമേഴ്ഷ്യൽ ആർബിട്രേഷൻ. 1985 അത് വന്നിട്ടുള്ളത്. ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ദിസ് ഇന്റർനാഷണൽ ട്രീറ്റി, UN General Assembly recommended all countries must give due consideration to the said model law in order to bring uniformity in the law practice of international arbitration. The Indian Arbitration Conciliation and Conciliation Act of 1996 is similarly modeled on the UNCITRL model law ആണ്. അപ്പോൾ ഈ ഇന്ത്യൻ ആർബിട്രേഷൻ കൺസിലേഷൻ 1966 വന്നിട്ടുള്ളത് മോഡൽ ചെയ്തിട്ടുള്ളതാണ് UNCITRL
മോഡൽ ലോ ചുവട് പിടിച്ചിട്ടാണ്. അപ്പോൾ UN ജനറൽ അസംബ്ലി ഇത് പാസ്സാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഇത് നിലവിൽ വന്നതിന് ശേഷം എല്ലാ കൺട്രീസിനോടും ഇതുപോലെയുള്ള ലോസ് ഈ ഒരു മോഡൽ ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ ഇന്ത്യ 1996 ഇന്ത്യൻ ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ ആക്ട് പാസ്സാക്കി. അപ്പൊ അത് എന്ത് ബേസിസിലാണ്? UN സിട്രൽ ലോ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ലോ ബേസിസിലാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇന്നൊരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ കഴിഞ്ഞ ഒരു സെഷനിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒരു 5 സെഷനിലോട് കൂടിയിട്ടാണ് നമ്മൾ ലീഗൽ സ്റ്റഡീസിന്റെ ഈ സെഷൻസ് അവസാനിപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പ്രപ്പോയ്സിൽ നിങ്ങൾക്ക് CUT 2023 ആണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും പ്രപ്പോയ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ്സസ് ആയിട്ടും നോട്ട്സ് ആയിട്ടും ടോപ്പിക് ടെസ്റ്റും മോക്ക് ടെസ്റ്റും ഒക്കെ ആയിട്ട് നല്ലൊരു പാക്കേജ് തന്നെ പ്രപ്പോയ്സ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെഷൻ 1 ഇംഗ്ലീഷ്, അതുപോലെ തന്നെ സെഷൻ 2 ഒരുവിധം എല്ലാ ഡൊമൈൻ ടെസ്റ്റുകളും, അതുപോലെ തന്നെ സെഷൻ 3 ജനറൽ ടെസ്റ്റിൻ്റെ ഒക്കെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കോച്ചിങ് പ്രോഗ്രാം പ്രപ്പോയ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പ്രപ്പോയ്സ് ആപ്പ് നിങ്ങൾക്ക് കാണാം. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സാമ്പിൾ ക്ലാസ്സസ് ഒക്കെ കണ്ടു നോക്കാം. കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്ന നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സിൻ്റെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു ലോയഡ്സ് ഋഷികേഷ്, താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ വിത്ത് ദിസ് സെഷൻ. എനിവേ, യു ജസ്റ്റ് go through the legal studies textbook thoroughly, because most of the question, I'm not saying most of the question, and the entire question which we are discussed in the last 2 sessions are coming from the textbook only. Only one question from the previous session we couldn't solve that one. You also know that question. So just go through the entire legal studies textbook very thoroughly and revise it again and again, and note down the important points and factual points, etc. And hopefully we'll continue with this session in the next week. We will in the next week we will continue with some other questions or the remaining questions of the legal studies paper of CUT 2022. അപ്പം നമ്മുടെ ഒരു നോൺ മലയാളി ആയിട്ടുള്ള ഒരു ആൾ വന്നുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞിട്ടുള്ളത്. ബീഹാറിൽ നിന്നാണ് വന്നിട്ടുള്ള ഋഷികേഷ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം അവർക്ക് ഭയങ്കര CUT 2022 എക്സാം കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ലീഗൽ സ്റ്റഡീസിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ട് ലോയിൽ അഡ്മിഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം വീണ്ടും കൊടുക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ അവർ പ്രപ്പോയ്സിൽ വന്നിട്ട് എല്ലാ ഇതിലും വന്നിട്ട് കമൻറ്റ് ചെയ്യായിരുന്നു ലീഗൽ സ്റ്റഡീസിന് സെഷൻ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തത് ഈ ഒരു സെഷൻസ് പെട്ടെന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ CUT 2023 എഴുതുന്ന അല്ലെങ്കിൽ CUT എഴുതാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ടും നമ്മുടെ ചാനലിലും വീഡിയോസും അതുപോലെ തന്നെ CUT റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലിൽ എത്തിച്ചു കൊടുക്കുക. ആരും CUT കുറിച്ച് ആരും അറിയാണ്ട് പോകരുത്, അപ്ഡേറ്റ്സ് കാര്യങ്ങളൊന്നും ആർക്കും മിസ്സായി പോകരുത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കുക. നമ്മുടെ ചാനലിൽ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക, വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. എല്ലാവരും അടിപൊളിയായിട്ട് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു കോളേജിൽ അല്ലെങ്കിൽ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ഉപരിപഠന ഹയർ എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കാഡമിക് കൗൺസിലേഴ്സിനെ നിങ്ങൾ വിളിക്കുക. കാര്യങ്ങളൊക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ വിളിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡൗട്ടും ക്ലാരിഫൈ ചെയ്തു തരുന്നതാണ്. Okay, anyway, thank you so much, and we'll meet again in the next section in the coming week. Till then, take care, bye bye. Hello everyone, welcome to Prepwise. Prepwise-ലേക്ക് ഏവർക്കും സ്വാഗതം. ടാർഗറ്റ് CUT 2023 ഭാഗമായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ CUT 2022 ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷന്റെ സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ലീഗൽ സ്റ്റഡീസിന്റെ CUT 2022 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീരീസ് അല്ലെങ്കിൽ അതിന്റെ സീരീസിന്റെ ഭാഗമായിട്ടുള്ള 3ാമത്തെ സെഷനാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ 2 വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതായത് ടാർഗറ്റ് CUT 2023 എന്നും 2024 എന്ന് പറഞ്ഞിട്ടുള്ള 2 വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഏത് വർഷമാണ് നിങ്ങൾ CUT എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ വർഷം
വർഷത്തെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആ വർഷത്തിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചാനലിൽ നടക്കുന്നതും CUT റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം മുടങ്ങാണ്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സെഷൻ കാണുന്നെങ്കിൽ ഇപ്പോൾ ലീഗൽ സ്റ്റഡീസ് അതുപോലെ തന്നെ CUT വഴി LLB പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പം LLB പഠിക്കാൻ നമുക്ക് CLE ഉണ്ട്, കേരളത്തിന്റെ ലോ എൻട്രൻസ് ആണ്, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട്. അതുവഴി നമുക്ക് 5 വർഷം LLB നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഇനി അതല്ലാതെ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് CLAT എന്നാണ്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം CLAT വഴിയും നമുക്ക് 5 വർഷത്തെ LLB +2 കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇത് രണ്ടും അല്ലാത്ത വേറൊരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് CUT വഴി. ഏകദേശം 10 സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് CUT വഴിയാണ്. ഇപ്പൊ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലെയുള്ള വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ LLB പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടേക്കുള്ള അഡ്മിഷൻ ഒക്കെ CUT വഴിയാണ്. CUTയുടെ സ്കോർ വെച്ചിട്ടാണ് ഇതുപോലെയുള്ള യൂണിവേഴ്സിറ്റീസിലേക്ക് അഡ്മിഷൻ കിട്ടും. അപ്പൊ നിങ്ങൾ ഒരു ലോ ആസ്പിരന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ലീഗൽ സ്റ്റഡീസ് എന്ന പേപ്പർ കൊടുക്കുക. അപ്പൊ അതിന്റെ 3ാമത്തെ സെഷനാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ ചാനലിൽ കയറുക, പ്ലേലിസ്റ്റിൽ പോവുക. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ സെഷൻ 2 ലീഗൽ സ്റ്റഡീസ് എന്നുള്ള ആ ഒരു പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കഴിഞ്ഞ 2 സെഷനും നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പം അതും തീർച്ചയായിട്ടും കാണാം. കാരണം ലീഗൽ സ്റ്റഡീസിന്റെ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുള്ളൂ. അല്ലെങ്കിൽ NTA ഒരു കഴിഞ്ഞ വർഷം ഒറ്റ ദിവസമായിട്ടാണ് ലീഗൽ സ്റ്റഡീസ് നടന്നിട്ടുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 5 സെഷനിൽ നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നതാണ്. ഇത് 3ാമത്തെ സെഷനാണ്. അപ്പോൾ ഓരോ സെഷനിലും നമ്മൾ 10 ക്വസ്റ്റ്യൻ വീതമാണ് ചെയ്യുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ലീഗൽ സ്റ്റഡീസിന്റെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ ഇതുവരെ ചെയ്ത ഒരു പാറ്റേൺ അനുസരിച്ച് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും NCERT ടെക്സ്റ്റ് ബുക്ക്, ലീഗൽ സ്റ്റഡീസിന്റെ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നേരെ നമുക്ക് സെഷനിലോട്ട് കിടക്കാം. ഹൈ ലോയേഴ്സ്, ഋഷികേഷ്, വെൽക്കം ടു സെഷൻ. ഓക്കെ, ലെറ്റ്സ് സോൾവ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ ഋഷികേഷ്, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എലിജിബിൾ ഗ്രാജുവേറ്റ്സ് ആർ എൻറോൾഡ് ആസ് അഡ്വക്കേറ്റ്സ് ഓൺ ദ റോൾസ് ഓഫ് ഡാഷ്. ഓപ്ഷൻ എ നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി, ഓപ്ഷൻ ബി സുപ്രീം കോർട്ട്, ഓപ്ഷൻ സി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ബാർ കൗൺസിൽ. സോറി, അപ്പം ഇതിൽ എന്താണ്? എലിജിബിൾ ഗ്രാജുവേറ്റ്സ് ആർ എൻറോൾഡ് ആസ് അഡ്വക്കേറ്റ്സ് ഓൺ ദ റോൾസ് ഓഫ്. അപ്പൊ നിങ്ങൾ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് നമ്മൾ എൻറോൾ ചെയ്യണം അല്ലെ? അപ്പം അഡ്വക്കേറ്റ്, അപ്പൊ നമ്മൾ കുറെ ആൾക്കാർ കാണാറുണ്ട് അല്ലെ, ഹൈക്കോടതിയിലൊക്കെ പോയിട്ട് എൻറോൾ ചെയ്യുന്നത് നിങ്ങൾ കാണാറ്. അപ്പൊ ആ എൻറോൾ ചെയ്യുന്നത് എവിടെയാണ് അവർ എൻറോൾ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയാണ്, ഓപ്ഷൻ ബി സുപ്രീം കോർട്ട്, ഓപ്ഷൻ സി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് സ്റ്റേറ്റ് ബാർ കൗൺസിൽ. Rishikesh has said that it's option C. Rishikesh, let's see, because here the option is option D. I will show you the answer. Rishikesh ഒരു ഹിന്ദിക്കാരനായതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പം നമ്മുടെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതാണ്, ബീഹാറിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹം എപ്പോഴും ലീഗൽ സ്റ്റഡീസിന്റെ എക്സ്പെയറന്റ് ആണ്. കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞു. ചെറിയൊരു മാർക്കിനാണ് ലീഗൽ സ്റ്റഡീസ് നഷ്ടപ്പെട്ടത്. അപ്പം ഋഷികേഷ്, ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഏതാണ് യൂണിറ്റ് 5 ഓഫ് NCERT legal studies textbook and legal profession in India, unit 5 legal profession in India. It is clearly given as advocates will have to enroll with state bar council. So where they have to enroll? They have to enroll on state bar council. State bar council ആണ് advocates enroll ചെയ്യേണ്ടത് എന്നാണ് ആൻസർ വരുന്നത്. So the answer is option D. Okay. എനിവേ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾക്ക് ഓപ്ഷൻ സി എന്ന് തോന്നും. എനിവേ ഓപ്ഷൻ സി ഇറ്റ് വിൽ ബി എ നാച്ചുറൽ selection because we'll feel like it's Bar Council of India, but actually it is State Bar Council. It is evidently or clearly given in Unit 5 Legal Profession in India. You have to refer the textbook very thoroughly, and advocates will have to enroll as State Bar Council. Okay, Rishikesh, it's option D, State Bar Council. They have to enroll in State Bar Council. അപ്പോൾ സ്റ്റേറ്റ് ബാർ കൗൺസിലാണ്. അപ്പോൾ ബാർ കൗൺസിൽ ഉണ്ടല്ലോ അല്ലെ, അതായത് മൊത്തം ഇന്ത്യയിലേക്ക് ഒരു ഓൾ ഇന്ത്യ ബാർ കൗൺസിൽ ഉണ്ട്. പിന്നെ ഓരോ സ്റ്റേറ്റിനും ഓരോ ബാർ കൗൺസിൽ. ബാർ കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വക്കേറ്റ്സിന്റെ ഒരു കൗൺസിലാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ്, ഒരു അസോസിയേഷൻ ആണ് അല്ലെ. അപ്പൊ അവര് സ്റ്റേറ്റിന്റെ ബാർ കൗൺസിലോടാണ് ഇവർ അഡ്വക്കേറ്റ്സ് ആയിട്ട് എൻറോൾ ചെയ്യുമ്പോൾ അവരെ പേര് ചേർക്കേണ്ടത്. ഓക്കെ, യാ മുഹമ്മദ് അമീൻ, വെൽക്കം ടു സെഷൻ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, നോക്കാം. യാ, ഫസ്റ്റ് ലിസ്റ്റിൽ പറഞ്ഞ ആർട്ടിക്കിൾസ് പറയുന്നുണ്ട്, സെക്കൻഡ് ലിസ്റ്റിൽ എന്താണ്? ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പം നമ്മുടെ
കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സും അതുപോലെ തന്നെ DPSP ഒരു DPSP ആർട്ടിക്കിൾ ഉണ്ട് 39A. അപ്പം ഒരു ലിസ്റ്റിൽ എന്താണ് കുറച്ച് ആർട്ടിക്കിൾസ് കൊടുത്തിട്ടുണ്ട്, മറ്റ് ലിസ്റ്റിൽ അല്ലെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് സെക്കൻഡ് ലിസ്റ്റിൽ. അപ്പൊ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 15 ഉണ്ട്, ആർട്ടിക്കിൾ 39A ഉണ്ട്, ആർട്ടിക്കിൾ 14 ഉണ്ട് ആൻഡ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 15ഉം ആർട്ടിക്കിൾ 14ഉം 21 എല്ലാം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. പാർട്ട് 3 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മൂന്നാമത്തെ പാർട്ടിലാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മൂന്നാമത്തെ പാർട്ടിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ 15, 14 ആൻഡ് 21. 39A എന്ന് പറയുന്നത് എന്താണ്? DPSP ആണ് അല്ലെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെ. അത് പാർട്ട് 4 വരുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ഇതെന്ത് പെട്ടെന്ന് മാച്ച് ചെയ്തോളൂ എങ്ങനെയാണ്. അപ്പൊ ആർട്ടിക്കിൾ 15 ഏറ്റവും എളുപ്പമുള്ള എന്താണ്? ആർട്ടിക്കിൾ 14 നമുക്കറിയില്ല, ഇക്വാലിറ്റി ബിഫോർ ലോ എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ ഇതിപ്പം ലീഗൽ സ്റ്റഡീസിന്റെ ബുക്ക് പഠിച്ചില്ലെങ്കിലും നമ്മൾ ഇപ്പൊ നിങ്ങൾ ഹ്യൂമാനിറ്റീസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ +1 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വർക്ക് എന്നുള്ള ആ ഒരു ബുക്കിൽ കറക്റ്റ് ആയിട്ട് ഇത് പഠിക്കുന്നുണ്ട്. അപ്പൊ ആർട്ടിക്കിൾ 14 എന്താണ് ആർട്ടിക്കിൾ 14 State shall not deny to any person equality before law or equal protection of law. അപ്പൊ ഇക്വാലിറ്റി ബിഫോർ ലോ അല്ലെങ്കിൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നാണ് ആർട്ടിക്കിൾ 14 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ C2 എന്നുള്ളത് നമുക്ക് മനസ്സിലായി. C2 അല്ലെ. അപ്പൊ ഇത് രണ്ടും നമുക്ക് കളയാം. അപ്പൊ കളയാണെങ്കിൽ ഓപ്ഷൻ C ആൻഡ് D നമുക്ക് കളയാം. C2 ആണ്. പിന്നെ വരുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 21 അല്ലെ, റൈറ്റ് ടു ലൈഫ്. ആർട്ടിക്കിൾ 21 ആണ് അല്ലെ, റൈറ്റ് ടു ലൈഫ് ഓർ ലിബർട്ടി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 വരുന്നതാണ് അല്ലെ. അപ്പൊ D1. അപ്പം ഈ രണ്ട് ഓപ്ഷനിൽ ഇത് വരുവാണെങ്കിൽ ഇറ്റ്സ് ഒബ്വിയസ്ലി ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ലോയഡ്സ് ആൻഡ് കെയർ കോർണർ, വെരി ഗുഡ്. ഓപ്ഷൻ A ഇസ് ദ കറക്റ്റ് ആൻസർ. വെൽക്കം ടു സെഷൻ കെയർ കോർണർ. അപ്പം കെയർ കോർണറിന്റെ പേരൊന്ന് പറയോ? ജസ്റ്റ് ഒന്ന് ക്യൂരിയോസിറ്റിയിലാണ് കെയർ കോർണർ. ഇപ്പൊ ലോയഡ്ജിന്റെ പേര് ഋഷികേശ എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഇഫ് യു ഡോണ്ട് മൈൻഡ് യു ക്യാൻ റിവീൽ യുവർ നെയിം. അപ്പം ഓപ്ഷൻ A ആണ് ഇവിടുത്തെ ഉത്തരം. പിന്നെ ആർട്ടിക്കിൾ 15 ഒന്ന് ജസ്റ്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്യാൻ. എന്താണ് ആർട്ടിക്കിൾ 15(3) ആണ്, സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് എനി സിറ്റിസൺ. അപ്പൊ ഡിസ്ക്രിമിനേഷനെതിരെയുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 15 എന്നത്. 15ാമത്തെ ആർട്ടിക്കിൾ എന്താണ്? ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല സ്റ്റേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് എന്തെല്ലാം ഗ്രൗണ്ട്സിൽ? റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ഓർ എനി ഓഫ് ദം. അപ്പൊ ഇതിന്റെ ബേസിസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല സിറ്റിസൺസിനെ എന്നാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. പിന്നെ ആർട്ടിക്കിൾ 39A അതെന്താണ്? നേരത്തെ പറഞ്ഞ പോലെ അത് DPSP ആണ്. സ്റ്റേറ്റ് ഷാൾ സെക്യൂർ ദ ഓപ്പറേഷൻ ഓഫ് ലീഗൽ സിസ്റ്റം, പ്രൊമോട്ട് ജസ്റ്റിസ് ഓൺ ദ ബേസിസ് ഓഫ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കണം എന്നുള്ളത് നിർദ്ദേശക തത്വങ്ങൾ വരുന്ന ഒരു സംഭവമാണ്. DPSP വരുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പൊ B4 ആണ് അല്ലെ, B4 ആണ്. അപ്പൊ ഓപ്ഷൻ A ഇസ് ദ കറക്റ്റ് ആൻസർ. കൃഷ്ണേന്ദു ആണ് അല്ലെ. ഞാൻ കഴിഞ്ഞ ഇതിൽ ചോദിച്ചിട്ടുണ്ടായെന്ന് തോന്നുന്നു, പെട്ടെന്ന് മറന്നുപോയതാണ് കൃഷ്ണേന്ദു. എനിവേ സോറി കൃഷ്ണേന്ദു. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാല്ലേ. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? കറക്റ്റ് ആണ്, ലോയഡ്ജ് ആൻഡ് കൃഷ്ണേന്ദു. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സീക്വൻഷ്യലി അറേഞ്ച് ദ ഫോളോയിങ് ലോസ് അക്കോർഡിംഗ് ടു ദർ ഇയർ ഓഫ് ഇനാക്ട്മെന്റ്. അപ്പൊ ക്രോണോളജിക്കൽ ഓർഡർ സെറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ലോസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതെല്ലാം ലോസ് ആണ് കൊടുത്തത്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, B പറഞ്ഞിട്ടുള്ളത് ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, C ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, D ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ആൻഡ് E ഇന്ത്യൻ പീനൽ കോഡ്. അപ്പൊ ഇതിന്റെ ഇയർ ഓഫ് ഇനാക്ട്മെന്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ക്രോണോളജിക്കൽ ഓർഡർ സെറ്റ് ചെയ്യുക. ഏറ്റവും ആദ്യം വന്ന ലോ ഏതാണ്, പിന്നെ അതിന് ശേഷം ഏറ്റവും ലേറ്റസ്റ്റ് ഏതാണ്. ഈ ലിസ്റ്റ് 5 ലോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഏതെല്ലാം ലോസ് ആണ് ഇന്നൊന്ന് നോക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഇയർ എഴുതാം. ഇത് കുറച്ച് ടഫ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. കാരണം ഇതൊക്കെ നിങ്ങൾ അത്രയും ഒരു ലീഗൽ പ്രൊഫഷൻ എന്നുള്ള ഒരു സംഭവം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ലോസ് തന്നെയാണ്. അപ്പൊ എന്തായാലും ലീഗൽ സ്റ്റഡീസ് എന്നുള്ള പേപ്പർ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും NCERT ലീഗൽ സ്റ്റഡീസിന് NCERT നിങ്ങൾ പഠിച്ചിരിക്കണം. പ്രപ്പോസൽ നമ്മൾ നോട്ട്സും ടെസ്റ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രപ്പോസൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലീഗൽ സ്റ്റഡീസ് എന്നുള്ള പേപ്പർ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് അധികം വരുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ നിന്ന് ഭയങ്കര മൈന്യൂട്ടായിട്ട് എടുക്കുന്നതാണ്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ പ്രൊപ്പോസൽ നോട്ട്സ്, ടോപ്പിക് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചധികം പഠിക്കാനുണ്ട്. ലീഗൽ സ്റ്റഡീസ് കുറച്ച് നല്ല ടഫായിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ അത്ര വാസ്റ്റ് ആയിട്ടില്ല, കുറച്ച് സിലബസേ ഉള്ളൂ. എന്നിരുന്നാലും ഒരുപാട് ചോദ്യം ഇതിന്ന് വരുന്നതാണ്. അപ്പം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്നാണ് വന്നിട്ടുള്ളത്? 1872 ആണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. പിന്നെ വരുന്ന ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് എപ്പോഴാണ് വരുന്നത്? 1961 ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വരുന്നത്. പിന്നെ CPC എന്ന് പറയും, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. CPC അല്ല, അല്ലെങ്കിൽ CRPC, CPC എങ്ങനെ പറയാം.
CPC എന്ന് പറയുമ്പോൾ സിവിൽ പ്രൊസീജിയർ കോഡ് ആവും. CRPC ആണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. അത് 1973. CRPC 1973 ആണ് കേട്ടോ വരിക. CRPC ക്രിമിനൽ പ്രൊസീജിയർ. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 ആൻഡ് ഇന്ത്യൻ പീനൽ കോഡ് 1860. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. IPC 1860 ആണെന്നുള്ളത് അല്ലെ. അപ്പം ജസ്റ്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കൂ. ആദ്യം ഏതാണ് വരുന്നത്? ഋഷികേശ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ബി എന്നാണ്. ലെറ്റ്സ് ചെക്ക്. ഓപ്ഷൻ ബി വരുവാണെങ്കിൽ ആദ്യം ഇ വരണം, 1860. ഓക്കെ, ദെൻ ഓപ്ഷൻ എ 1872, ദെൻ ഓപ്ഷൻ ഡി 1882, ആൻഡ് ഓപ്ഷൻ ബി ഡൗറി പ്രൊഹിബിഷൻ 1961, ആൻഡ് സി 1973. കറക്റ്റ് ആണ്. വെരി ഗുഡ് ലോയിഡ്സ് ഓർ ഋഷികേശ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, ഗുഡ് ജോബ്. അപ്പൊ ഈ ഡേറ്റ്സ് നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഡേറ്റ്സ് ആണ്. അപ്പൊ ഇതിൽ ഇന്ത്യൻ പീനൽ കോഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. IPC എന്ന് പറയുന്നത് ശിക്ഷാ നിയമം. നമ്മളൊരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ പറയുന്ന ഒരു കോഡാണ്, അല്ലെങ്കിൽ ഒരു കോഡ് ഓഫ് ലോസ് പറയുന്നതാണ്. എന്ത് നമ്മളൊരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ എന്താന്നുള്ളത് IPCയിലാണ് പറയുന്നത്. പിന്നെ അതിന്റെ റിലേറ്റഡ് ആയിട്ട് ഒന്നാണ് എന്ത്, CRPC എന്ന് പറയുന്നത്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. അപ്പൊ നമ്മളൊരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ്, അതിന്റെ പ്രൊസീജിയർ എങ്ങനെ, കോടതിയിൽ എങ്ങനെ പോകണം, അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയെല്ലാം ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് CRPC എന്ന് പറയുന്നത്. ഓക്കെ, പീനൽ കോഡ് എന്ന് പറയുന്നത് ശിക്ഷാ നിയമമാണ്. ശിക്ഷ നിർവചിക്കുന്നത് IPCയിലാണ്. പക്ഷെ ആ ശിക്ഷ നിർവചിക്കുന്നതിൽ അല്ലെ, അതിലേക്കുള്ള ഇപ്പൊ പോലീസ് എങ്ങനെ അറസ്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ആ കോടതിയിൽ എങ്ങനെയാണ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ പറയുന്നത് CRPCയിലാണ്. ഓക്കെ, അതിന് പ്രൊസീജിയർ പറയുന്നത് ക്രിമിനൽ CRPCയിലും ശിക്ഷ പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡിലുമാണ്. അതാണ് അതിന്റെ വ്യത്യാസം. CRPCയും ഇന്ത്യൻ പീനൽ കോഡും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ എ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്, AOR. അപ്പൊ AORനെ കുറിച്ചിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതെല്ലാം ആണെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. എ സ്റ്റേറ്റ്മെന്റ്, അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്സ് ഹാവ് സ്പെഷ്യൽ നോളജ് ഓർ അബിലിറ്റി ആൻഡ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് AOR ബൈ ഹൈക്കോർട്സ് അല്ലെങ്കിൽ ഹയർ കോർട്സ്. അപ്പം അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ്സ് എന്ന് പറയുന്നത് സ്പെഷ്യൽ നോളജ് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് ആണ്. അവരെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഹയർ കോർട്സ് ആണ് എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. സെക്കൻഡ് ഓപ്ഷൻ, ബി ഓപ്ഷൻ എന്താ പറയുന്നത്, അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്സ് വിയർ ഗൗൺസ് ദാറ്റ് ഹാവ് ഫ്ലാപ്സ് ഓൺ ദ ഷോൾഡറിൽ ഒരു ഫ്ലാപ്പ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ്സിന്റെ ഷോൾഡറിൽ അറിയാം, വക്കീലന്മാരൊക്കെ കോട്ട് ഇടാറുണ്ട്. കോട്ട് ഇടുമ്പോൾ അവിടെ ഈ ഷോൾഡറിന്റെ, അതായത് അവിടെ ഈ ഷോൾഡറിന്റെ ഏരിയാസിൽ അവിടെ ആ കോട്ടിന്റെ അവിടെ ഒരു ഫ്ലാപ്പ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയുന്നത് ഓൺലി AOR ക്യാൻ ഫയൽ എ വക്കാൽ നാമ പെറ്റീഷൻ അപ്ഡേ ഓൺ ബിഹാഫ് ഓഫ് പാർട്ടി ഇൻ ദ സുപ്രീം കോടതി. അപ്പൊ സുപ്രീം കോടതിയിൽ ഒരു കേസ് നിങ്ങൾ ഫയൽ ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് AOR വഴി ആയിട്ടും അല്ലെങ്കിൽ AOR മുഖേന ആയിട്ടായിരിക്കണം നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത് എന്നാണ് സി പറയുന്നത്. അല്ലെങ്കിൽ AOR മുഖേന മാത്രമേ നിങ്ങൾക്ക് ഒരു സുപ്രീം കോടതിയിൽ ഒരു കേസ് നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് സി പറയുന്നത്. ഡി എന്താ, ദ AOR ഈസ് held accountable by the SC for the conduct of the case. അപ്പം ഇനി എന്തെങ്കിലും ഒരു കേസിന്റെ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിലും, അപ്പൊ ഒരു കേസ് നമ്മൾ കൊടുക്കുമ്പോൾ അത് ഡ്രാഫ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു കേസ് ഫയൽ ആക്കിയിട്ടായിരിക്കും കോടതിയുടെ മുന്നിൽ വെക്കുക. അപ്പൊ അതിന്റെ ഫുൾ ഉത്തരവാദിത്തം ആരായിരിക്കും, ആരുടെ മേലാണ്, AORന്റെ മേലാണ് എന്നാണ് ഡി പറയുന്നത്. ആൻഡ് ദ നെയിം ഓഫ് AOR അപ്പിയേഴ്സ് ഓൺ ദ കോസ് ലിസ്റ്റ്. അപ്പൊ ആ ലിസ്റ്റിൽ, കേസിന്റെ ലിസ്റ്റിൽ AORന്റെ നെയിമാണ് അവിടെ വരിക. ഓക്കെ, അപ്പൊ ഇത്രയാണ് AORനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഇതിൽ ഏതെല്ലാം ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ AB, then ABC, CDE ആൻഡ് ഓപ്ഷൻ ഡി BCD. അപ്പൊ ഇതില് ജസ്റ്റ് നോക്കാം. ലോയിഡ് ഋഷികേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഋഷികേഷ്, അപ്പൊ നോക്കാം, ചെക്ക് ചെയ്യാം. ലെറ്റ്സ് ചെക്ക്. ഓപ്ഷൻ CDE. അപ്പൊ ഓപ്ഷൻ എയും ബിയും റോങ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നോക്കാം, അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ്സ് ആർ സ്പെഷ്യൽ നോളജ് അബിലിറ്റി ആൻഡ് ഡിസിഗ്നേറ്റഡ് AOR ബൈ ഹയർ കോർട്സ് അല്ല, സുപ്രീം കോർട്സ് ആണ്, അല്ലെങ്കിൽ സുപ്രീം കോർട്ടാണ് അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്സ് എന്നുള്ള സംഭവം ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സുപ്രീം കോർട്ട് ആണ്, ഹയർ കോർട്സ് അല്ല. ഹൈക്കോടതിക്കൊന്നും AOR എന്നുള്ള സിസ്റ്റം അല്ല, സുപ്രീം കോടതിയിലാണ്. പിന്നെ ഈ ഫ്ലാപ്പ് ഉണ്ടാകുന്ന ആരുടെ ഷോൾഡറിലാണെന്ന് ചോദിച്ചാൽ സീനിയർ അഡ്വക്കേറ്റ്സിന്റെ ഷോൾഡറിലാണ് ഈ ഫ്ലാപ്പ് ഉണ്ടാവുക, AORന്റെ ഷോൾഡറിലല്ല. അപ്പം ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഋഷികേഷ് ഓർ ലോയിഡ്, ഗ്രേറ്റ് ജോബ്, ഗുഡ് ജോബ്.
ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ തെറ്റാൻ കാരണം എന്താണ്? അത് ഹയർ കോർട്സ് അല്ല, സുപ്രീം കോടതിയാണ് ഒരു അഡ്വക്കേറ്റിനെ AOR ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നതൊക്കെ. ഒരു എക്സാം ഒക്കെ എഴുതിയിട്ട് അങ്ങനെയാണ് അതിന് പ്രൊസീജിയർ. പക്ഷെ അത് സുപ്രീം കോടതിയിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ് AOR സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ പറയുന്നത് ഫ്ലാപ്പ് ഉണ്ടാവുന്നത്, അതായത് കോർട്ടിന്റെ കോർട്ട് ഇടുമ്പോൾ ആ ഷോൾഡറിന്റെ അവിടെ ഫ്ലാപ്പ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ സീനിയർ അഡ്വക്കേറ്റ്സിന്റെ കോർട്ടുമലാണ് അങ്ങനെ ഒരു ഫ്ലാപ്പ് ഉണ്ടാവുന്നത്, AORന്റെ അല്ല. ബാക്കി 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം യൂണിറ്റ് 5 ലീഗൽ പ്രൊഫഷൻ ഇൻ ഇന്ത്യ, 5ാമത്തെ യൂണിറ്റ് ലീഗൽ പ്രൊഫഷൻ ഇന്ത്യ എന്ന ചാപ്റ്ററിൽ പേജ് നമ്പർ 148 കറക്റ്റ് പറയുന്നുണ്ട് സീനിയർ അഡ്വക്കേറ്റ്സ് ആൻഡ് AORനെ കുറിച്ചിട്ടൊക്കെ. അപ്പം ഇവിടെ പറയുന്നുണ്ട് സീനിയർ അഡ്വക്കേറ്റ് ഈ വക്കാലത്നാമ അല്ലെങ്കിൽ ഈ വക്കാലത്ത് കോടതിയിൽ കേസ് കൊടുക്കാൻ സീനിയർ വക്കീലിനൊന്നും കഴിയില്ല. ആൻഡ് സീനിയർ അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഫ്ലാപ്പ്, സീനിയർ അഡ്വക്കേറ്റ് വിയർ ഗൗൺസ് അറ്റ് എ ഫ്ലാപ്പ് ഓൺ ദ ഷോൾഡേഴ്സ്, അത് സീനിയർ അഡ്വക്കേറ്റ്സിന്റെ ഷോൾഡറിന്റെ അവിടെയാണ് ഫ്ലാപ്പ് ഉണ്ടാവുക. പിന്നെ ഇവിടെ AORനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്, ക്വാളിഫൈങ് എക്സാമിനേഷൻ കണ്ടക്ടഡ് ബൈ സുപ്രീം കോർട്ട്. അപ്പൊ സുപ്രീം കോടതി നടത്തുന്ന ഒരു എക്സാമിനേഷൻ പാസ്സായിട്ടാണ് AOR എന്നുള്ള അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സിന്റെ AOR ആയിട്ട് അവർ എന്ത് ചെയ്യാം, ഡെസിഗ്നേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ അതിന്റെ ഉള്ള ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അതിന് ശേഷം AOR ക്യാൻ ഫയൽ വക്കാലത്ത് പെറ്റീഷൻ അഫിഡവിറ്റ് ഓൺ ബിഹാഫ് പാർട്ടി. അപ്പോൾ ഒരു കേസ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ, ഇപ്പൊ ഞാനൊരു കേസ് കൊടുക്കുവാണെങ്കിൽ ഞാൻ AOR വഴിയാണ് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുക. ഓക്കെ. അത് ഫയൽ ചെയ്യാനൊക്കെ ഉള്ള അധികാരം AORനാണ്. പിന്നെ ലിസ്റ്റ് വരുന്നത് AORന്റെ പേരിലാന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഹെൽഡ് അക്കൗണ്ടബിൾ സുപ്രീം കോടതി, അതും ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ 148ാമത്തെ പേജിൽ യൂണിറ്റ് 5 ലീഗൽ പ്രൊഫഷൻ ഇൻ ഇന്ത്യ, അപ്പൊ ആ ചാപ്റ്ററിൽ കറക്റ്റ് ആയിട്ട് അത് പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ് അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്? ഏത് ആക്ടിന്റെ ഭാഗമായിട്ടാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ? അപ്പൊ നേരത്തെ നമ്മൾ സ്റ്റേറ്റ് ബാർ കൗൺസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, അഡ്വക്കേറ്റ്സ് എവിടെയാണ് എൻറോൾ ചെയ്യുക? അഡ്വക്കേറ്റ്സ് എൻറോൾ ഓൺ ദ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് ബാർ കൗൺസിൽ. ഓക്കെ, നോട്ട് ഓൺ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ബട്ട് ഇൻ സ്റ്റേറ്റ് ബാർ കൗൺസിലാണ് അഡ്വക്കേറ്റ്സ് എൻറോൾ ചെയ്യുക. അപ്പൊ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് ആക്ടിന്റെ അണ്ടറിലാണ് വന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതാണോ? ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് 1987 ആണോ? അഡ്വക്കേറ്റ്സ് ആക്ട് 1961 ആണോ? ലോ റിഫോം കമ്മീഷൻ? ഇതിന്റെ ഏത് ആക്ടിന്റെ ഭാഗമായിട്ടാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്? ഏതാണ്? ലോ ഇസ് കറക്റ്റ് ആണ്, ഓപ്ഷൻ സി. ഋഷികേഷ്, ഗുഡ് ജോബ്. അഡ്വക്കേറ്റ്സ് ആക്ട് 1961. അപ്പൊ വീണ്ടും യൂണിറ്റ് 5 ലീഗൽ പ്രൊഫഷൻ ഇന്ത്യ 149ാമത്തെ പേജിൽ പറയുന്നുണ്ട് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ബൈ പാർലമെന്റ്. പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയത്, ഏത് നിയമം പാസ്സാക്കിയത്? അഡ്വക്കേറ്റ്സ് ആക്ട് 1961ന്റെ ഭാഗമായിട്ടാണ് ബാർ കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് വീണ്ടും ആ NCERT ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് പറയുന്നുണ്ട്. അത് നേരെടുത്ത ചോദ്യം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൊവിഷൻ ഓഫ് ലീഗൽ എയ്ഡ് വാസ് ക്ലാസിഫൈഡ് ആസ് എ ഡ്യൂട്ടി റാദർ ദാൻ എ പ്രിവിലേജ് ഇൻ. അപ്പൊ ലീഗൽ എയ്ഡ് എന്നുള്ള സംഭവം, നിയമസഹായം കൊടുക്കുക എന്നുള്ളത്, അത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഡ്യൂട്ടി ആയിട്ട്, പ്രിവിലേജിനേക്കാൾ ഒരു ഡ്യൂട്ടി ആയിട്ട് ക്ലാസിഫൈ ചെയ്തത് ഏത് നിയമത്തിന്റെ അല്ലെങ്കിൽ ഏത് കേസിന്റെ അല്ലെങ്കിൽ ഏത് നിയമത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1898, ഓപ്ഷൻ ബി താരാ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് 1951, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973, ആൻഡ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 39 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇവിടെ പ്രൊവിഷൻ ഓഫ് ലീഗൽ എയ്ഡ് ആസ് ക്ലാസിഫൈഡ് ആസ് എ ഡ്യൂട്ടി റാദർ ദാൻ എ പ്രിവിലേജ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഏത് കേസിന്റെ അല്ലെങ്കിൽ ഏത് ഇതിന്റെ ഭാഗമായിട്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലോ എഡ്ജ് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് ചെക്ക് ദ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, യൂണിറ്റ് 6 എടുക്കാം, ലീഗൽ സർവീസസ് യൂണിറ്റ് 6 എടുക്കാം. അപ്പൊ അതിൽ ഫ്രീ ലീഗൽ എയ്ഡ് അണ്ടർ ദ ക്രിമിനൽ ലോ എന്നുള്ള ഒരു പോർഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ പറയുന്നുണ്ട് ദിസ് വാസ് സബ്ജക്ട് ടു എ ട്വിസ്റ്റഡ് ഇന്റർപ്രിട്ടേഷൻ. ആദ്യം സെക്ഷൻ 340 ഓഫ് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1898 എന്താണ്, ഒരു ഡെത്ത് സെന്റൻസ് ഒക്കെ കിട്ടിയ ആൾക്ക് അല്ലെങ്കിൽ മരണശിക്ഷ കിട്ടിയ ഒരാൾക്ക് കോർട്ട് കുഡ് പ്രൊവൈഡ് ഹിം എ കൗൺസിൽ അപ്പോൺ ഹിസ് റിക്വസ്റ്റ്. അയാൾക്ക് ഒരു അയാളുടെ കാര്യം വാദിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഒരു വക്കീലിനെ വേണമെന്ന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോർട്ടിന് അത് കൊടുക്കാം എന്നുള്ളത് 1898 കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ പറയുന്നുണ്ട്. എന്ത് ഡെത്ത് സെന്റൻസ് ഒക്കെ, അതായത് മരണശിക്ഷയൊക്കെ അല്ലെങ്കിൽ വധശിക്ഷയൊക്കെ പ്രഖ്യാപിച്ച ആൾക്ക് അയാളെ കേസ് വാദിക്കാനായിട്ട് ഒരു കൗൺസിലിനെ, ഒരു അഡ്വക്കേറ്റിനെ റിക്വസ്റ്റ് ചെയ്താൽ കോർട്ടിന് കൊടുക്കാന്ന് പറയുന്നത്. പിന്നെ അതിനൊരു ഇന്റർപ്രിട്ടേഷൻ ആരാണ്? സുപ്രീം കോടതി കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഹാസ് എ പ്രിവിലേജ് റാദർ ദാൻ ഡ്യൂട്ടി ഓഫ് മാജിസ്ട്രേറ്റ് ഇൻ താരാ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് 1951 AIR 441. അപ്പൊ അതിൽ ആ ഒരു കേസിലാണ്, താരാ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് എന്നുള്ള കേസിൽ പറയുന്നതാണ് എന്ത്, ഈ ലീഗൽ എയ്ഡ് എന്ന് പറയുന്നത് പ്രിവിലേജ് റാദർ ദാൻ ഡ്യൂട്ടി ഓഫ് മാജിസ്ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ
പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഡ്യൂട്ടി റാദർ ദാൻ പ്രിവിലേജ് എന്നാണ്. ഇറ്റ് ഷുഡ് ബി ലൈക്ക് പ്രിവിലേജ് റാദർ ദാൻ ഡ്യൂട്ടി എന്നായിരിക്കണം ഇത് ഇവിടെ വരേണ്ടത്. പക്ഷെ ഇവിടെ കൊടുത്തത് തെറ്റിപ്പോയതാണെന്ന് അറിയില്ല. പക്ഷെ എനിവേ ഇറ്റ്സ് ഇൻ താരാസിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് താരാസിംഗ് വേഴ്സസ് സ്റ്റേറ്റ് 1951 പറയുന്നുണ്ട് ലീഗൽ എയ്ഡ് വാസ് ക്ലാസിഫൈഡ് ആസ് അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ ബൈ സുപ്രീം കോർട്ട് ക്ലാസിഫൈങ് ലീഗൽ എയ്ഡ് ആസ് എ പ്രിവിലേജ് റാദർ ദാൻ ഡ്യൂട്ടി ഓഫ് മാജിസ്ട്രേറ്റ്. ഓക്കെ. പിന്നെ ഇന്ത്യയിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 ഒരു ഫ്രീ ലീഗൽ എയ്ഡിന്റെ സംഭവങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി ഇംപ്ലിമെന്റേഷൻ പറയുന്നുണ്ട്. സെക്ഷൻ 304 ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ അങ്ങനെ ജഡ്ജി ഇങ്ങനെ കൊടുക്കണം, പ്ലീഡറിനെ കൊടുക്കണം എന്നുള്ള സ്റ്റേറ്റിന്റെ ചെലവിൽ തന്നെ അക്യൂസ് ചെയ്തിട്ട ആൾക്ക് അതായത് അഡ്വക്കേറ്റിന്റെ സേവനം കൊടുക്കണം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് സെക്ഷൻ ബി ആണ്. താരാസിംഗ് വേഴ്സസ് സ്റ്റേറ്റ് 1951 ആണ് ഇവിടുത്തെ ഉത്തരം. കാരണം എന്താണ്, യൂണിറ്റ് 6 പേജ് നമ്പർ 173 കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് താരാസിംഗ് വേഴ്സസ് സ്റ്റേറ്റില് ലീഗൽ എയ്ഡ് എന്ന് പറയുന്നത് പ്രിവിലേജ് ആണ് റാദർ ദാൻ ഡ്യൂട്ടി ഓഫ് മാജിസ്ട്രേറ്റ്. അതായത് ലീഗൽ എയ്ഡ് കൊടുക്കുക എന്നുള്ളത് ഒരു പ്രതിയുടെ അതൊരു പ്രിവിലേജ് ആണ് അല്ലെ, ഒരു പ്രത്യേക പദവിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അവകാശമാണ്. അതായത് മജിസ്ട്രേറ്റിന് കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടിന്റെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇത് കിട്ടുക എന്നുള്ളത് നമ്മുടെ പ്രിവിലേജ് ആണ് എന്നുള്ളത് ഈ ഒരു താരാസിംഗ് വേഴ്സസ് സ്റ്റേറ്റിൽ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യന്റെ ഇവിടെ എന്താണ് പ്രിവിലേജ് റാദർ ദാൻ ഡ്യൂട്ടി എന്നുള്ളത് ഇവിടെ റീറൈറ്റ് ചെയ്യേണ്ട, കാരണം ഇവിടെ നേരെ തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് ലോയഡ്ജ്, ബിക്കോസ് ഓഫ് യുവർ സെഷൻ ഐ ആം ഏബിൾ ടു കറക്റ്റ് മൈ സ്മോൾ മിസ്റ്റേക്ക് ബിഫോർ യാ ഓഫ് കോഴ്സ് ലോയഡ്ജ് യു ജസ്റ്റ് refer the which one, the NCET textbook, legal studies NCET textbook thoroughly, because some of the question we may feel that this is the answer, but when we refer the textbook the answer will be entirely different. So you need to be careful and just watch the session very carefully and go back and read the NCET textbook, legal studies NCET textbook very thoroughly and revise it many times. Okay. Through that you can excel or you can enhance your CUT score in legal studies. Okay. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, identify the basis specified by Madras High Court on which foreign lawyers are permitted to practice in India. അപ്പൊ മദ്രാസ് ഹൈക്കോടതി ഒരു സംഭവം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്, ഫോറിൻ ലോയേഴ്സ്, അതായത് വിദേശത്തുള്ള അല്ലെങ്കിൽ വിദേശത്ത് എൻറോൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പുറത്തുള്ള ലോയേഴ്സിന് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സംഭവം അല്ലെങ്കിൽ അവർക്ക് ഒരു പെർമിഷൻ കൊടുത്തുകൊണ്ട് ഒരു മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയിൽ ഇപ്പോഴും പല ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ പറയുന്നത് ഫോറിൻ ലോയേഴ്സിന് ഇവിടെ വന്ന് വാദിക്കുന്നതിൽ പല ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ മദ്രാസ് ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തി, അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടായിരുന്നു. ഇവർക്ക് ഇന്നൊരു കേസിലാണെങ്കിൽ ഇന്നൊരു ക്രൈറ്റീരിയ അവർ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് കേസ് വാദിച്ച് പോവാം എന്നുള്ളത് പറയുന്നുണ്ട്. എന്താണ് ആ ഒരു ഓപ്ഷൻസ് നോക്കാം. ലോ ഡിഗ്രി ഫ്രം ഇന്ത്യ, അവർക്ക് ഈ ഫോറിൻ ലോയേഴ്സിന് ലോ ഡിഗ്രി ഇന്ത്യയിൽ നിന്ന് ലോ ഡിഗ്രി ആണെങ്കിൽ അവർക്ക് കേസ് വാദിക്കാമെന്ന് പറയുന്നുണ്ട്. രജിസ്റ്റേർഡ് ഓഫീസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടെങ്കിൽ ഇവിടെ വാദിക്കാമെന്ന് പറയുന്നുണ്ട്. സി എന്ന് പറഞ്ഞാൽ ഫ്ലൈ ഇൻ ഫ്ലൈ ഔട്ട്, അതായത് പുറത്തുനിന്ന് വരുന്നു, അവരിപ്പോ ഫോർ എക്സാമ്പിൾ UK ലോയറാന്ന് ചോദിക്കുക, UK ഫ്ലൈറ്റ് പിടിച്ച് വരുന്നു, മദ്രാസ് ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ കേസ് വാദിക്കാൻ, സുപ്രീം കോടതി ഡൽഹിയിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നു, സുപ്രീം കോടതി പോയി കേസ് വാദിക്കുന്നു, ഇവിടുന്ന് പോകുന്നു, തിരിച്ചു വീണ്ടും UK പോകുന്നു, അങ്ങനെയുള്ള കേസിലാണെങ്കിൽ. ഡി ക്ലിയറിംഗ് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ, ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ ക്ലിയർ ചെയ്തവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? അതായത് ഇന്ത്യയിലെ ഫോറിൻ ലോയേഴ്സിന് ഇന്ത്യയിൽ വന്ന് കേസ് വാദിക്കാൻ മദ്രാസ് ഹൈക്കോടതി സ്പെസിഫൈ ചെയ്ത ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഏതാണ്? വിച്ച് ഈസ് ദാറ്റ് ക്രൈറ്റീരിയ? ലോയഡ്ജ്, ഇറ്റ്സ് ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഫ്ലൈ ഇൻ ഫ്ലൈ ഔട്ട്, ഫ്ലൈ ഇൻ ഫ്ലൈ ഔട്ട്. അപ്പൊ ഇവിടെ എന്താണ്? ലീഗൽ പ്രൊഫഷൻ ഇന്ത്യ, അഗെയിൻ യൂണിറ്റ് 5 പേജ് നമ്പർ 155, റെഫർ ദാറ്റ്. ഓക്കെ. അപ്പൊ അതിൽ ലിബറലൈസേഷൻ ഓഫ് ലീഗൽ പ്രൊവിഷൻ എന്നുള്ള സംഭവം പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം 1991 ശേഷം നമ്മൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബൽ LPG ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ WTO നമ്മൾ സൈൻ ചെയ്തു. അപ്പൊ അതിന്റെ WTOയുടെ ഭാഗമായിട്ട് നമ്മൾ ഗാഡ്സ് എന്നുള്ള സംഭവമുണ്ട്, ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് സർവീസസ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സർവീസുകളൊക്കെ നമ്മൾ കുറച്ചുകൂടി ലിബറലൈസ് ചെയ്യണം, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇവിടെ എന്താണ്? 2001 ജഡ്ജ്മെന്റ് ഡെലിവേർഡ് ബൈ ബോംബെ ഹൈക്കോർട്ട് ആണ് PIL, പബ്ലിക് ഇൻഡസ്ട്രിയൽ, ഒരു പൊതു താല്പര്യ ഹർജിയിൽ 2011 ബോംബെ ഹൈക്കോർട്ട് ഇത് പറയാണ്, ഫയൽഡ് ബൈ ലോയേഴ്സ് കളക്ടീവ്, എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഹൈക്കോർട്ട് ഹെൽഡ് ദാറ്റ് ഫോറിൻ ലോ ഫേമേഴ്സ് കുഡ് നോട്ട് പെർമിറ്റ് ആൻഡ് സെറ്റ് അപ്പ് ലൈസൻസ് ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ. അപ്പൊ ഫോറിൻ ലോ ഫേംസിന് ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് ബോംബെ ഹൈക്കോർട്ട് ഇത് പറയാണ്. പക്ഷെ അതിന് കോൺട്രറി ആയിട്ട് മദ്രാസ് ഹൈക്കോർട്ട്, ഒരു PILന് റെസ്പോണ്ട് ആയിട്ട് മദ്രാസ് ഹൈക്കോർട്ട് പറയാണ്, filed by AK Balaji,
AK ബാലജി എന്നുള്ള ആള് ഫയൽ ചെയ്തിട്ടുള്ള ഒരു പൊതു താല്പര്യ ഹർജിനെ ആ ഒരു കേസിൽ പറയുകയാണ് എന്ത്, ഫോറിൻ ലോയേഴ്സ് ആർ പെർമിറ്റഡ് ടു പ്രാക്ടീസ് ഇൻ ഇന്ത്യ ഓൺ എ ഫ്ലൈ ഇൻ ഫ്ലൈ ഔട്ട് ബേസിസ്. അല്ലെ, അവർ കേസ് വാദിക്കാൻ ഇന്ത്യയിലോട്ട് വരുന്നു, കേസ് വാദിക്കുന്നു, തിരിച്ചു പോകുന്നു എന്നുള്ള സംഭവമാണെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് കേസ് വാദിക്കാം എന്നുള്ളത് മദ്രാസ് ഹൈക്കോടതി ഒരു PIL പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തപ്പോൾ അവർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Next question, who among the following would not receive legal aid under the provision of section 12 and 13 of Legal Service Authorities Act? LSA. Legal Service Authority Act ന്റെ സെക്ഷൻ 12-13 പ്രകാരം കുറച്ച് പേർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കും, അല്ലെ, ലീഗൽ എയ്ഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നോട്ട് റിസീവ്, അതായത് ലീഗൽ എയ്ഡിന് അർഹത ഇല്ലാത്ത ഏത് ഓപ്ഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഏതാണ്? മിസ് കപൂർ, എ വൈഫ് ഓഫ് ഫേമസ് ക്രിക്കറ്റർ, വാണ്ടഡ് ടു ഫയൽ എ കേസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് എഗെയിൻസ്റ്റ് ഹെർ ഹസ്ബൻഡ്. അപ്പൊ ഹസ്ബൻഡിനെതിരെ ഗാർഹിക പീഡന പരാതി കൊടുക്കാൻ ഒരു കേസ് അതാണ്, അല്ലെ. ഒരു വൈഫ്, ഫേമസ് ക്രിക്കറ്റർ ആയിട്ടുള്ള ഒരാള് വൈഫ്, അയാൾക്കെതിരെ ഗാർഹിക പീഡന കേസ് കൊടുക്കാനുള്ള ഒരു കേസ്, ഫസ്റ്റ് ഓപ്ഷൻ അത്. സെക്കൻഡ് എന്താണ്? സൗരഭ്, എ യങ് മാൻ ഏജ് 23 years ഈസ് ഡിനൈഡ് എംപ്ലോയ്മെന്റ് ഇൻ പബ്ലിക് സെക്ടർ ബാങ്ക് ബിക്കോസ് ഈസ് പാർഷ്യലി ബ്ലൈൻഡ്. സൗരഭ് വിഷസ് ടു മൂവ് കോഡ്. അപ്പം സൗരഭ് എന്നുള്ള ഒരാള്, അയാൾ പാർഷ്യലി ബ്ലൈൻഡ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പബ്ലിക് സെക്ടർ ബാങ്കിൽ, അല്ലെ, പൊതു ബാങ്കിൽ അദ്ദേഹത്തിന് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ജോലി നിഷേധിച്ചു. അപ്പൊ അദ്ദേഹത്തിന് ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടുമോ ഇല്ലയോ? സി, മിസ്റ്റർ ജാ, സീനിയർ സിറ്റിസൺ, ലോസ്റ്റ് ഹിസ് സൺ ഇൻ ആൻ ആക്സിഡന്റ്, വാണ്ട് ടു ഫയൽ എ സ്യൂട്ട്. അപ്പൊ മിസ്റ്റർ ജാ എന്ന് പറഞ്ഞ ആൾ ഒരു സീനിയർ സിറ്റിസൺ, ഒരു വയസ്സായിട്ടുള്ള ഒരാളാണ്, സീനിയർ സിറ്റിസൺ ആണ്. അദ്ദേഹത്തിന്റെ മകനെ ഒരു ആക്സിഡന്റിൽ അദ്ദേഹം നഷ്ടപ്പെട്ടു, അങ്ങനെ അതിനെതിരെ കേസ് കൊടുക്കണം. അദ്ദേഹത്തിന് ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടുമോ? ഡി പറഞ്ഞ റൂബ, മൈനർ ഗേൾ, വാണ്ട്സ് ടു ഇനീഷ്യേറ്റ് എ കേസ് അഗെയിൻസ്റ്റ് ഹെർ മറ്റർനൽ അങ്കിൾ ഫോർ സെക്ഷൽ ഹറാസ്മെന്റ് അണ്ടർ പോക്സോ ആക്ട്. അപ്പൊ ഒരു മൈനർ ഗേൾ ഉണ്ട്, അപ്പൊ അതിന്റെ അവരുടെ മെറ്റേണൽ അങ്കിളിനെതിരെ സെക്ഷൽ ഹരാസ്മെന്റ് കേസ് പോക്സോ ആക്ട് പ്രകാരം അവർക്ക് സെക്ഷൽ ഹരാസ്മെന്റ് കേസ് ഫയൽ ചെയ്യണം. അപ്പൊ അവർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടുമോ ഇല്ലയോ? അപ്പൊ ഇതിൽ ആർക്കാണ് കിട്ടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3 ഓപ്ഷൻസിലുള്ള ആൾക്കാർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടും, ഒരാളൊഴികെ. വിച്ച് വൺ ഈസ് ദാറ്റ്? ഇതിൽ ഓഡ് വൺ ഔട്ട് ആയതാണ്. ഏത് കേസിലാണ് ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടാത്തത്? ലോയഡ്, ഋഷികേഷ്, ഓപ്ഷൻ സി. യാ, കറക്റ്റ് ആണ്, കറക്റ്റ് ഓപ്ഷൻ. വെരി ഗുഡ്, ഗുഡ് ജോബ്. അപ്പൊ ഇവിടെ നോക്കൂ, മിസ്റ്റർ ജാ, എ സീനിയർ സിറ്റിസൺ, ലോസ്റ്റ് ഹിസ് സൺ ഇൻ ആൻ ആക്സിഡന്റ്. അപ്പൊ മിസ്റ്റർ ജാ എന്നുള്ള സീനിയർ സിറ്റിസൺ ആണ്. അപ്പൊ അതുകൊണ്ട് സീനിയർ സിറ്റിസൺ എന്നുള്ള കാറ്റഗറിക്ക് ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുന്നില്ല. ബാക്കി എല്ലാതും ഉണ്ട്. എന്ത്? വിമൺ, സെക്ഷൽ ഡൊമസ്റ്റിക് വയലൻസിൽ ഒക്കെ അകപ്പെട്ടിട്ടുള്ള വിമൺ, പിന്നെ അതുപോലെ തന്നെ പാർഷ്യലി ബ്ലൈൻഡ് പറയുമ്പോൾ അദ്ദേഹം ഡിസബിലിറ്റി ഉള്ള ആള്, അതുപോലെ തന്നെ മൈനർ ഗേൾ, മൈനേഴ്സിന് ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് 6 ലീഗൽ സർവീസ് എന്നുള്ള യൂണിറ്റ് 6 പേജ് നമ്പർ 182 കറക്റ്റ് ആയിട്ട് പറഞ്ഞു. എൻടൈറ്റ്മെന്റ് ടു ലീഗൽ സർവീസസ് ആർക്കൊക്കെയാണ്? സെക്ഷൻ 12 and 13 ഓഫ് ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് പ്രകാരം ആർക്കൊക്കെ എന്തൊക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്താലാണ് ഫ്രീ ലീഗൽ സർവീസ്, ഫ്രീ ആയിട്ട് അവർക്ക് നിയമസഹായം കിട്ടാൻ ഉള്ള എലിജിബിലിറ്റി എന്തെല്ലാമാണ്? ഒന്ന്, മെമ്പർ ഓഫ് SC/ST കമ്മ്യൂണിറ്റി എന്നുള്ള ആളായിരിക്കണം. പിന്നെ അല്ലെങ്കിൽ വിക്ടിം ഓഫ് ട്രാഫിക്കിംഗ് ഇൻ ഹ്യൂമൻ ബീങ്സ് ഓർ ബെഗാർ ആസ് റെഫേർഡ് ഇൻ ദ, അതായത് ആർട്ടിക്കിൾ 23 ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനും ബെഗാർ എന്നുള്ള ക്രൈറ്റീരിയയിലൊക്കെ വിക്ടിംസ് ആയി വന്നവർ. ഓക്കെ. സി, വിമൺ ഓർ എ ചൈൽഡ്. അപ്പൊ ഫസ്റ്റത്തെ മിസ് കപൂർ എന്നുള്ള കേസിൽ വിമണോ ചൈൽഡോ ആയാൽ അവർക്ക് കൊടുക്കും. മെന്റലി ഇൽ ആയിട്ട് അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും കൊടുക്കും. അതിന് പുറമെ അതായത് എത്നിക് വയലൻസ്, അതുപോലെ തന്നെ ഡിസാസ്റ്റർ, ഇതിന്റെ ഒക്കെ വിക്ടിംസിന് ഇവർ കൊടുക്കും. ഇപ്പൊ ഭൂമികുലുക്കോ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇൻഡസ്ട്രിയൽ വർക്ക്മാനിന് കൊടുക്കും. അതുപോലെ തന്നെ ആനുവൽ ഇൻകം ലെസ് ദാൻ 9,000, 9,000 രൂപന്റെ താഴെയും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ്, സുപ്രീം കോടതി ആണെങ്കിൽ, സുപ്രീം കോടതിക്ക് പോകുന്ന കേസാണെങ്കിൽ 12,000 രൂപന്റെ താഴെ സെൻട്രൽ ഗവൺമെന്റ് ഫിക്സ് ചെയ്ത് അതിന്റെ താഴെ ഇൻകം ഉള്ളവർക്കും ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അഡ്വക്കേറ്റ് ആക്ട് 1961 recognizes only one class of practitioners or practitioners. Identify the correct option. Advocate Act 1961 എന്നുള്ള അഡ്വക്കേറ്റ് ആക്ട് അതിന്റെ ഭാഗമായിട്ടാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വന്നത് എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർ ഒരു ക്ലാസ് ഓഫ് പ്രാക്ടീഷണേഴ്സിനെയാണ് അവർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് പേരുകൾ നമ്മുടെ വക്കീലന്മാർ നമ്മൾ വിളിക്കാറുണ്ടല്ലേ, പ്ലീഡേഴ്സ്, അഡ്വക്കേറ്റ്സ്, മുക്താസ്, വക്കീൽസ്. അപ്പൊ ഇതിൽ അഡ്വക്കേറ്റ്സ് ആക്ട് 1961 റെക്കഗ്നൈസ് ചെയ്തിട്ട് ഒരു പേരുണ്ട്. വിച്ച് ഈസ് ദാറ്റ് നെയിം? വെദർ ഇറ്റ് ഈസ് ഓപ്ഷൻ എ പ്ലീഡേഴ്സ് ആണോ, ഓപ്ഷൻ ബി അഡ്വക്കേറ്റ്സ് ആണോ, ഓപ്ഷൻ സി മുക്താസ് ആണോ, ഓപ്ഷൻ ഡി വക്കീൽസ്? ഇതിലേതാണ് കറക്റ്റ് ആൻസർ?
സിമ്പിൾ ആണ്. അഡ്വക്കേറ്റ്സ് ആക്ട് ഓഫ് 1961 അതിൽ തന്നെ ഉണ്ടോ ഉത്തരം? എന്താണ് അഡ്വക്കേറ്റ്സ്? ഓപ്ഷൻ ബി. ഋഷികേഷ് ലോയേഴ്സ് കറക്റ്റ് ആണ്, ഓപ്ഷൻ ബി. അപ്പൊ അതാണ് അഡ്വക്കേറ്റ്സ് ആക്ട് ഓഫ് 1961 ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ കുറെ ഓൾഡ് കാറ്റഗറീസ് ഉണ്ട് അല്ലെ, വക്കീൽസ്, ബാരിസ്റ്റേഴ്സ്, പ്ലീഡേഴ്സ്, മുക്താർസ്, ഇങ്ങനെയുള്ള പല പേരുകൾ അറിയുന്നുണ്ടായിരുന്നു. അവരൊക്കെ എന്താക്കി അഡ്വക്കേറ്റ്സ് എന്നുള്ള ഒരൊറ്റ കോമൺ നെയിമിൽ അവരെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ അത് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു എന്താ പറയാ ഒരു ചാർട്ടൊക്കെ നിങ്ങൾ കാണാൻ പറ്റും. ക്ലാസിഫിക്കേഷൻ ഓഫ് ലീഗൽ പ്രാക്ടീഷണേഴ്സ്, പ്രീ അഡ്വക്കേറ്റ്സ്, അഡ്വക്കേറ്റ് ആക്ടിന്റെ മുന്നേ ബ്രിട്ടീഷ് പ്രാക്ടീഷണേഴ്സും ഇന്ത്യൻ പ്രാക്ടീഷണേഴ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കൊളോണിയൽ പീരീഡിൽ ബ്രിട്ടീഷുകാരായിട്ടുള്ള അഡ്വക്കേറ്റ്സ് എന്തെല്ലാം വിളിച്ചിട്ടുണ്ട്, സോളിസിറ്റേഴ്സ്, ബാരിസ്റ്റേഴ്സ്, അഡ്വക്കേറ്റ്സ്, അറ്റോർണി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ വക്കീൽ, പ്ലീഡേഴ്സ്, മുഖാസ് എന്നുള്ള പേരിൽ. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ്സ് ആക്ട് 1961 വന്നു. അതിന്റെ എന്ത് വിളിച്ചു? അഡ്വക്കേറ്റ്സ് എന്നുള്ള പേര് അവർക്ക് കോമൺ നെയിം കൊടുത്തു. പിന്നെ അതിലുള്ള ഡിവിഷൻ എന്താണ്? സീനിയർ അഡ്വക്കേറ്റ്സും അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ്, AOR, നമ്മൾ നേരത്തെ പറഞ്ഞ സുപ്രീം കോടതിയിലൊക്കെ ഉള്ള ആ ഒരു ക്രൈറ്റീരിയ. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്. അപ്പം എനിവേ ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ജുഡീഷ്യൽ ജസ്റ്റിസ് വിത്ത് പ്രൊസീജിയറൽ ഇൻട്രിക്കസീസ്, legal submission and critical examination of evidence lends upon professional expertise. A failure of equal justice under the law is on the cards where such supportive skill is absent for one side. Identify the type of legal system being discussed in the above in which legal aid becomes essential. അല്ലേ? അപ്പൊ ഇതിൽ ഏതാണ് വരുന്നത്? അപ്പൊ ഇവിടെ എന്താണ് ചോദ്യം എന്നുള്ളത് വെച്ചാൽ, ജുഡീഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് കുറെ പ്രൊസീജിയറൽ ആയിട്ടുള്ള ഒരുപാട് കോംപ്ലക്സിറ്റി ഉണ്ട്. ലീഗൽ സബ്മിഷൻ, ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് എവിഡൻസ്, പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ്. അപ്പൊ നമ്മളൊരു കേസുമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അല്ലെ. അതായത് നമുക്ക് എക്സ്പെർട്ടൈസ് വേണം, ഒരുപാട് നൂലാമാലകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ വക്കീലിന്റെ മിടുക്ക് കൊണ്ടൊക്കെ നമ്മുടെ കേസിൽ നിന്ന് രക്ഷപ്പെടാം, വക്കീലിന്റെ വിവരം കൊണ്ട് രക്ഷപ്പെടാം, വക്കീലിന്റെ നിയമോപദേശവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മൊത്തത്തിലൊരു വക്കീൽ ജഡ്ജി കളിയാണ് അല്ലെ. വക്കീൽ എങ്ങനെയാണോ ജഡ്ജിനെ കൺവിൻസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ നിയമത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ശിക്ഷയുടെ നേച്ചർ, അല്ലെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള ശിക്ഷ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ വെറുതെ വിടുന്നതൊക്കെ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ലീഗൽ എയ്ഡ് എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ പാവപ്പെട്ട ഒരാള് ഇങ്ങനെ ഒരു കേസിലകപ്പെട്ടാല് ഫ്രീ നല്ല പൈസ കൊടുത്ത് വക്കീലിനെ വെക്കാൻ കഴിയാത്തവർക്കും നിയമസഹായം കിട്ടണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ലീഗൽ എയ്ഡ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു സിസ്റ്റം ഇവിടെ ഫോളോ ചെയ്യുന്നത് എന്തിലാണെന്നാണ്. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റത്തെ ഇപ്പൊ മേലെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഇത്രയും കോംപ്ലക്സ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള, അപ്പൊ അതിനൊരു പേരുണ്ട്. അപ്പൊ അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഡ്വേഴ്സേറിയൽ സിസ്റ്റം, ഓപ്ഷൻ ബി ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റം, ഓപ്ഷൻ സി ഇൻവെസ്റ്റിഗേറ്റീവ് സിസ്റ്റം ആൻഡ് ഓപ്ഷൻ ഡി സിവിൽ ലോ സിസ്റ്റം. ഇതിലേതാണ്? ഋഷികേഷ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഋഷികേഷ് കറക്റ്റ് ആണ്. അഡ്വേഴ്സേറിയൽ സിസ്റ്റം ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ അഡ്വേഴ്സേറിയൽ സിസ്റ്റത്തിലാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉള്ളത്. അതുപോലെ തന്നെ ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റം എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ സിവിൽ ലോ സിസ്റ്റം ഉണ്ട്, കോമൺ ലോ സിസ്റ്റം ഉണ്ട്. ഇതിന്റെ വേറൊരു ഓപ്പോസിറ്റ് ആണ് എന്ത്? കോമൺ ലോ സിസ്റ്റം. ഓക്കെ, കോമൺ ലോ സിസ്റ്റം എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട്, സിവിൽ ലോ സിസ്റ്റം ഉണ്ട്, ഇൻക്വിസിറ്റോറിയൽ സിസ്റ്റം ഉണ്ട്, അഡ്വേഴ്സേറിയൽ സിസ്റ്റം ഉണ്ട്. അപ്പൊ അത് നമ്മുടെ യൂണിറ്റ് 1 ജുഡീഷ്യറി എന്നുള്ള ആ യൂണിറ്റിൽ കയറിയ പേജ് നമ്പർ 4 നിങ്ങൾ കാണാൻ പറ്റും. അഡ്വേഴ്സേറിയൽ മോഡ് ഓഫ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്നുള്ള സംഭവമുണ്ട്. അപ്പൊ എന്താണ് അഡ്വേഴ്സേറിയൽ മോഡൽ ഓഫ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ അഡ്വേഴ്സേറിയൽ സിസ്റ്റം ഓഫ് അഡ്ജുഡിക്കേഷൻ ആണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? ഇൻക്വിസിറ്റോറിയൽ മോഡൽ ആണ് അല്ലെ. സിവിൽ കുറെ കൺട്രീസിലൊക്കെ ഇൻക്വിസിറ്റോറിയൽ ആണ്. ഇന്ത്യയിൽ എന്താണ് ഫോളോ ചെയ്യുന്നത്? അഡ്വേഴ്സേറിയൽ മോഡലാണ് അല്ലെ. അഡ്വേഴ്സേറിയൽ മോഡലിൽ എന്താണ് പ്രത്യേകത? ലോയേഴ്സ് റെപ്രസെന്റ് ദ പാർട്ടി ബിക്കം വൈറ്റൽ, ലോയേഴ്സ് ഓപ്പോസിറ്റ് ദ പാർട്ടി പ്രസന്റ് ദർ കേസ് ബിഫോർ എ ന്യൂട്രൽ ജഡ്ജ്, ഇൻ ടേൺ പ്രൊവൈഡ്സ് എ ഡിസിഷൻ ബേസ്ഡ് ഓൺ മെറിറ്റ് ഓഫ് ദ കേസ് പ്രസന്റ് ബൈ ലോയേഴ്സ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ലോയേഴ്സ്, ഒരു ന്യൂട്രൽ ജഡ്ജ് ഉണ്ടാവും, ആ ജഡ്ജി ലോയേഴ്സ് രണ്ട് ഭാഗത്തും ഇങ്ങനെ കൈ കെട്ടിയിട്ട് നിൽക്കും,
കഴിഞ്ഞിട്ടില്ല, ഫുള്ള് കേട്ടിട്ട് അതിനനുസരിച്ച് ഇപ്പൊ 2 ലോയേഴ്സ് എന്ത് വാദമാണ് പറയുന്നത്, എന്തെല്ലാം തെളിവുകളാണ് നിരത്തുന്നത്, അതൊക്കെ അനലൈസ് ചെയ്തിട്ട് ഒരു വിധി പറയുന്ന ഒരു സിസ്റ്റമാണ് എന്ത് അഡ്വസേറിയൽ സിസ്റ്റം എന്ന് പറയുന്നത്, മോഡൽ ഓഫ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ സിസ്റ്റം അങ്ങനെയാണ് അല്ലെ. ഒരു കോടതിയിൽ നമ്മൾ കേസിന് പോയാൽ വക്കീലന്മാര്, വാദിയെ പ്രതിയുടെ വക്കീലന്മാര് കാര്യങ്ങൾ കേസ് പഠിച്ച് അവരുടെ തെളിവുകൾ ഹാജരാക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ജഡ്ജി അത് കേട്ടിട്ട് എവിടെയാണ് ന്യായം എന്നുള്ളത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി പ്രഖ്യാപിക്കുന്നതാണ് അഡ്വസേറിയൽ മോഡൽ. ഇൻക്വിസിറ്റോറിയൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അവിടെ ജഡ്ജസ് കുറച്ചുകൂടി പ്രൊആക്റ്റീവ് ആയിരിക്കും അല്ലെ, റാദർ ദാൻ ആക്ടിങ് ന്യൂട്രൽ ജഡ്ജ്. അങ്ങനെ വലിയ കമന്റ്സ് ഒന്നും പറയാത്ത നമ്മൾ ഇപ്പോഴുള്ള സിസ്റ്റത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടായിരിക്കും, കുറച്ചുകൂടി ജഡ്ജ് തന്നെ ഒരു അന്വേഷണമൊക്കെ നടക്കാൻ മുൻകൈ എടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അവിടെ റോൾ ഓഫ് റെപ്രസെന്റ് പാർട്ടി ആൻഡ് റോൾ ഓഫ് ജഡ്ജ്. അപ്പൊ അവിടെ ഈ കേസ് വാദിക്കുന്ന അല്ലെങ്കിൽ പ്രതിയുടെ വക്കീലിന്റെ റോളും ജഡ്ജിന്റെ റോളും ക്രൂഷ്യലായി വരുന്ന ഒരു സിസ്റ്റത്തെ തന്നെയാണ് നമ്മൾ ഇൻക്വിസിറ്റോറിയൽ മോഡൽ അല്ലെങ്കിൽ മോഡൽ ഓഫ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ട് എന്നുള്ളത് lawyers correct ആണ്. In adversarial system lawyers is proactive, that's the thing. And in inquisitorial system lawyers as well as the judge also come into the picture and they will also inquire about the case, probe into the case and all. Okay, അപ്പൊ അതാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സിവിൽ ലോ സിസ്റ്റം ഉണ്ട്, കോമൺ ലോ സിസ്റ്റം ഉണ്ട് അല്ലെ. അതിന്റെ ഡിഫറൻസ് നോക്കി വെക്കുക. വാട്ട് ഈസ് സിവിൽ ലോ സിസ്റ്റം, വാട്ട് ഈസ് കോമൺ ലോ സിസ്റ്റം. സിവിൽ ലോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം കോടതിക്കും കുറച്ച് നിയമങ്ങൾ കാര്യങ്ങളൊക്കെ ഓക്കെ. കോമൺ ലോ സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലവിലുള്ള സംഭവമാണ്. അതായത് കോടതിക്കും നിയമങ്ങൾ പാസ്സാക്കാം, അതുപോലെയുള്ള കോടതി വിധികൾ നമുക്ക് നിയമങ്ങളായിട്ട് കൺസിഡർ ചെയ്യാനൊക്കെ പറ്റും. സിവിൽ ലോ സിസ്റ്റം എന്ന് പറയുന്നത് ഒൺലി പാർലമെന്റ് അല്ലെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത റെപ്രസെന്റേറ്റീവ്സിന് മാത്രം നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, കോടതി അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക എന്നുള്ളത്. കോമൺ ലോ സിസ്റ്റം ഇന്ത്യയിലൊക്കെ കോമൺ ലോ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് കോടതിക്കും ഇപ്പൊ PIL പോലെയുള്ള കാര്യങ്ങളിലൊക്കെ കോടതിക്ക് നല്ല ഇടപെടാൻ പറ്റും അല്ലെ, കുറെ നിയമങ്ങൾ പറയാൻ പറ്റും. കോടതി വിധികൾ ഭയങ്കര വാല്യൂ ഉള്ള സാധനമാണ് അല്ലെ, നിയമത്തിന് തുല്യമാണ് കോടതി വിധികൾ എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ചെയ്യാൻ പറ്റും. അതിനാണ് കോമൺ ലോ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് എന്നാണ് സിവിൽ ലോ സിസ്റ്റം. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മള് ഇപ്പൊ ഏകദേശം 30 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ലീഗൽ സ്റ്റഡീസിന്റെ ടെക്സ്റ്റ് ബുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. വളരെ എന്താ പറയുക, നേരെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ രീതിയിൽ തന്നെയാണ് ചോദിക്കുന്നത്. വലിയ ഡിഫറൻസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ആ രീതിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ലീഗൽ സ്റ്റഡീസിന്റെ നിങ്ങൾ ഈ ലീഗൽ സ്റ്റഡീസ് അല്ലെങ്കിൽ LLB ആണ് നിങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ LLB പഠിക്കണം, +2ന്റെ ശേഷം LLB CUT വഴി പഠിക്കണം എന്നുണ്ടെങ്കിൽ ലീഗൽ സ്റ്റഡീസ് എന്നുള്ള പേപ്പർ വളരെ മസ്റ്റ് ആണ്. സോ ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ ലീഗൽ സ്റ്റഡീസ് എന്നുള്ള പേപ്പർ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ എഴുതേണ്ട സെഷൻ 1 ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ ടെസ്റ്റ്. ചില യൂണിവേഴ്സിറ്റീസ് ജനറൽ ടെസ്റ്റ് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പല യൂണിവേഴ്സിറ്റീസും പല ക്രൈറ്റീരിയ പറയുന്നത്. ചിലവർ 3 പേപ്പർ എഴുതുന്ന മറിച്ച് ചിലവർ ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷ് പേപ്പർ മാത്രം എഴുതിയാൽ മതി, ലീഗൽ സ്റ്റഡീസ് എഴുതണ്ടെന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് കോച്ചിങ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊപ്പോയ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആപ്പിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് സാമ്പിൾ ക്ലാസ്സും മോഡൽ നോട്ട്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൊപ്പോയ്സിൽ ജോയിൻ ചെയ്യാം. മറ്റ് സബ്ജക്റ്റുകൾ ഇപ്പൊ നിങ്ങൾ ലീഗൽ സ്റ്റഡീസ് മാത്രമായിരിക്കില്ലല്ലോ, മറ്റ് നിങ്ങളുടെ ഡൊമൈൻ സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റിന്റെ ആയാലും അതിനൊക്കെ ക്ലാസ്സസ് പ്രൊപ്പോയ്സിൽ അവൈലബിൾ ആണ്. ടെസ്റ്റുകളും ടോപ്പിക് ടെസ്റ്റും മോക്ക് ടെസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ പ്രൊപ്പോയ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള തീർച്ചയായിട്ടും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സിന് നമ്പർ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും നമ്പറിൽ കയറി വിളിക്കുക, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. പിന്നെ CUT റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അക്കാഡമിക് കൗൺസിലേഴ്സിനെ വിളിച്ചിട്ട് സംശയങ്ങൾ നിങ്ങൾക്ക് നിവാരണം ചെയ്യാവുന്നതാണ്. അപ്പൊ അടുത്ത സെഷനിൽ ഋഷികേഷ് വിൽ ഡു ദ നെക്സ്റ്റ് സെഷൻ ഇൻ കമ്മിങ് ഡേയ്സ്, not maybe tomorrow, but we'll complete in 2 to 3 days. We'll complete entire legal studies section, I can assure you that. Okay, and അപ്പം അടുത്ത സെഷനിൽ വീണ്ടും കാണാം. ഹലോ എവ്രിവൺ, വെൽക്കം ടു പ്രപ്വൈസിലേക്ക് ഏവർക്കും സ്വാഗതം. ടാർഗറ്റ് CUT 2023യുടെ ഭാഗമായിട്ട് നമ്മുടെ ചാനലിൽ CUT 2022 ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷന്റെ സീരീസ് ഓഫ് ലൈവ് സെഷൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല, ലീഗൽ സ്റ്റഡീസിന്റെ
2022 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 4ാമത്തെ സെഷനാണ്. അതായത് ലീഗൽ സ്റ്റഡീസിന്റെ 50 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതിൽ നമ്മൾ ഓരോ സെഷനിലും 10 വീതം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇന്നത്തെ സെഷനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 40 ക്വസ്റ്റ്യൻ ലീഗൽ സ്റ്റഡീസിലെ പേപ്പറിന്റെ നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സെഷന് ശേഷം ഒരു സെഷനും കൂടി ഉണ്ടാവും ലീഗൽ സ്റ്റഡീസിന്റെ. അതോടുകൂടി 2022 ലീഗൽ സ്റ്റഡീസിൽ വന്നിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ആ ഒരു നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം ആ സെഷൻ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സെഷൻ 5 കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ചാനലിൽ കിട്ടുന്ന എല്ലാ അപ്പം നമ്മുടെ ചാനലിൽ അധികവും ചെയ്യുന്ന CUT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പോൾ അത് മുടങ്ങാതെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ മിസ്സായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബെല്ലൈക്കണം എനാബിൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ 2 വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ജോയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോസും CUT റിലേറ്റഡ് അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ഏത് വർഷമാണോ CUT എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ വർഷത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഈ സെഷൻ കാണുന്നവർക്കായിട്ട് പറയുവാണ്, നമ്മുടെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ മുന്നേ ഉള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സെക്ഷൻ 2 ലീഗൽ സ്റ്റഡീസ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് അതിൽ കാണും. അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകൾ നിങ്ങൾ നോക്കുന്നുണ്ടാവും. ലീഗൽ സ്റ്റഡീസ് മാത്രമായിരിക്കും. സെക്ഷൻ 1 ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ്, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഇങ്ങനെയുള്ള ഒരുവിധം എല്ലാ സബ്ജക്ട്സും നിങ്ങൾ നോക്കുന്ന അതിന്റെ ഒക്കെ വീഡിയോസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും അത് നിങ്ങൾ ഏതെല്ലാം എക്സാമുകളാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് അതിന്റെ എല്ലാം പ്രീവിയസ് ഇയർ 2022 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. പ്രപ്പോയ്സ് ആണ് ഏകദേശം ഇത്ര എക്സ്റ്റെൻസീവ് ആയിട്ട് അല്ലെങ്കിൽ എക്സോസ്റ്റീവ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും സൊല്യൂഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ 2023 എക്സാം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും അതുപോലെ തന്നെ സ്കൂളിലെ ഫ്രണ്ട്സിലോട്ടും ഫാമിലി ഫ്രണ്ട്സിലോട്ടൊക്കെ CUT എഴുതാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരിലേക്കും നമ്മുടെ ചാനൽ എത്തിക്കുക, വീഡിയോസ് എത്തിക്കുക. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. Yeah, Lloyd, welcome to the session. Let's start the session. Okay, Lloyd, are you ready? Okay, the first question is National Law University, Delhi. Okay, NLU Delhi conducts a separate entrance test called. അപ്പോൾ NLU Delhi conduct ചെയ്യുന്ന സെപ്പറേറ്റ് എൻട്രൻസ് ടെസ്റ്റ് അല്ലേ? NLU Delhi എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ്, നിങ്ങൾക്ക് ലോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് NLU Delhi എന്ന് പറയുന്നത്. അപ്പൊ അവര് അതിലേക്ക് അഡ്മിഷൻ കിട്ടണേ അവരൊരു സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് എക്സാം നടത്തിയിട്ടുണ്ട്. ആ എൻട്രൻസ് എക്സാമിന്റെ പേരെന്താണ്? ILT ഇന്ത്യൻ ലോ ടെസ്റ്റ്, CLAT കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്, LSAT ലോ സ്കൂൾ അഡ്മിഷൻ ടെസ്റ്റ് ആൻഡ് ILET ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ്. അപ്പൊ ഇതിലേതാണ് NLU നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹി കണ്ടക്ട് ചെയ്യുന്നത്? ഋഷികേഷ്, ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. വെരി ഗുഡ്. ഓപ്ഷൻ ഡി കറക്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ഡി ILET ആണ്. ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ് ആണ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹി കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം ക്ലാറ്റ് നമ്മൾ ഏറ്റവും കേട്ട് പരിചയമുള്ളതാണ്. ഏകദേശം 22 ലോ സ്കൂളിലേക്ക് അല്ലെങ്കിൽ ലോ യൂണിവേഴ്സിറ്റീസിലേക്ക് നടത്തുന്ന ഒരു എക്സാം ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സാം ആണ് ക്ലാറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ LSAT, അതുപോലെ തന്നെ ILT ഇന്ത്യൻ ലോ ടെസ്റ്റ് പോലെയുള്ള മറ്റ് ടെസ്റ്റുകളുണ്ട്. മറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഒക്കെ ഈ പറയപ്പെടുന്ന LSAT വഴി ആണ് നടത്തുന്നത്. ആൻഡ് ILET അതായത് ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നതൊക്കെ എവിടേക്ക് അഡ്മിഷൻ കിട്ടാനാണ്? നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹി. അവിടെ സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. അപ്പം അവിടെ ILET ആണ്. അപ്പൊ ഇത് അങ്ങനെ ജനറൽ ക്വസ്റ്റ്യൻ ഒന്നല്ല. നമ്മുടെ യൂണിറ്റ് 5 ലീഗൽ പ്രൊഫഷൻ ഇൻ ഇന്ത്യ എന്നുള്ള ലീഗൽ സ്റ്റഡീസിലെ യൂണിറ്റ് 5 ലീഗൽ എഡ്യൂക്കേഷൻ എന്നുള്ള ടോപ്പിക്കിൽ ഇവിടെ പറയുന്നുണ്ട് ILET AILET ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ്. അതായത് നാഷണൽ ലോ സ്കൂൾ ഓഫ് ഡൽഹി കണ്ടക്ട്സ് എ സെപ്പറേറ്റ് എൻട്രൻസ് ടെസ്റ്റ് കോൾഡ് ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ്. പിന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ലോ സ്കൂൾ ഓഫ് അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലാറ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള പല എൻട്രൻസ് എക്സാമുകളുണ്ട്. അതിന്റെ കൂടെയുള്ള മറ്റൊന്നാണ് CUET എക്സാം അല്ലെ? CUET വഴിയും നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലെ അതായത് ലോ യൂണിവേഴ്സിറ്റീസ് അല്ലാതെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ലോ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട എക്സാം ഏതാണ്? CUET ആണ് അല്ലെ? അപ്പൊ ഇതെല്ലാം നോക്കി വെക്കുക. പേജ് നമ്പർ 153 ഇവിടെ ലോ എഡ്യൂക്കേഷൻ ഇന്ത്യ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് വന്ന ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ റൈറ്റ് ടു ആക്സസ് to justice is sine qua non for social justice. It can be inferred from the above.
സോ റൈറ്റ് ടു ആക്സസ് ടു ജസ്റ്റിസ്, എ റൈറ്റ് ടു ആക്സസ് ടു ജസ്റ്റിസ് സൈന ക്വാ നോൺ. സൈന ക്വാ നോൺ എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ എന്നാണ് അതിന്റെ മീനിങ്. ആ വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് എസെൻഷ്യൽ എന്നാണ്, നെസസറി എന്നാണ്. അപ്പം സോഷ്യൽ ജസ്റ്റിസിന് നെസസറി ആയിട്ടുള്ള ഒരു സംഭവമാണ് റൈറ്റ് ടു ആക്സസ് ടു ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എന്താണ്? റൈറ്റ് ടു ലീഗൽ എയ്ഡ് സ്റ്റാൻഡ് ഫസ്റ്റ് ഇൻ ദ സ്പെഷി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഓപ്ഷൻ ബി റൈറ്റ് ടു സോഷ്യൽ ജസ്റ്റിസ് സ്റ്റാൻഡ്സ് ഫസ്റ്റ് ഇൻ ദ സ്പെഷി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. Option C, right to legal aid can be provided after eliminating social inequality. And option D, right to legal aid can be provided after providing social justice. ഏതാണ്? കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്, പക്ഷെ ഇവിടെ നോക്കാം. റൈറ്റ് ടു ലീഗൽ എയ്ഡ് ക്യാൻ ബി പ്രൊവൈഡ് ആഫ്റ്റർ പ്രൊവൈഡിങ് സോഷ്യൽ ജസ്റ്റിസ്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ അത്ര പന്തിയല്ല അല്ലെ, കാരണം സോഷ്യൽ ജസ്റ്റിസ് കൊടുത്തതിന്റെ ശേഷം നമുക്ക് ലീഗൽ എയ്ഡ് കൊടുത്താൽ മതിയോ? അതുപോലെ തന്നെ ഓപ്ഷൻ സി നോക്കൂ, റൈറ്റ് ടു ലീഗൽ ക്യാൻ ബി ആഫ്റ്റർ എലിമിനേറ്റ് സോഷ്യൽ ഇൻഇക്വാലിറ്റി ഒക്കെ എലിമിനേറ്റ് ചെയ്തതിന്റെ ശേഷം റൈറ്റ് ടു ലീഗൽ എയ്ഡ് കൊടുത്താൽ മതി എന്ന് പറയുന്നതും അത്ര ഒരു സെൻസ് ഉണ്ടാക്കുന്ന ഒരു 2 ഓപ്ഷൻസ് അല്ല. അപ്പൊ അത് നമുക്ക് കളയാം. ഓക്കെ, ദെൻ ഓപ്ഷൻ എ ആൻഡ് ബി ഉണ്ട്. ഋഷികേഷ് ഓപ്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് ലുക്ക് അറ്റ് the option B. Right to social justice stand first in the specie of human rights. Here the problem is that they are asking for the question which demands for what? Legal aid. It is surrounding over the legal aid aspect. So here the answer would be option A. Answer A ആണ് വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ടു ലീഗൽ എയ്ഡ് സ്റ്റാൻഡ്സ് ഫസ്റ്റ് ഇൻ ദ സ്പെഷി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് റൈറ്റ് ടു ആക്സസ് ജസ്റ്റിസ് ഈ സൈന ക്വാ നോൺ ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള ആ ഒരു എക്സ്പ്രഷനോട് നമ്മൾ ഏറ്റവും യോജിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. അപ്പൊ അതിനെ നമുക്ക് നോക്കാം. യൂണിറ്റ് 6 ലീഗൽ സർവീസിൽ 185 പേജ് നമ്പർ എടുക്കുക. 185. ഓക്കെ, യൂണിറ്റ് 6 ലീഗൽ സർവീസസിൽ ഇപ്പൊ ഇവിടെ കൊടുക്കുന്നുണ്ട് റൈറ്റ് ടു ആക്സസ് ടു ജസ്റ്റിസ് ഈ സൈൻ കോ നോൺ ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഉണ്ട്. ഹെൻസ് ഇറ്റ് വിൽ നോട്ട് ബി ഇൻകറക്റ്റ് ടു സേ ദാറ്റ് റൈറ്റ് ടു ലീഗൽ എയ്ഡ് സ്റ്റാൻഡ് ഫസ്റ്റ് ഇൻ ദ സ്പെഷി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. സോ റൈറ്റ് ടു ലീഗൽ എയ്ഡ് സ്റ്റാൻഡ്സ് ഫസ്റ്റ് ഇൻ ദ സ്പെഷി ഓഫ് ഹ്യൂമൻ. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സിന്റെ ആ ലിസ്റ്റിൽ എടുക്കുവാണെങ്കിൽ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ഹ്യൂമൻ റൈറ്റ്സിൽ നോക്കുവാണെങ്കിൽ അതിൽ ഫസ്റ്റ് വരുന്ന ഒന്നെന്താണ്? റൈറ്റ് ടു ലീഗൽ എയ്ഡ് എന്നുള്ളത് അതിന്റെ ഫസ്റ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു സംഭവം തന്നെയാണ് എന്നുള്ളത് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഹെൻസ് ദ ഓപ്ഷൻ ഹിയർ, ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ. റൈറ്റ് ടു ലീഗൽ എയ്ഡ് സ്റ്റാൻഡ്സ് ഫസ്റ്റ് ഇൻ ദ സ്പെഷി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. യാ അഭിനവ്, ഗുഡ് ഈവനിങ്, വെൽക്കം ടു സെഷൻ അഭിനവ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരും കേട്ടോ. നോക്കുക, അപ്പൊ ഇതിന്റെ യൂണിറ്റ് 6 ലീഗൽ സർവീസ് എന്നുള്ള ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് യു ക്യാൻ റെഫർ ഓൺ പേജ് നമ്പർ 185. അവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. An advocate can be designated as a senior advocate by which court? ഓക്കെ, സീനിയർ അഡ്വക്കേറ്റ് എന്നുള്ള ഒരു പദവി ആരാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഒരു അഡ്വക്കേറ്റിന്? സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട്? സുപ്രീം കോർട്ട് ഓൺലി, ഹൈക്കോർട്ട് ഓർ ഡിസ്ട്രിക്ട് കോർട്ട്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഒരു സീനിയർ അഡ്വക്കേറ്റ് എന്നുള്ള ഒരു പദവി കൺഫർ ചെയ്യുന്നത്, ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഏത് കോർട്ടാണ് അല്ലെങ്കിൽ ഏത് കോടതികളാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഏതാണ്? പെട്ടെന്ന് പറഞ്ഞോളൂ. ഋഷികേഷ് ആൻഡ് അഭിനവ്, എനി ഗസ് ചെയ്യാനൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. അത്യാവശ്യമൊക്കെ നിങ്ങൾ പത്രം വായിക്കുന്നതായിരിക്കും അല്ലേ? അപ്പൊ അതിലൊക്കെ വരാറുണ്ട് സീനിയർ അഡ്വക്കേറ്റ് ഇങ്ങനെ പറഞ്ഞു ഇന്ന കോടതിയിൽ എന്നൊക്കെ നമുക്ക് സ്ഥിരം നമ്മൾ കേൾക്കുന്നതാണ്. അപ്പൊ ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക? സിമ്പിൾ ചോദ്യം അല്ലേ? എന്തായാലും ഹൈക്കോർട്ടോ ഡിസ്ട്രിക്ട് കോർട്ട് എന്നുള്ള ഓപ്ഷൻ ഇവിടെ വരില്ല. കാരണം അത് താഴെയുള്ള കോർട്ട്. ഡിസ്ട്രിക്ട് കോർട്ട് ഒന്നും ഒരിക്കലും ഒരു അഡ്വക്കേറ്റിന് സീനിയർ അഡ്വക്കേറ്റ് എന്നുള്ള ഡെസിഗ്നേറ്റ് ചെയ്യാനുള്ള പവർ ഇല്ല. പക്ഷേ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് ആണ് സീനിയർ അഡ്വക്കേറ്റ് എന്നുള്ള ഡെസിഗ്നേറ്റ്, ഒരു അഡ്വക്കേറ്റിന് ഡെസിഗ്നേറ്റ്. അപ്പൊ ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് നമ്മൾ പറയുന്നുണ്ട്, സുപ്രീം കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ SC മാത്രമുള്ള ഒരു അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, ഏതാണത്? AOR, അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്സ്. സുപ്രീം കോടതിയിൽ മാത്രമേ ഉള്ളൂ. ലോഡ്ജ് കറക്റ്റ് ആണ്, ഓപ്ഷൻ എ. ഋഷികേഷ് കറക്റ്റ്. സുപ്രീം കോടതിയിൽ മാത്രമുള്ള അഡ്വക്കേറ്റ് ഏതാണ്? AOR ആണ് അല്ലെ, അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. മറ്റ് സീനിയർ അഡ്വക്കേറ്റ് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഡെസിഗ്നേറ്റ് ചെയ്യാം. അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ലോക് അദാലത്ത് വെൻ ട്രൈങ് എ സ്യൂട്ട് ഹാസ് ദ സെയിം പവർ ആസ് ആർ വിസിറ്റഡ് ഇൻ. ഓക്കെ, അപ്പൊ ലോക് അദാലത്ത്
ലോക അദാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതൊരു കേസ് അല്ലെങ്കിൽ ഒരു സ്യൂട്ട് അത് വിചാരണ ചെയ്യുവാണെങ്കിൽ അതിന് സെയിം പവർ ആണ് എന്തിന്റെ? സിവിൽ കോർട്ട്, ക്രിമിനൽ കോർട്ട്, സി ട്രിബ്യൂണൽ ആൻഡ് ഡി മീഡിയേഷൻ സെന്റർ. അപ്പൊ ഈ താഴെ പറയപ്പെട്ട 4 ഓപ്ഷനിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പവർ ആണ് ലോക അദാലത്ത് കേസ് വാദിക്കുമ്പോൾ അല്ലെങ്കിൽ കേസ് പരിഗണിക്കുമ്പോൾ അതിന്റെ പവർ ഏത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പവർ ആയിരിക്കും? ക്രിമിനൽ കോർട്ടിന്റെ പവർ ആയിരിക്കോ, സിവിൽ കോർട്ടിന്റെ പവർ ആയിരിക്കോ, അല്ലെങ്കിൽ ട്രിബ്യൂണലിന്റെ പവർ ആണോ, അല്ലെങ്കിൽ മീഡിയേഷൻ സെന്ററിന്റെ പവർ ആണോ? ലോഡ്ജ് ഓപ്ഷൻ ബി, യു സെഡ് ഓപ്ഷൻ ബി റൈറ്റ്? യെസ്, കറക്റ്റ്, ഓപ്ഷൻ ബി, സിവിൽ കോർട്ടിന്റെ പവർ ആണ് അവിടെ വരിക. ഓക്കെ, ലോക അദാലത്ത് കേസ് പരിഗണിക്കുമ്പോൾ അവിടെ സിവിൽ കോർട്ട് പവർ ആണ് വരിക. ഞാൻ വീണ്ടും പറയുന്നു, ടെക്സ്റ്റ് ബുക്ക് ലീഗൽ സ്റ്റഡീസ് എന്നുള്ള NCERT ടെക്സ്റ്റ് ബുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം ഇതിൽ ചോദിച്ചിട്ടുള്ള ഒട്ടുമിക്ക ചോദ്യം, ഒരു 80 to 90% ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത ചോദ്യമാണ്. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് വളരെ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ വായിക്കണം, എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റൂ. കാരണം ടെക്സ്റ്റ് ബുക്കിലെല്ലാം അത്രയും കണ്ടന്റ് റിച്ച് ആണ്. അപ്പൊ അതുകൊണ്ട് യൂണിറ്റ് 6 എടുക്കുക, ലീഗൽ സർവീസ് എന്നുള്ള യൂണിറ്റ് 6 പേജ് നമ്പർ 183 പവേഴ്സ് ഓഫ് ലോക അദാലത്തിൽ പറയുന്നുണ്ട്. ലോക അദാലത്ത് ഷാൾ for the purpose of holding any determination under this act, same powers as vested in civil court under Code of Civil Procedure CPC 1908. അപ്പൊ അതിന് ഭാഗമായിട്ട് സിവിൽ കോർട്ടിന്റെ പവർ ആണ് ലോക അദാലത്തിനുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? ഐഡന്റിഫൈ ദ ക്രൈം വിച്ച് വുഡ് നോട്ട് ഫാൾ വിത്തിൻ ദ ജൂറിഡിക്ഷൻ ഓഫ് ദ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ICC. ഓക്കെ, ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് UN ഓർഗന്റെ ഒരു ഭാഗമാണ് അല്ലെ, UNന്റെ ഒരു ഭാഗമാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വുഡ് നോട്ട് ഫാൾ ജൂറിഡിക്ഷനിൽ വരാത്ത ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ. ഏതെല്ലാമാണ്? ഓപ്ഷൻ എ എന്താണ്? ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി. ഓപ്ഷൻ ബി ഇന്റർനാഷണൽ പൈറസി, ഓപ്ഷൻ സി ജനസൈഡ് ആൻഡ് ഓപ്ഷൻ ഡി ക്രൈം ഓഫ് അഗ്രഷൻ. പക്ഷെ ഇതിലൊരു ഓപ്ഷൻ ഇതിന്റെ ജൂറിഡിക്ഷന്റെ അണ്ടറിൽ വരുന്നില്ല. നോട്ട് ഫാൾ വിത്തിൻ ദ ജൂറിഡിക്ഷൻ ഓഫ് ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. വിച്ച് ഈസ് ദാറ്റ് ഓപ്ഷൻ, അല്ലെങ്കിൽ വിച്ച് ഈസ് ദാറ്റ് ഏരിയ വിച്ച് doesn't come under the jurisdiction of International Criminal Court? Simple ആണ്. Lord Rishikesh, correct ആണ് ഓപ്ഷൻ C, genocide. No, it's not genocide. Sorry, it is international piracy. sorry Rishikesh, I just thought that it's option C. It's not option C, it's option B. I'll show you in which part of the textbook this question is asked. So option B ആണ് എന്ത് ജൂറിഡിക്ഷനിൽ വരാത്ത, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ അണ്ടറിൽ വരാത്തത്. അപ്പൊ അതെവിടെയാണ് പറയുന്നത്? യൂണിറ്റ് 7 എടുക്കുക, ഇന്റർനാഷണൽ കോണ്ടസ്റ്റ് എന്നുള്ള ചാപ്റ്ററിൽ യൂണിറ്റ് 7 ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്നുള്ള ടോപ്പിക് ഉണ്ട്. അപ്പൊ ഒരു ട്രിബ്യൂണൽ സെറ്റപ്പ് ആണ്. റോം സ്റ്റാറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ടാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് റോം സ്റ്റാറ്റ്യൂട്ട്. ഈ 2002 ഇത് വരുന്നത്. ഓക്കെ, വിത്ത് ദ പർപ്പസ് ഓഫ് പ്രോസിക്യൂട്ടിംഗ് ക്രിമിനൽസ് ഫോർ 4 മേജർ ക്രൈംസ്. ഏതെല്ലാം? ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി, ജനസൈഡ്, വാർ ക്രൈംസ്, ക്രൈം ഓഫ് അഗ്രഷൻ. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്? ICCയുടെ അണ്ടറിൽ വരുന്നത്. എന്താണ്? ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി ഉണ്ട്, ജനസൈഡ് ഉണ്ട്, വാർ ക്രൈംസ് ഉണ്ട്, ക്രൈംസ് ഓഫ് അഗ്രഷൻ. പേജ് നമ്പർ 201 എടുത്താൽ മതി, കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഇന്റർനാഷണൽ പൈറസി എന്ന് പറയുന്നത് ഇതിന്റെ അണ്ടറിൽ വരുന്നതല്ല. ബാക്കി മൂന്നും ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി, ജനസൈഡ്, വാർ ക്രൈംസ്, ക്രൈം ഓഫ് അഗ്രഷൻ ഒക്കെ ICCയുടെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ നോക്കു വെക്കുക, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിൽ പോവാം. ഓക്കെ, വാട്ട്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? സ്റ്റേറ്റ് ഷാൾ പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ. ഓക്കെ, സ്റ്റേറ്റ് ഷാൾ പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഓഫ് ദ ഏജ് ഓഫ്, ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്? സിമ്പിൾ ആയിട്ട് ചോദ്യം അല്ലെ. 5 to 15, 6 to 14, 4 to 17, 8 to 14. ഏതാണ്? വെരി സിമ്പിൾ, പെട്ടെന്ന് പറഞ്ഞോളൂ. ഏത്? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21A. ഇറ്റ്സ് എ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലെ. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നുള്ളത് ഇന്ന വയസ്സ് മുതൽ ഇന്ന വയസ്സ് വരെ എന്നുള്ളത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഫ്രം ദിസ് ഏജ് ടു ദാറ്റ് ഏജ്. ഏതാണ് ഏജ്? ഓപ്ഷൻ ബി 6 to 14. വെരി ഗുഡ്, 6 to 14 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ,
അപ്പം നേരത്തെ ഞാനിവിടെ ICCയുടെ കുറിച്ച് പറഞ്ഞപ്പം ഇത് UN-ന്റെ ഭാഗം എന്ന് പറഞ്ഞു. UN-ന്റെ ഭാഗമായിട്ടുള്ള എന്താണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ICJ ആണ് കേട്ടോ UN-ന്റെ ഭാഗം വരുന്നത്. UN-ന്റെ ഭാഗം വരുന്നത് ICJ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് അതിൽ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തായിരുന്നു. അപ്പം ഇതൊരിക്കലും UN-ന്റെ ഭാഗമല്ല, ഇറ്റ്സ് പാർട്ട് ഓഫ് റോം സ്റ്റാറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ടാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വരുന്നത്. UN-ന്റെ ഭാഗം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ് കേട്ടോ, സോറി ഞാൻ മാറി പറഞ്ഞതാണ്. ഇറ്റ്സ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ് UN-ന്റെ ഓർഗൻ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ UN-ന്റെ പാർട്ടായി വരുന്നത്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്നുള്ള റോം സ്റ്റാറ്റ്യൂട്ട് 2002 റോം സ്റ്റാറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് വന്ന സംഭവമാണ്. അപ്പൊ അന്ന് നിങ്ങളൊന്ന് മാറ്റി അതൊന്ന് രജിസ്റ്റർ ചെയ്യുക. കാരണം ചിലപ്പോൾ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ആ ഉത്തരത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇവിടെ വന്നത്. ഓക്കെ, അത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ് UN-ന്റെ പാർട്ട്. ICC എന്ന് പറയുന്ന ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് റോം സ്റ്റാറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് 2002 വന്നിട്ടുള്ള വേറൊരു ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ ഒരു കോർട്ടാണ്. ഓക്കെ, അപ്പൊ അത് യൂണിറ്റ് 4 ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ റൈറ്റ് ടു എഡ്യൂക്കേഷൻ പറഞ്ഞിട്ട് 21A സ്റ്റേറ്റ് ഷാൽ പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഓഫ് ദ ഏജ് ഓഫ് 6 to 14 years എന്ന് പറയുന്നുണ്ട്. ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബിറ്റ്വീൻ 6 to 14 years ഒബ്ലിഗേറ്റ് സ്റ്റേറ്റ് ടു ഇംപ്ലിമെന്റ് ദിസ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അല്ലെ. അടുത്ത ലോക് അദാലത്ത് ആസ് എ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് മെക്കാനിസം ഈസ് പ്രൊവൈഡഡ് ഇൻ. അപ്പോൾ ലോക് അദാലത്ത് എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് മെക്കാനിസം ഏത് ലോന്റെ അണ്ടറിലാണ് വന്നിട്ടുള്ളത്, ഏത് ലോന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്? അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി വാലിഡേഷൻ എന്താണ്? നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട്, the Lokpal and Lokaयुक्त Act of 2013, Arbitration Act of 1996, Civil Procedure Code of 1908. ഇതിലാണ് വരുന്നത്. ഏത് ആക്ടിന്റെ ഭാഗമായിട്ടാണ് ലോക് അദാലത്ത് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് മെക്കാനിസം, ലോക് അദാലത്ത് വന്നിട്ടുള്ളത് ഏത് ആക്ടിന്റെ ഭാഗമായിട്ടാണ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഏതാണ്? ഏത് ആക്ടിന്റെ ഭാഗമായിട്ടാണ്? ഇറ്റ്സ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് 1987 ഭാഗമായിട്ടാണ് ലോക് അദാലത്ത് എന്നുള്ള ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് മെക്കാനിസം നിലവിൽ വന്നത്. അപ്പൊ അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അപ്പൊ നോക്കുക. യു ഷുഡ് റെഫർ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് ആൻഡ് ഇറ്റ്സ് പ്രൊവിഷൻ ആൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് കെയിം ആസ് പാർട്ട് ഓഫ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് 1987. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത വിച്ച് among the following is a victim oriented theory of punishment under the objective of criminal law? ഇതിലേതാണ്? ഋഷികേഷ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നുണ്ട്. വിച്ച് ക്വസ്റ്റ്യൻ ആർ യു ഡിസ്കസിംഗ്? ലൈക്ക് ഋഷികേഷ്, കുഡ് യു പ്ലീസ് സേ? ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. The National Legal Service Authorities Act of 1987, Lok Adalat, came into being after, like as part of National Legal Service Authority Act. അതിന്റെ ഭാഗമായിട്ടാണ് ലോക് അദാലത്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഈ അടുത്ത ചോദ്യം, വിച്ച് among the following is a victim oriented theory of punishment അല്ലെ അണ്ടർ ദ ഒബ്ജക്റ്റീവ് ഓഫ് ക്രിമിനൽ ലോ? അപ്പൊ ക്രിമിനൽ ലോന്റെ അണ്ടറിൽ വിക്ടിം ഓറിയന്റഡ് ആയിട്ടല്ല, അതായത് ഒരു ഇര അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഒരാളെ കൊല്ലുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം ആ ഉപദ്രവിക്കപ്പെട്ട ആളെന്നാണ് വിക്ടിമാണ്. അപ്പൊ ആ വിക്ടിം ഓറിയന്റഡ് ആയിട്ടുള്ള തിയറി ഓഫ് പണിഷ്മെന്റ് ഏത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്രിമിനൽ ലോന്റെ അണ്ടറിൽ വരുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റീഹാബിലിറ്റേഷൻ ഉണ്ട്, റെസ്റ്റോറേഷൻ ഉണ്ട്, റിട്രിബ്യൂഷൻ ഉണ്ട്, ആൻഡ് ഡിറ്ററൻസ് ഉണ്ട്. ഇതിലേതാണ് വരിക? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ എന്താണ് റീഹാബിലിറ്റേഷൻ? ഇപ്പൊ നമുക്ക് തിയറി ഓഫ് പണിഷ്മെന്റ് അറിയണം അതിന് മുന്നായിട്ട്. അപ്പൊ പല തിയറി ഓഫ് പണിഷ്മെന്റ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിൽ വിക്ടിം ഓറിയന്റഡ് ആയിട്ടുള്ള തിയറി ഓഫ് പണിഷ്മെന്റ് ഏതാണ് വരുന്നത്? ഇറ്റ്സ് റിട്രിബ്യൂഷൻ. റിട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മളൊരു എക്സ്പ്രഷൻ ഇല്ലേ, an eye for an eye, tit for tat അല്ലെ, പകരത്തിന് പകരം, അല്ലെങ്കിൽ an eye for an eye എന്നുള്ള മഹാത്മാഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലേ, അതുപോലെയുള്ള ഒരു എന്താണ്, an eye for an eye turns entire world into blind എന്നുള്ള സംഭവം ഉണ്ടല്ലോ അല്ലെ. അപ്പൊ നമ്മള് ഒരു കണ്ണ് എടുക്കുന്നതിന് പകരം ഒരു കണ്ണെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ മൊത്തം ലോകം തന്നെ ഇരുട്ടിലാവും എന്നുള്ള ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ എന്താണ് ഉള്ള പണിഷ്മെന്റിന് നമുക്ക് റിട്രിബ്യൂഷൻ എന്ന് പറയാം അല്ലെ. an eye for an eye, tit for tat, പകരത്തിന് പകരമായിട്ട് അല്ലെ വിക്ടിം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ ഒബ്ജക്റ്റീവിന് അല്ലെങ്കിൽ ക്രിമിനൽ ലോ പണിഷ്മെന്റിന് നമുക്ക് റിട്രിബ്യൂഷൻ തിയറി ഓഫ് പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ പറയാം. It's okay man, it's okay Rishikesh. Anyway, just go through the legal studies. NCET textbook is very important. If you have gone through that textbook, you can score higher marks in CUET exam. Okay, I can assure you that. Okay, anyway, ഇത് നോക്കൂ, 5 theories of punishment ഉണ്ട്. ഏതെല്ലാമാണ്?
ഡിറ്ററന്റ് തിയറി ഉണ്ട്, റിട്രിബ്യൂട്ടീവ് തിയറി ഉണ്ട്, പ്രിവെന്റീവ് തിയറി ഉണ്ട്, റിഫോർമേറ്റീവ് തിയറി ഉണ്ട്, സോഷ്യലിസ്റ്റിക് തിയറി ഉണ്ട്. അപ്പം നിങ്ങൾ റെഫർ ചെയ്യുക ഇതെല്ലാം എന്തെല്ലാം ആണ് എന്നുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഡിറ്ററന്റ് തിയറി എന്ന് പറയുന്നത് ഇപ്പൊ പണിഷ്മെന്റ് എടുക്കുക. അപ്പൊ നമുക്ക് പല രീതിയിൽ പണിഷ് ചെയ്യാം. അല്ല, ഒരാൾ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ പല തിയറീസ് വെച്ചിട്ട് അയാളെ പണിഷ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അപ്പൊ 5 തിയറി ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ഡിറ്ററന്റ് തിയറി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു നല്ല ഒരു ഹെവി പണിഷ്മെന്റ് കൊടുക്കുന്നു, എന്നിട്ട് അതൊരു എക്സാമ്പിൾ ആക്കിയിട്ട് ആരും ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ അതാ ഇതുപോലെയുള്ള പണിഷ്മെന്റ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനാണ് ഡിറ്ററന്റ് തിയറി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഡിറ്ററൻസ് എന്നുള്ള വാക്കൊക്കെ ഉണ്ടല്ലോ, നമ്മളൊരു എന്താ പറയാ, അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെക്ക് ചെയ്യുന്ന സംഭവം, അതിനാണ് ഡിറ്ററന്റ് തിയറി എന്ന് പറയാം. അപ്പം ഒരു വധശിക്ഷ ഒരാൾക്ക് കൊടുത്തിട്ട് ഈ ശിക്ഷക്ക് ഇതാണ് എക്സാമ്പിൾ, അതുകൊണ്ട് ആരും ചെയ്യരുത്, നിങ്ങൾക്ക് ഇത് കിട്ടും, നിങ്ങൾ ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ ആരെയും കൊല്ലുവാണെങ്കിൽ വധശിക്ഷയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ള രീതിയിൽ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നതിന് ഡിറ്ററന്റ് തിയറി എന്ന് പറയും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ റിട്രിബ്യൂട്ടീവ് തിയറി എന്ന് പറയുന്നത് നമ്മുടെ ആൻഷ്യൻ ടൈംസിലൊക്കെ ഉള്ളതാണ്. അപ്പം ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെയും അതുപോലെ തലവെട്ടി കളയെ, അതുപോലെയുള്ള പ്രാകൃതമായിട്ടുള്ള ഇതിന് അങ്ങനെയാണ് പറയുന്നത്, ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു ശിക്ഷ രീതിയാണ് റിട്രിബ്യൂട്ടീവ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ റിട്രിബ്യൂട്ടീവ് സോഷ്യൽ ജസ്റ്റിസ് അങ്ങനെയുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ എന്താണ്, കണ്ണിന് കണ്ണ് എന്നുള്ള രീതിയിൽ തന്നെ പണിഷ്മെന്റ് കൊടുക്കുന്നത് റിട്രിബ്യൂട്ടീവ് തിയറി എന്ന് പറയുന്നത്. പിന്നെ പ്രിവെന്റീവ് തിയറി ഉണ്ട്. അത് കുറച്ചും കൂടി എന്താ പറയാ, നമ്മളിപ്പോ ഒരാളെ ഒരു കൊലപാതകയെ നമ്മൾ ജയിലിലാക്കുന്നു, ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുക്കുന്നു, ജീവപര്യന്തം ശിക്ഷയൊക്കെ വിധിക്കുന്നു, അദ്ദേഹത്തിനെ പ്രിവെന്റ് ചെയ്യാണ് അല്ലെ, ഒരു അടുത്തൊരു ക്രൈം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ പ്രിവെന്റ് ചെയ്യുന്നതിന് പ്രിവെന്റീവ് തിയറി എന്ന് പറയും. പിന്നെ റിഫോർമേറ്റീവ് തിയറി ഉണ്ട്. അത് നമുക്കറിയാം, റിഫോർമേഷൻ കാര്യങ്ങളും ഒരു ക്രിമിനലിനെ അദ്ദേഹത്തിന് ഒന്ന് റീഹാബിലിറ്റ് ചെയ്യാനും റിഫോർമേറ്റ് ചെയ്യാനുള്ള രീതിയിൽ ചെറിയ ശിക്ഷകളൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തെ ആ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കുക, ഇങ്ങനെയുള്ള സംഭവം. അതുപോലെ തന്നെ മറ്റൊരു കൺസെപ്റ്റാണ് സോഷ്യലിസ്റ്റ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 5 തിയറി ഓഫ് പണിഷ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നോക്കി വെക്കാം. ദ ഒറിജിനൽ ജുഡീഷ്യൽ ഓഫ് സുപ്രീം കോർട്ട് ഈസ്, അടുത്ത ചോദ്യമാണ്, ദ ഒറിജിനൽ ജുഡീഷ്യൽ ഓഫ് സുപ്രീം കോർട്ട് ഈസ് ഗ്രാൻഡഡ് അണ്ടർ ഡാഷ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏത് ആർട്ടിക്കിളാണ്? 130, 32, 131, 141 ഏത് ആർട്ടിക്കിളിന്റെ അണ്ടറിലാണ് ഒറിജിനൽ ജുഡീഷ്യൽ ഓഫ് സുപ്രീം കോർട്ട് എന്നുള്ള സംഭവം വരുന്നത്? ഏത് ആർട്ടിക്കിൾ അണ്ടറിലാണ്? എന്താണ് ഒറിജിനൽ ജുഡീഷ്യൽ എന്നുള്ള ആദ്യം നിങ്ങൾക്കറിയാം. +1 നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആറ്റ് വർക്ക് ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് +1 നിങ്ങൾ ഒറിജിനൽ ജുഡീഷ്യൻ പഠിച്ചിട്ടുണ്ടാവും, അപ്പലേറ്റ് ജുഡീഷ്യൻ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. പിന്നെ എന്തെല്ലാമാണ്, അഡ്വൈസറി ജുഡീഷ്യൻ, ഇങ്ങനെയുള്ള ഒരുപാട് ജുഡീഷ്യൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് എന്ത്, ഒറിജിനൽ ജുഡീഷ്യൻ എന്ന് പറയുന്നത്. ഒറിജിനൽ ജുഡീഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു കേസ് സുപ്രീം കോടതിയുടെ മുന്നിൽ വരുവാണ്, അല്ലെങ്കിൽ ഒരു കേസ് ഉണ്ട്, അതിൽ ഫെഡറൽ നാച്ചുറൽ കേസാണ്, അതായത് സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ സ്റ്റേറ്റുകളും സെൻട്രലും തമ്മിലുള്ള പ്രശ്നം, ഇങ്ങനെയുള്ള ഫെഡറൽ നാച്ചുറൽ ആയിട്ടുള്ള കേസുകളൊക്കെ ആദ്യമായി കേൾക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്കാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസ് വരികയാണെങ്കിൽ ആ കേസ് ആദ്യം പോയവിടേക്കാണ്, സുപ്രീം കോടതിയിലോട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള കേസസിനൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു അധികാരത്തെയാണ്, അതായത് ഇതുപോലെയുള്ള ഫെഡറൽ നാച്ചർ, അതായത് സെൻട്രൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ തമ്മിലുള്ള പ്രശ്നം, ഇങ്ങനെയുള്ള ഫെഡറൽ നാച്ചറിനെ ബാധിക്കുന്ന കേസുകളൊക്കെ ആദ്യമായിട്ട് കേൾക്കാനുള്ള അധികാരത്തെ, സുപ്രീം കോടതിക്കുള്ള അധികാരത്തെയാണ് നമ്മൾ ഒറിജിനൽ ജുഡീഷ്യൽ എന്ന് പറയാം. അപ്പൊ ഇതിലേതാണ് ലോഡ്ജ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നുണ്ട്. നോ, ഇറ്റ്സ് 131. ഋഷികേഷ്, ഒറിജിനൽ ജുഡീഷ്യൻ ഈസ് 131. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഒറിജിനൽ ജുഡീഷ്യൻ 131 ആണ് വരുന്നത്. ആൻഡ് യു ആസ്ക്ഡ് അപ്പലേറ്റ് ജുറിഡിക്ഷൻ, റൈറ്റ്? Appellate jurisdiction of Supreme Court. Okay, so the appellate jurisdiction is 132. 132 on appellate jurisdiction, and original jurisdiction is 131. Okay, anyway, it's Rishikesh just cross check. Its original jurisdiction discussed in 131. Okay, 141 like we can check 141 article. No, the article 141 says that the judgment or the laws or law declared by Supreme Court is binding over all over the country, അല്ലെങ്കിൽ all over the courts within the territory of India എന്നുള്ളതാണ് 141 പറയുന്നത്. Okay, so 141 says that the law declared by Supreme Court is binding over all over the courts in India. അപ്പോൾ ഒരു ആർട്ടിക്കിൾ 141 എന്നുള്ള സ്പെസിഫിക് ആയിട്ട് ചാറ്റ് ബോക്സ് വന്നുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. 141 പറയുന്നത് സുപ്രീം കോടതി ലോ ബൈൻഡിങ് ഓൺ ആൾ കോർട്സ് ഇൻ
ഇന്ത്യ. അപ്പൊ സുപ്രീം കോടതിയുടെ ഇത് ബൈൻഡിങ് ആണ് എന്നാണ് 141 പറയുന്നത്. ഓക്കെ ഋഷികേഷ്, ജസ്റ്റ് ചെക്ക് the answer. Its original jurisdiction comes under Article 131 and 141 is that the law declared by the Supreme Court is binding over all of the courts within the territory of India എന്നുള്ളതാണ് 141 എന്നുള്ളത്. ഓക്കെ, എനിവേ നമ്മൾ 10 ക്വസ്റ്റ്യൻ, ഏകദേശം 40 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ലീഗൽ സ്റ്റഡീസിന്റെ. അപ്പം ഇനി വരുന്നത് ഒരു കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു പാസേജ് എന്നിട്ട് അതുമായി ആ പാസേജ് വായിച്ച് കോംപ്രിഹെൻഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാനുള്ള 10 ക്വസ്റ്റ്യൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത സെഷനിൽ വരാൻ പോകുന്നത്. ഒരു 10 ക്വസ്റ്റ്യൻ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഏകദേശം 40 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ കുറച്ച് അത്ര ഈസി അല്ല ലീഗൽ സ്റ്റഡീസിന്റെ പേപ്പർ എന്ന് പറയുന്നത്. പക്ഷേ ഈസി ആകും എപ്പം നിങ്ങൾ ലീഗൽ സ്റ്റഡീസിന്റെ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് ലീഗൽ സ്റ്റഡീസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലഹാബാദ് യൂണിവേഴ്സിറ്റി ഒക്കെ പോലെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ 5 ഇയർ ഇന്റഗ്രേറ്റഡ് LLB പ്രോഗ്രാം നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലീഗൽ സ്റ്റഡീസ് എന്നുള്ള പേപ്പറും അതിൻ്റെ കൂടെ സെഷൻ 1 ഇംഗ്ലീഷ് ജനറൽ ടെസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം. യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറിയിട്ട് അല്ലെങ്കിൽ സമർത്ഥത്തിൽ കയറിയിട്ട് നോക്കിയാൽ തന്നെ അറിയാം. അവിടെ ഓരോ യൂണിവേഴ്സിറ്റി ഓരോ ക്രൈറ്റീരിയ ആണ്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ കാര്യങ്ങൾ തുടങ്ങാം. ക്ലാറ്റ് അല്ലാണ്ട് നേരത്തെ പറഞ്ഞ മറ്റ് എൻട്രൻസുകളൊന്നും അല്ലാണ്ട് CUT വഴിയും നിങ്ങൾക്ക് LLB പഠിക്കാം. അപ്പം ലോ ആണ് നിങ്ങളുടെ എയിം എങ്കിൽ തീർച്ചയായിട്ടും CUT വഴി നിങ്ങൾക്ക് ലോയിലേക്ക് അല്ലെങ്കിൽ 5 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ലീഗൽ സ്റ്റഡീസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സെക്ഷൻ 1 ഇംഗ്ലീഷ് ജനറൽ ടെസ്റ്റ് മറ്റ് ഡൊമൈൻ ടെസ്റ്റുകളുടെ ഒക്കെ കോച്ചിങ് പ്രപ്പോയ്സ് കൊടുക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും അസിസ്റ്റൻസ് കാര്യങ്ങൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സിനെ കണക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പ്രപ്പോയ്സിന്റെ ആപ്പ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. CUT റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാം. കോച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അക്കാഡമിക് കൗൺസിലേഴ്സിനെ വിളിക്കുക, അല്ലെങ്കിൽ പ്രപ്പോയ്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സാമ്പിൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ലീഗൽ സ്റ്റഡീസിന്റെ കേസിൽ നമ്മൾ നോട്ട്സും ടോപ്പിക് ടെസ്റ്റും മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രപ്പോയ്സിന്റെ ഭാഗമാവാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പൊ ആ രീതിയിൽ മറ്റ് യൂണിവേഴ്സിറ്റീസിലും മറ്റ് കോഴ്സുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ വീണ്ടും ലോയറ്റ്സ്, താങ്ക് യു ഫോർ ബീങ് ഹിയർ. ഓക്കെ, അപ്പം അടുത്ത സെഷനിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ഹലോ എവ്രിവൺ, വെൽക്കം ടു പ്രപ്വൈസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ടാർഗറ്റ് CUT 2023 ഭാഗമായിട്ട് നമ്മുടെ ചാനലിലെ CUT 2022 ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ലൈവ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ലീഗൽ സ്റ്റഡീസിന്റെ അവസാനത്തെ സെഷൻ 5. ഇന്നത്തെ സെഷനോട് കൂടി നമ്മൾ ലീഗൽ സ്റ്റഡീസിന്റെ 2022 ചോദിച്ചിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും, അതായത് സെറ്റ് 1 ലീഗൽ സ്റ്റഡീസിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുകയാണ്. അപ്പം ഒരൊറ്റ ദിവസമായിരുന്നു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2022 ലീഗൽ സ്റ്റഡീസിന്റെ മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ സെഷനിലോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഏകദേശം 50 ക്വസ്റ്റ്യൻ നമ്മൾ ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലീഗൽ സ്റ്റഡീസ് പേപ്പർ എഴുതാൻ താല്പര്യമുള്ളവർക്ക്, അതായത് LLB പോലെയുള്ള കോഴ്സുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളത്, അതും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും നിർബന്ധമായിട്ട് എഴുതേണ്ട ഒരു പേപ്പർ കൂടിയാണ് ലീഗൽ സ്റ്റഡീസ്. അതിന്റെ കൂടെ സെഷൻ 1 ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും ചോദിക്കുന്ന ചില യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ CUT.summer.ac.in കയറിയിട്ട് ചെക്ക് ചെയ്യാം. അപ്പം ആ രീതിയിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ 2 വാട്സപ്പ് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ 2 വാട്സപ്പ് ലിങ്കുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ CUT റിലേറ്റഡ് ആയിട്ടുള്ള, അപ്പൊ ഇന്നലെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു അല്ലെ, ജഗദീഷ് കുമാറിന്റെ UGC ചെയർമാന്റെ ട്വീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം ഒരു അപ്ഡേറ്റും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം മസ്റ്റായിട്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ലീഗൽ സ്റ്റഡീസിന്റെ ലാസ്റ്റ് സെഷനാണ്. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റിനിലോട്ട് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഒരുവിധ എല്ലാ സബ്ജക്ട്സിന്റെയും പ്ലേലിസ്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ചെയ്തുള്ള വീഡിയോസ് ഒക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പോയിട്ട് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന CUT 2023 നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പേപ്പറിന്റെയും 2022 ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം, മറക്കരുത്. കാരണം അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിലൂടെ ഒക്കെ പോകുമ്പോൾ നിങ്ങളുടെ പാറ്റേൺ എന്താണ്, എങ്ങനെയാണ് NTA ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഏത് പേപ്പറാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ആ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് മറക്കാണ്ട് പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പേപ്പറിന്റെയും സൊല്യൂഷൻസ് 2022 ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കാം. അപ്പൊ നേരെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
Yeah, Lloyd, Rishikesh, hello, welcome to session. Sorry. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ എപ്പോഴും കാണുന്ന പോലെ തന്നെ ലാസ്റ്റ് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു പാസേജ് തന്നിട്ട് അത് വായിച്ചിട്ട് അത് കോംപ്രിഹെൻഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, ഇതിന്റെ ഫോളോഡ് ആയിട്ട് 5 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ദ ഡെഫിഷണൽ ഫീച്ചേഴ്സ് ഓഫ് ടോർട്ട്. അപ്പൊ ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ടോർട്ടിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ആർ ദാറ്റ് ഈസ് സിവിൽ റോങ്. അപ്പൊ ടോർട്ട് എന്താണ്? ടോർട്ടിന്റെ ഡെഫിനിഷൻ എന്താണ് പറയുന്നത്? സിവിൽ റോങ് ആണ്. ആ ഡിസ്റ്റിംഗ്വിഷ് ഫ്രം ക്രിമിനൽ റോങ്. ക്രിമിനൽ റോങ്ങിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിവിൽ റോങ്ങിനെയാണ് ടോർട്ട് എന്ന് പറയുന്നത്. ടോർട്ട് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഓക്കെ, ബോത്ത് ദ പ്രൊസീജിയേഴ്സ് ആൻഡ് റെമഡീസ് ആർ ഡിഫറെന്റ് ഇൻ സിവിൽ ലോ ആൻഡ് ക്രിമിനൽ ലോ. ഓക്കെ, in a criminal case, the state initiate legal proceeding in a criminal court on behalf of a victim and is punished when found guilty by the court. അപ്പോൾ ഒരു ക്രിമിനൽ കേസിൽ എങ്ങനെയാണ് കേസ് നടപ്പിലാക്കുക? ടോട്ടൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് എങ്ങനെയാണ് ക്രിമിനൽ കേസിൽ ഉണ്ടാകുന്ന വെച്ചാൽ സ്റ്റേറ്റ് ആണ് ഇനിഷ്യേറ്റ് ചെയ്യുക, അല്ലെ? സ്റ്റേറ്റ് ഇനിഷ്യേറ്റ് ലീഗൽ പ്രൊസീഡിംഗ് ഇൻ എ ക്രിമിനൽ കോർട്ട്. അവിടെയാണ് അത് ഇനിഷ്യേറ്റ് ചെയ്യുക, ഒരു ക്രിമിനൽ കോർട്ടിൽ ഇനിഷ്യേറ്റ് ചെയ്യും ഓൺ ബിഹാഫ് ഓഫ് വിക്ടിം. വിക്ടിമിന്റെ ബിഹാഫായിട്ട് സ്റ്റേറ്റ് ആണ് ആ ലീഗൽ പ്രൊസീഡിംഗ് ഒക്കെ അവർ നടത്തുക. കാരണം പിന്നെ പണിഷ് ചെയ്യും ആര്? പ്രതിയെ ഗിൽറ്റി ആണെന്ന് കണ്ടാൽ അല്ലെങ്കിൽ ശിക്ഷക്ക് അർഹനാണെന്ന് കണ്ടാൽ പണിഷും ചെയ്യും. എ സിവിൽ ആക്ഷൻ ലൈക്ക് ദ ടോർക്ക് സ്യൂട്ട്. അപ്പോൾ ഒരു സിവിൽ ആക്ഷൻ ആണ് ടോർക്ക് സ്യൂട്ട് എന്ന് പറയുന്നത്. ഈ പർസ്യൂഡിനെ എവിടെയാണ് പർസ്യൂ എന്നത്? സിവിൽ കോർട്ടിലാണ്, ക്രിമിനൽ കോർട്ടിലല്ല. ടോർട്ട് എവിടെയാണ് കേസ് വാദിക്കുക? സിവിൽ കോർട്ടിലാണ്. വേർ ദ വിക്ടിം ഓർ വിക്ടിം റെപ്രസെന്റേറ്റീവ്സ് ഓർ സർവൈവേഴ്സ് പ്രോസിക്യൂട്ട് ദ റോങ്. അവിടെ സ്റ്റേറ്റ് അല്ല, വിക്ടിമോ വിക്ടിം സർവൈവേഴ്സോ ആയിട്ടുള്ള അല്ലെങ്കിൽ വിക്ടിമിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് കേസ് നടത്തുക. ഡുവർ യൂഷ്വലി ഫോർ കോമ്പൻസേഷൻ ഇൻ ദ ഫോം ഓഫ് മണി പേയ്മെന്റ് ആൻഡ് ഓൾസോ അറ്റ് ടൈംസ് ഫോർ അതർ ലയബിലിറ്റി ഓർ ഇൻജക്ഷൻ. അപ്പം ഇതെന്തിനാണ് കേസ് നടത്തുന്നത്? ടോർട്ട് കേസ് മിക്കവാറും കോമ്പൻസേഷൻ ഇൻ ദ ഫോം ഓഫ് മണി, അല്ലെ? പൈസയായിട്ട് കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ട് ആ രീതിയിലാണ് കേസ് നടത്തുന്നത്. ജനറലി ടോർട്ട് കേസസ് റിസൾട്ട് ഇൻ കോമ്പൻസേറ്റിംഗ് ദ വിക്ടിം ആൻഡ് ക്രിമിനൽ ലോ സ്യൂട്ട്സ് ആർ അബൌട്ട് പണിഷ്മെന്റ്. അപ്പൊ ടോർട്ട് കേസും ക്രിമിനൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ ക്രിമിനൽ കേസും നമ്മൾ ഡിഫറൻസ് എന്താണ്? ഒന്നില് കോമ്പൻസേറ്റ് ചെയ്യും, നഷ്ടപരിഹാരം കൊടുക്കലാണ് ടോർട്ടില്. പക്ഷെ ക്രിമിനൽ കേസിൽ എന്താണ്? പണിഷ്മെന്റ് കൊടുക്കാന്നാണ്. ഇൻജക്ഷൻസ് ആർ കോർട്ട് ഓർഡേഴ്സ് ദാറ്റ് ഫോർ എക്സാമ്പിൾ മേ പ്രൊഹിബിറ്റ് ദ റോങ് ഡുവർ ഫ്രം ഹാമിംഗ് ദ വിക്ടിം ഓർ പ്രിവെന്റ് ദ ഫോർമർ ഫ്രം ട്രസ്പാസിംഗ് ദ ലേറ്റസ്റ്റ് പ്രോപ്പർട്ടി. അപ്പൊ ടോർട്ടില് ഇൻജക്ഷൻസും പുറപ്പെടുവിക്കും, അല്ലെ? ഒരു ഇടക്കാല ഉത്തരവ് കോടതിയിൽ നിന്ന് പുറപ്പെടുവിക്കും. എന്താണ്? ഇന്നൊരാളെ അല്ലെങ്കിൽ ഒരു ഹാം ചെയ്യാൻ അല്ലെങ്കിൽ ഇന്നൊരു ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആരെങ്കിലും ട്രസ്പാസ് ചെയ്തിട്ട് എന്തെങ്കിലും ബിൽഡിംഗ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡർ കോടതി ഇറക്കണം. അതിന് ഇൻജക്ഷൻ എന്ന് പറയും. അതും ടോർട്ടിന്റെ കേസിൽ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വരാറുണ്ട് എന്നും പറയുന്നു. ഒക്കേഷണലി കോർട്ട് മേ ഓൾസോ ഗ്രാന്റ് punitive damages which are cost or damages in excess of compensation. Okay, tort can be intentional or accidental and include wrongful acts of kind of battery and assault, physical or mental injury to the claimant, nuisance, intrusion on enjoyment, defamation where injured claimant reputation is injured, property damage, trespass to claimant claimant's land or property, negligence, careless behavior and others. These wrong may also have aspect of overlap with the other areas of law like criminal law and contract law. അപ്പൊ ടോർട്ടില് ചിലപ്പം ക്രിമിനൽ ലോന്റെയും കോൺട്രാക്ട് ലോയിലൊക്കെ വരുന്ന, ഇപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ന്യൂസെൻസ്, അതുപോലെ തന്നെ ബാറ്ററി ആൻഡ് അസോൾട്ട്, പ്രോപ്പർട്ടി ഡാമേജ്, ട്രസ്പാസ്, ഇതുപോലെയുള്ള കാര്യങ്ങളും ടോർട്ടിൽ വരാറുണ്ട് എന്നതാണ് ഈ ഒരു പാസേജിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോറി. In a tort suit, court may also grant the following remedy or remedies as an exemption. അപ്പം ഒരു ടോർട്ട് സ്യൂട്ടില് ഗ്രാൻഡ് ചെയ്യും, എന്ത്? കോർട്ട് ഗ്രാൻഡ് ചെയ്യും, ഒരു സിവിൽ കോർട്ട് ഗ്രാൻഡ് ചെയ്യും റെമഡി ആയിട്ട്, ഒരു എക്സംഷൻ ആയിട്ട് ഒരു റെമഡി അവർ കൊടുക്കാറുണ്ട്. എന്താണ്? കോമ്പൻസേഷൻ, punitive damages, C imprisonment and D detention. ഇതിലേതാണ് വരിക? A tort suit court may also grant the following remedy as an exemption. കോമ്പൻസേഷൻ എന്നുള്ളത് എന്തായാലും വരില്ല, കാരണം അത് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ടോർട്ട് സ്യൂട്ട് ചെയ്യുമ്പോൾ കോർട്ട് കൊടുക്കുന്ന സംഭവമാണ്. പക്ഷെ ഇവിടെ എക്സംഷൻ ചില സമയങ്ങളിൽ വേറൊരു സാധനം കൂടി കൊടുക്കും. അത് ഓപ്ഷൻ ബി ഓ സി ഓ ഡി ഏതാണ് വരിക? കാരണം ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് വരുന്നത്? ടോൺ റിസൾട്ടിങ് കോമ്പൻസേറ്റിംഗ് ലോട്ട്സ്. ഓക്കെ,
നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട് at times for liability generally tort case result compensating the generally tort case result in compensating the victim and criminal lawsuits are about punishment. ഓക്കെ, ഇഞ്ചക്ഷന്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ആൾസോ ഗ്രാൻഡ് പ്യൂണിറ്റി ഡാമേജസ് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ലോഡ്ജ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി, വെരി ഗുഡ് ഋഷികേഷ്, ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പം സാധാരണ ഒരു ടോർട്ട് കേസിൽ എന്താണ് വിധി വരാറുള്ളത്? കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ള വിക്ടിമിന്. പക്ഷെ ചില സമയത്തിൽ എന്താണ്, കോർട്ട് മേ ആൾസോ ഗ്രാൻഡ് പ്യൂണിറ്റി ഡാമേജസ്. അതായത് ഇപ്പോ ഒരു സംഭവം നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് പുറമേ ആയിട്ടുള്ള മറ്റ് ഡാമേജസിന് ഉള്ള ചെലവുകളും കാര്യങ്ങളും ഒക്കെ വഹിക്കാൻ കോർട്ട് ഓർഡർ ഇടാറുണ്ട്. അതാണ് പ്യൂണിറ്റി ഡാമേജസ്. ഓക്കെ, അപ്പൊ അതും ടോർട്ടിന്റെ അണ്ടറിൽ വരാറുണ്ട്. അപ്പൊ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഡയറക്റ്റ് നമ്മുടെ ആ പാസേജിലുള്ള സംഭവം തന്നെയാണ്, വായിച്ചാൽ നിങ്ങൾ മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ക്രിമിനൽ കേസ് ദ ഡാഷ് ഇനിഷ്യേറ്റ് ലീഗൽ പ്രൊസീഡിംഗ് ഇൻ എ ക്രിമിനൽ കോർട്ട് ഓൺ ബിഹാഫ് ഓഫ് ദ വിക്ടിം ആൻഡ് ഈസ് പണിഷ്ഡ് വെൻ ഫൗണ്ട് ഗിൽറ്റി ബൈ ദ കോർട്ട്. അപ്പൊ ഞാൻ നേരത്തെ ആ പാസേജ് വായിക്കുമ്പോൾ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ്. അപ്പൊ ഓപ്ഷൻസ് ഒക്കെ സെന്റർ, ഡിഫൻഡന്റ്, സ്റ്റേറ്റ് ഓർ അക്യൂസ്ഡ്. അപ്പൊ ഒരു ക്രിമിനൽ കേസിൽ ആരാണ് കേസ് നടത്തുന്നതും അതുപോലെ തന്നെ വിക്ടിമിന്റെ ബിഹാഫിൽ കേസ് നടത്തുന്നത് ആരായിരിക്കും? സെന്റർ ആണോ, ഡിഫൻഡന്റ് ആണോ, സ്റ്റേറ്റ് ആണോ, അക്യൂസ്ഡ് ആണോ? സിമ്പിൾ ആയിട്ട് ചോദ്യം. നമ്മുടെ ആ പാരഗ്രാഫിൽ കറക്റ്റ് അതിൽ പറയുന്നുണ്ട് ആരാണ് ക്രിമിനൽ കേസിൽ ലീഗൽ പ്രൊസീഡിങ്സ് നടത്തുക എന്നുള്ളത്. ആരാണ് ഇനിഷ്യേറ്റീവ് എടുക്കുക, അല്ലെങ്കിൽ വിക്ടിമിന്റെ ബിഹാഫായിട്ട് ആരാണ് കേസ് നടത്തുന്നത് എന്നുള്ളത്. ഋഷികേഷ്, ലോഡ്സ്, ഓപ്ഷൻ സി സ്റ്റേറ്റ് കറക്റ്റ് ആണ്. സോറി. അപ്പൊ ഇവിടെ എന്താണ്, അപ്പം ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് സ്റ്റേറ്റ് ഇനിഷ്യേറ്റ് ലീഗൽ പ്രൊസീഡിംഗ് ഇൻ എ ക്രിമിനൽ കോർട്ട് ഓൺ ബിഹാഫ് ഓഫ് വിക്ടിം. അല്ലെ, ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ഇനിഷ്യേറ്റ് എന്നുള്ളത്. ഓക്കെ, അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അസോൾട്ട് ഈസ് wrong under criminal law, wrong under tort law, wrong under neither, wrong under both. അപ്പൊ അസോൾട്ട് എന്നുള്ളത് അതിക്രമം അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിക്രമം ചെയ്യുക എന്നുള്ള ആയിരിക്കും മീനിങ് എന്ന് പറയുന്നത് അസോൾട്ട് എന്നുള്ളത്. അപ്പൊ അത് ഒരു ക്രിമിനൽ ലോന്റെ അണ്ടറിൽ റോങ് ആണോ, ടോർട്ടിന്റെ അണ്ടറിൽ റോങ് ആണോ? രണ്ടിന്റെ അണ്ടറിലും റോങ് അല്ല. അല്ലെങ്കിൽ ക്രിമിനൽ ലോന്റെ ടോർട്ടിന്റെ അണ്ടറിലും അസോൾട്ട് റോങ് ആണ് എന്നതാണ്, അല്ലെങ്കിൽ കുറ്റകൃത്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ഓപ്ഷൻ വരിക? സിമ്പിൾ ആണ്. ഏതാണ് വരിക നോക്കൂ. ഇവിടെ പറയുന്നുണ്ട് ബാറ്ററി ആൻഡ് അസോൾട്ട്. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായല്ലോ അതെന്തിന്റെ അണ്ടറിൽ കൂടി വരും. യെസ്, റോങ് അണ്ടർ ബോത്തിൽ വരും അല്ലെ. കാരണം ക്രിമിനൽ അസോൾട്ട് എന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം അതിക്രമം, അപ്പൊ ആയുധം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ക്രിമിനൽ ലോന്റെ അണ്ടറിൽ എന്തായാലും വരുന്ന ഒരു സംഭവമാണ് അസോൾട്ട് എന്നുള്ളത്. അത് ടോർട്ടിന്റെ അണ്ടറിലും വരും എന്നുള്ളത് എന്താണ് ഇവിടെ പറയുന്നുണ്ട് കറക്റ്റ് ആയിട്ട് അല്ലെ. അതർ ആസ്പെക്ട്സ്, അതർ ഏരിയാസിൽ വരുന്നതാണ് അല്ലെ. ബാറ്ററി ആൻഡ് അസോൾട്ട് ഇതൊക്കെ എന്ത് ചെയ്യും, ആൾസോ ആസ്പെക്ട്സ് ഓവർലാപ്പ് വിത്ത് ഏരിയാസ്. അപ്പൊ അതൊക്കെ വരാറുണ്ട് ടോർട്ടിന്റെ അണ്ടറിൽ എന്നുള്ളത്. ഓക്കെ, സോറി. അപ്പൊ റോങ് അണ്ടർ ബോത്ത് അല്ലേ വരാ ഋഷികേഷ്? ഇറ്റ്സ് ഓപ്ഷൻ ഡി റൈറ്റ്, because assault is also a criminal wrong and it also comes under tort law also, because it clearly says here assault and battery, it can wrongful acts of kinds of assault and battery, physical or mental injury, it's also a tort, it's a wrong under tort law. So it also and normally also it's a criminal wrong also, under criminal law assault is a wrong. So here the option is option D. Okay, is it clear Rishikesh? Next question ലോട്ട് പോവാം. Which of the following are known as intentional tort? Okay, അപ്പൊ ഇവിടെ താഴെ ഒരു 1 2 3 4 5 കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഇന്റൻഷണൽ ടോർട്ട്, ഇപ്പൊ ഇന്റൻഷനലും നോൺ ഇന്റൻഷനലും അല്ലെങ്കിൽ ആക്സിഡൻഷ്യൽ ടോർട്ടും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇന്റൻഷണൽ ടോർട്ട് ഏതെല്ലാം വരിക? അസോൾട്ട് ആൻഡ് ബാറ്ററി, unlawful harassment, false imprisonment, harm to claimant, emotional distress. അപ്പൊ ഇതിൽ ഏതാണ് വരിക? ഏതെല്ലാമാണ് ഇന്റൻഷണൽ ടോർട്ട്? ഓക്കെ, നേരെ എന്ത് ചെയ്യാ, സംശയം ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് പാസേജിലോട്ട് തന്നെ വരാം. ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടോർട്ട് ക്യാൻ ബി ഇന്റൻഷണൽ ഓർ ആക്സിഡൻഷ്യൽ ആൻഡ് ഇൻക്ലൂഡ് wrongful acts of kinds of battery and assault. ഓക്കെ, ഒന്നത്. അപ്പൊ ആ ഒരു ഓപ്ഷൻ അതിലുണ്ട്. physical and mental injury to the claimant, nuisance, intrusion to one enjoyment, defamation ഉണ്ട്,
റെപ്യൂട്ടേഷൻ ഇഞ്ചുറി ചെയ്യുന്ന, പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ട്, ട്രസ്പാസ് ഉണ്ട്, നെഗ്ലിജൻസ് ഉണ്ട്, ആൻഡ് അതേഴ്സ് വേറെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഏതെല്ലാം ആണ് ഇന്റൻഷണൽ ടോർട്ടിന് അണ്ടറിൽ വരിക? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫോൾസ് ഇംപ്രിസൺമെന്റ് എന്നുള്ളത് ടോർട്ടിന്റെ അണ്ടറിൽ, ഇന്റൻഷണൽ ടോർട്ടിന്റെ അണ്ടറിൽ വരുന്ന ഒരു സംഭവം അല്ല നമുക്കറിയാം അല്ലെ. ഫോൾസ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരു കോടതി ഒരു കാര്യം വിധിച്ച് അല്ലെങ്കിൽ ഒരാളെ എന്താ പറയുക ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളെ ശിക്ഷ വിധിക്കുക എന്നുള്ളത് അതൊരിക്കലും ടോർട്ടിന്റെ അണ്ടറിൽ വരുന്ന ഒരു സംഭവം അല്ല. ഓക്കെ, അപ്പൊ സി നമുക്ക് കളയാൻ പറ്റും. ഓക്കെ, അപ്പൊ സി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സി കളയുവാണെങ്കിൽ ഓപ്ഷൻ ഡി ആൻഡ് ബി നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലേ. കാരണം എന്താണ്, ഫോൾസ് ഇംപ്രിസൺമെന്റ് ഒരിക്കലും ഇന്റൻഷണൽ ടോർട്ടിന് അണ്ടറിൽ വരുന്നതല്ല. ആൻഡ് ഇറ്റ് ഈസ് എവിഡന്റ്ലി, I mean it's very clear from this passage also. Rishikesh, you just look at the passage. ഇവിടെ നോക്കൂ, ഇപ്പൊ ഒന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാം പാസേജിന്റെ. പിന്നെന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോൾസ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമല്ല അല്ലെ, പക്ഷെ അതൊരു കോടതി വിധിച്ച ഒരു സംഭവമാണ്. അപ്പൊ അതൊരിക്കലും ടോർട്ടിന് അണ്ടറിൽ വരില്ല. അപ്പൊ സി എന്തായാലും വരില്ല. അസോൾട്ട് ആൻഡ് ബാറ്ററി എന്തായാലും വരും. അൺലോഫുൾ ഹരാസ്മെന്റ് ഇറ്റ് ക്യാൻ ബി ട്രൂ. ഓക്കെ, ആൻഡ് ഹാം ടു ക്ലൈമന്റ് അതും വരാം അല്ലെ, അതും വരാൻ സാധ്യതയുണ്ട്. സോ ഹിയർ ദ ഓപ്ഷൻ വുഡ് ബി ഓപ്ഷൻ എ. ഋഷികേഷ് കറക്റ്റ് ആണ്, വെരി ഗുഡ്. ഓപ്ഷൻ എ, ബി ആൻഡ് ഡി. എ, ബി ആൻഡ് ഡി. ഇമോഷണൽ ഡിസ്ട്രെസ് എന്നുള്ളത് ടോർട്ടിന് അണ്ടറിൽ വരില്ല എന്ന് തോന്നുന്നു, കാരണം നമുക്കത് മാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെ എന്തായാലും ഫാൾസ് ഇംപ്രിസൺമെന്റ് ടോർട്ടിന് അണ്ടറിൽ വരില്ല എന്ന് നമുക്ക് എവിഡന്റ് ആണ്. അപ്പൊ അത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എ ബി ഡി ഉണ്ട്, എ ബി ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇതില് പിന്നെ പറഞ്ഞിട്ടുള്ള ഹാം ടു ക്ലൈമന്റ് എന്നുള്ളതും നമുക്കറിയാം. അസോൾട്ട് ആൻഡ് ബാറ്ററി ടോർട്ടിന് അണ്ടറിൽ വരുവാണെങ്കിൽ ഹാം ടു ക്ലൈമന്റ് എന്നുള്ളതും ടോർട്ടിന് അണ്ടറിൽ വരാൻ സാധ്യതയുണ്ട്. ആൻഡ് അതേഴ്സ് എന്നുള്ളത് ലാസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അതും വരാൻ സാധ്യതയുണ്ട്. അടുത്ത നോക്കാം, സിവിൽ ആക്ഷൻ like the tort suit where victim representatives prosecute the wrongdoer for compensation in form of money. Which court can this civil action be brought? അപ്പൊ ഒരു സിവിൽ ആക്ഷനെ ടോർട്ട് സ്യൂട്ട് എന്താ ചെയ്യുക, ഒരു വിക്ടിം പ്രോസിക്യൂട്ട് ചെയ്യാനാണ്, അതായത് കുറ്റകൃത്യം ചെയ്ത ആളെ. അപ്പൊ കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടി, നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാണ്. എന്താണ് ഫയൽ ചെയ്തിരിക്കുന്നത്? ടോർട്ട് സ്യൂട്ട് ആണ്. അപ്പൊ ഏത് കോടതിയിലാണ് ടോർട്ട് സ്യൂട്ട് ഫയൽ ചെയ്യാൻ? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാസേജിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ക്രിമിനൽ കോർട്ട്, സിവിൽ കോർട്ട്, ട്രിബ്യൂണൽ, പഞ്ചായത്ത്, എവിടെയാണ് ടോർട്ട് സ്യൂട്ട് ഇത് ചെയ്യാം, ഫയൽ ചെയ്യുന്ന എവിടെയാണ് ടോർട്ട് സ്യൂട്ട്? ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ടോർട്ട് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. പക്ഷെ നിങ്ങളൊരു എന്താ പറയാ, ഒരു ലോ ആസ്പെറന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ലീഗൽ സ്റ്റഡീസ് എന്നുള്ള ടെക്സ്റ്റ് ബുക്ക്, NCET ടെക്സ്റ്റ് ബുക്ക് തീർച്ചയായിട്ടും വായിക്കണം. അതിൽ വൃത്തിയായിട്ട് പറയുന്നുണ്ട് ടോർട്ട് എന്താണ് കാര്യങ്ങളൊക്കെ. അപ്പം അതൊരു ക്രിമിനൽ ലോയിൽ നിന്നും സിവിൽ റോങ്ങിന്റെ ഒരു മിഡിലിൽ വരുന്ന സംഭവമാണ് അല്ലെ. കുറച്ച് ക്രിമിനൽ ലോസിലുള്ള കാര്യങ്ങളും അതിലെ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ സിവിൽ റോങ്, ഇപ്പൊ നമ്മൾ അതായത് സിവിൽ കേസസ് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിൽ നിന്നൊക്കെ വരുന്ന ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ NCET ടെക്സ്റ്റ് ബുക്കിലുണ്ട് ലീഗൽ സ്റ്റഡീസിന്റെ. ഓക്കെ, ഋഷികേഷ് ഓപ്ഷൻ ബി സിവിൽ കോർട്ട് ഇസ് ദ റൈറ്റ്. നമ്മൾ സിവിൽ കോർട്ടിലാണ് ടോർട്ട് സ്യൂട്ട് ഫയൽ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതും നമ്മുടെ പാസേജിൽ കറക്റ്റ് ആയിട്ട് പറയുന്നതാണ്. ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് സിവിൽ കോർട്ട് ആണ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ പാസേജിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. അടുത്തൊരു പാസേജിൽ ഒരു പാസേജ് വന്നിട്ടുണ്ട്. അപ്പൊ അതെന്താന്ന് വായിച്ചു നോക്കാം. ആർട്ടിക്കിൾ 338, ആർട്ടിക്കിൾ 338 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ സ്പെഷ്യൽ ഓഫീസർ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് അല്ലെ. ഒരു സ്പെഷ്യൽ ഓഫീസറിന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറയുന്നുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന്റെ കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ. ഓൾ മാറ്റേഴ്സ് റിലേറ്റഡ് ടു സേഫ് ഗാർഡ് പ്രൊവൈഡ് ഫോർ ദ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ റിപ്പോർട്ട് ടു ദ പ്രസിഡന്റിന് റിപ്പോർട്ട് നൽകാനും. ഓക്കെ, 2 കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്സ് were instituted in fulfillment of Article 338. അപ്പോൾ 338ന്റെ ഭാഗമായിട്ട് 2 കമ്മീഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്സ്. ഓക്കെ, അത് പറയുന്നുണ്ട്. പിന്നെന്താണ് പിന്നെ പറയുന്നത്, ടു പ്രൊട്ടക്ട് ദ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് പ്രിവെന്റ് ദർ എക്സ്പ്ലോയിറ്റേഷൻ, അതാണ് ഒബ്ജക്റ്റീവ്. And to encourage and defend their social, educational, economic, cultural securities are provided in the constitution and other legislation. For example, state provides reservation or affirmative action programs for government jobs to backward classes like scheduled caste and scheduled tribe who
because of historical and continued disadvantages based on caste status otherwise have not been adequately represented in the services under the state. Special laws also been framed for their upliftment. അപ്പം ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് തന്നെ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ്സ് പെട്ടിട്ടുള്ള കമ്മ്യൂണിറ്റീസ് അവരുടെ ചരിത്രപരമായിട്ടുള്ള വിവേചനവും അയിത്തവും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവർ അഡീക്വേറ്റ് ആയിട്ട് റെപ്രസെന്റേഷൻ അവർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് അപ്ലിഫ്റ്റ്മെന്റ് പ്രോഗ്രാം അഫർമേറ്റീവ് പ്രോഗ്രാംസ് ഒക്കെ സ്റ്റേറ്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ഒരു പാസേജിൽ പറയുന്നത്. അപ്പൊ പാസേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റ്സ് ദാറ്റ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടു കൺസൾട്ട് ദ നാഷണൽ കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് ഓൺ ഓൾ മേജർ പോളിസി മാറ്റേഴ്സ് റിലേറ്റഡ് ടു SC ആൻഡ് ST? ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 338, ആർട്ടിക്കിൾ 13 ക്ലോസ് 1, 39 ക്ലോസ് 1, ആർട്ടിക്കിൾ 16 ആൻഡ് ആർട്ടിക്കിൾ 14. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഏതാണ്? ആ പാസേജ് തുടങ്ങുന്നത് തന്നെ ആ ഒരു ആർട്ടിക്കിൾ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. യാ സിമ്പിൾ അല്ലേ? പെട്ടെന്ന് പറഞ്ഞോളൂ. യാ ലോയ്ഡ്, ഓപ്ഷൻ എ. ഓക്കെ, ആർട്ടിക്കിൾ 338 ആണ്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ്. ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, കറക്റ്റ് ഇവിടെ നിന്ന് ചോദിച്ചാണ്. ഓക്കെ, അടുത്ത ചോദ്യം വരുന്നത്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഇക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്. However, it allows state to provide reservation or affirmative action program for backward classes like SC and ST. This provision is contained in. This question is not from the passage. It's entirely different question. So, this passage is followed by only one question. That is this question. And this question is entirely different question and it's not followed by the passage. അപ്പോൾ ഇത് പാസേജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, പാസേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു പാസേജിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് വേറൊരു നമ്മുടെ ലീഗൽ സ്റ്റഡീസിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയുള്ള ഡയറക്റ്റ് ആയ ചോദ്യമാണ്. കാരണം പാസേജിൽ ഈ ആർട്ടിക്കിൾസ് എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ ആ ഒരു പാസേജ് റിലേറ്റഡ് ആയിട്ട് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇത് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിലേതാണ് വരുന്നത്? ലോഡ്ജ് എന്താണ് പറയുന്നത്? ഋഷികേശ് ഓപ്ഷൻ സി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, just look at here. India Constitution provides equality before law, equal protection of law. However, it allows states to provide reservation or affirmative action program for backward classes like SC and ST. Provision is contained in. Okay, here Rishikesh, just look at that. Here the provision is Article 14. ഇവിടെ ആർട്ടിക്കിൾ 14 ആണ് പറയുന്നത്. എന്താണ്? ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഓക്കെ, ദിസ് ഈസ് ആർട്ടിക്കിൾ 14. ബട്ട് ഹിയർ ദിസ് part, state allows provide reservation or affirmative action program for backward classes like SC and ST. ഈ ഭാഗം വരുന്നത് ആർട്ടിക്കിൾ 14 21 അല്ല എന്ന് നമുക്കറിയാം. റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി, സോറി, അതാണ് വരുന്നത് 21. പിന്നെ 19 അല്ല, റൈറ്റ് ടു ഫ്രീഡം ആണ്. 14 എന്നുള്ളത് എന്താണ്? ഇക്വാലിറ്റി ബിഫോർ ലോ. ഇവിടെ വരുന്ന ഉത്തരം ആർട്ടിക്കിൾ 16 ആണ്, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരുന്ന ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അതാണ് ആർട്ടിക്കിൾ 16 ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 16 ഒരു സബ് ക്ലോസ് ആണ് എന്ത്? SC ST അതുപോലെ തന്നെ ബാക്ക്വേർഡ് ക്ലാസസിന്. എനിക്ക് തോന്നുന്നു ആർട്ടിക്കിൾ 16 ക്ലോസ് 4 അല്ലെങ്കിൽ 16 ക്ലോസ് 5 ഇതിലേതോ ആണ് ഈ റിസർവേഷൻ പ്രൊവൈഡ്, അഫർമേറ്റീവ് ആക്ഷൻസ്, അതായത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് കുറച്ച് എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതാണ് എന്ത്? SC ST അതുപോലെ തന്നെ ബാക്ക്വേർഡ് ക്ലാസസിനൊക്കെ അഫർമേറ്റീവ് ആക്ഷൻസിന്റെ ഭാഗമായിട്ട് റിസർവേഷൻകാർ, അപ്പൊ പാർലമെന്റിൽ സീറ്റ് റിസർവ് ചെയ്യുക, അതുപോലെ തന്നെ പബ്ലിക് എംപ്ലോയ്മെന്റിൽ റിസർവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ആർട്ടിക്കിൾ 16 യാ സൗദി ഓപ്ഷൻ സി അല്ല വരുന്ന സൗദി. എനിവേ, വെൽക്കം ടു സെഷൻ സൗദി. ഇറ്റ്സ് ആർട്ടിക്കിൾ 16. ഓക്കെ, ആർട്ടിക്കിൾ 16 ആണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഹിയർ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർട്ടിക്കിൾ 14. The second statement, the reservation affirmative action for backward classes, it discussed in article 16 clause 4 or 5. I'm not sure whether it is 16 clause 4 or 5. You just cross check it, but it discussed in article 16. Equality of opportunity discussed in article 16. Okay, clear alle? Yeah, Lloyds, clear alle? Okay. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം എന്താണ്? Some fundamental rights are listed below. Okay, some fundamental rights are. These are our fundamental rights. Arrange them in a sequence of articles they appear in the constitution. അപ്പം നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് 12 to 35 അല്ലേ? ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത് ആർട്ടിക്കിൾ 12 to 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ അതില് ഈ ആർട്ടിക്കിൾസ് അതിന്റെ സീക്വൻസിലി അറേഞ്ച് ചെയ്യാനാണ്. അപ്പൊ ആദ്യം ഏതാണ് വരുന്നത്? അപ്പൊ ആർട്ടിക്കിൾ ഇവിടെ അറിയാം, ആർട്ടിക്കിൾ 14 to 32 നമുക്കറിയാം 6 ഫണ്ടമെന്റൽ റൈറ്റ്സിൽ 7 ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ജസ്റ്റ് അറേഞ്ച് ചെയ്തോളൂ. എങ്ങനെയാണ് വരിക? ഫസ്റ്റ് ഏതാണ് വരിക? നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ടു ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നുള്ളത് ആർട്ടിക്കിൾ 14. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. വെരി സിമ്പിൾ ആയിട്ടുള്ള ലോജിക്ക് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ എന്താണ്? ഡിസ്ക്രിമിനേഷൻ ഇൻ ആക്സസ് ടു പബ്ലിക് പ്ലേസസ്. ഇതെവിടെയാണ് വരുന്നത്? ഇത് ഏത് ആർട്ടിക്കിൾ ആണ്? ദിസ് ഈസ് ആർട്ടിക്കിൾ 15. ഓക്കെ, ദിസ് ഈസ് ആർട്ടിക്കിൾ 15 ആണ് ഇത് വരുന്നത്. റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, അപ്പൊ പബ്ലിക് പ്ലേസസിലും മറ്റ് ആക്സസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അതിന് സ്റ്റേറ്റ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രൊവിഷൻ ആർട്ടിക്കിൾ 15 ഓപ്ഷൻ ബി വരുന്നത്. സ്റ്റേറ്റ് ക്യാൻ പ്രൊവൈഡ് റിസർവേഷൻ അഫർമേറ്റീവ് ആക്ഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ആസ് വി ഡിസ്കസ് ഇൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ആർട്ടിക്കിൾ 16. ഓക്കെ, പിന്നെ ഏതാണ് വരുന്നത്? പിന്നെ വരുന്നത് എന്താണ്? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ പറയുന്നുണ്ട്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ഇറ്റ്സ് ആർട്ടിക്കിൾ 23 and 24. ഓക്കെ, ദെൻ അബോളിഷിംഗ് അൺടച്ചബിലിറ്റി ഏതാണ് വരിക? ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 ആണ്. ആൻഡ് ലോയിഡ്സ് ഓപ്ഷൻ എ എന്ന് പറയുന്നുണ്ട്. യാ, എ ബി സി ആൻഡ് ഇ ആൻഡ് ഡി. യാ, കറക്റ്റ് ആണ് ഓപ്ഷൻ. വെരി ഗുഡ്. ലോയിഡ്സ് കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്, ഗുഡ് ജോബ്. അപ്പം ഇവിടെ എന്താണ് വരുന്നത്? അപ്പൊ നോക്കുക, ആർട്ടിക്കിൾ 14 ആണ് എ വരുന്നത്. ആർട്ടിക്കിൾ 15 ഡിസ്ക്രിമിനേഷൻ ഇൻ ആക്സസ് ടു പബ്ലിക് പ്ലേസസ്. ആർട്ടിക്കിൾ 16 സ്റ്റേറ്റ് ക്യാൻ പ്രൊവൈഡ് റിസർവേഷൻ അഫർമേറ്റീവ് ആക്ഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. ആൻഡ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ പറഞ്ഞ ആർട്ടിക്കിൾ 23, 24. ആൻഡ് അബോളിഷിംഗ് അൺടച്ചബിലിറ്റി വരുന്ന ആർട്ടിക്കിൾ 17 ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, ജസ്റ്റ് ഫോർ യുവർ റെഫറൻസ്. റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14 to ആർട്ടിക്കിൾ 18. അപ്പൊ 14 ഇക്വാലിറ്റി ബിഫോർ ലോ. ആർട്ടിക്കിൾ 15 പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ. ആർട്ടിക്കിൾ 16 ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ആൻഡ് ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. പിന്നെ നോക്കാം, റൈറ്റ് ടു ഫ്രീഡം ആണ് അടുത്ത് വരുന്നത്. ആർട്ടിക്കിൾ 19 പറയുന്ന പ്രൊട്ടക്ഷൻ ഓഫ് 6 റൈറ്റ്സ് പറയുന്നുണ്ട്. ആൻഡ് യു ജസ്റ്റ് refer this 6 rights. Okay, previous question also we had to arrange these 6 rights in a sequential manner. So ഒരു നമ്മുടെ സെയിം ലീഗൽ സ്റ്റഡീസിന്റെ പേപ്പറിൽ തന്നെ ഈ 6 റൈറ്റ്സ് സീക്വൻഷ്യലി ഒന്ന് ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ജംബിൾഡ് ഓർഡറിൽ കൊടുത്തിട്ട് ഏതാണ് ആദ്യം പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ആർട്ടിക്കിൾ 20 റൈറ്റ് ടു ഫ്രീഡം വരുന്ന മറ്റൊരു എന്താണ്? പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട്സ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. 21 പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി, personal liberty. And 21A right to education. 22 protection against arrest and detention. പിന്നെ വരുന്ന right against exploitation. 23 and 24 prohibition of human trafficking and forced labor, prohibition of child labor. Right to freedom of religion. 25 to 28 വരുന്നുണ്ട് അല്ലെ? എന്തെല്ലാം? ഫ്രീഡം ഓഫ് കൺസൈൻസ്, പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ. 26 freedom to manage religious affairs. 27 freedom from taxation for promotion of a religion. 28 freedom from attending religious instruction. And article 29 30 comes under which right? Educational and cultural rights. 29 എന്താണ് പറയുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. ആൻഡ് 30 റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഈ മൊത്തം കാര്യങ്ങൾ നോക്കാം. ആൻഡ് ദ ലാസ്റ്റ് റൈറ്റ്സ് ഏതാണ് വരുന്നത്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. 32 പറയുന്നുണ്ട്. പിന്നെ റിറ്റ്സ് പറയുന്നുണ്ട്. 5 റിറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഹെബിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറണ്ടോ, പ്രൊഹിബിഷൻ, സെർഷ്യോററി. യു ഹാവ് ടു റെഫർ ദിസ് 5 റിറ്റ്സ് ഓൾസോ. ഇറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, 5 റിറ്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും നോക്കി വെക്കുക. ഓക്കെ, അമീൻ വെൽക്കം ടു സെഷൻ. ഗുഡ് ഈവനിങ്. ആൻഡ് ആദിത്യൻ വെൽക്കം ടു സെഷൻ. ആദിത്യന് കുറെ ആയിട്ടുള്ള കണ്ടിട്ട്. ആദിത്യനൊന്നും പിന്നെ കാണാറില്ലല്ലോ, ലൈവിലൊന്നും വരാറില്ല. ഓക്കെ, ആദ്യം ചോദിച്ചു ഇന്റർനാഷണൽ റിലേഷൻ പഠിക്കാൻ നല്ല കോളേജ് ഏതാന്ന് ചോദിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ റിലേഷന് ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കാനാണെങ്കിൽ നമ്മുടെ ഇപ്പൊ DUല് അതുപോലെ തന്നെ JNU ഇതുപോലെ കാര്യങ്ങൾ നോക്കുന്നേക്കാളും അവിടെയൊന്നും ഇന്റർനാഷണൽ റിലേഷൻ ബാച്ചിലർ ഓഫ് അതായത് ഡിഗ്രി പ്രോഗ്രാം ഇല്ല. പിന്നെ ഉള്ളത് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള തന്നെയാണ് അതായത് പ്രൊമിനന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇന്റർനാഷണൽ റിലേഷനിൽ കൊടുക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള തന്നെയാണ്. പിന്നെ ഏതെങ്കിലും നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊന്നും ഡിഗ്രിക്ക് ഇന്റർനാഷണൽ റിലേഷൻ കൊടുക്കുന്നില്ല. ഓക്കെ ആദിത്യൻ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള മാത്രമേ ഉള്ളൂ അത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് തന്നെ.
അപ്പം അതാണ് ഏറ്റവും അതായത് ബാച്ചിലേഴ്സ്, അതായത് ഡിഗ്രി കൊടുക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയാണ് ഏറ്റവും അടിപൊളിയായി കൊടുക്കുന്നത്. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. JNU ഇസ് ദ ബെസ്റ്റ് വൺ. അപ്പോൾ JNUവിൽ ഏരിയ സ്റ്റഡീസ് ഉണ്ട്, ഇന്റർനാഷണൽ റിലേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 2-3 ബ്രാഞ്ചസ് തന്നെ ഉണ്ട് ഇന്റർനാഷണൽ റിലേഷൻ്റെ. അപ്പോൾ JNUവിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. PGക്ക് ഓക്കെ, ഡിഗ്രിക്ക് അത് മാത്രമേ ഉള്ളൂ. കേരളത്തിലല്ലേ അത്, കാസർഗോഡുള്ള പെരിയയിലുള്ള ക്യാമ്പസ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അവിടെ IR കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് ക്യാൻ റിസീവ് കംപ്ലൈന്റ് ഫ്രം. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് കംപ്ലൈന്റ് ആരെല്ലാം നിന്നാണ് നമുക്ക് കംപ്ലൈന്റ് റിസീവ് ചെയ്യാൻ പറ്റുക എന്നാണ്. അപ്പൊ ഇൻഡിവിജ്വൽ ഉണ്ട്, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഉണ്ട്, കോർപ്പറേഷൻസ് ഉണ്ട്, പബ്ലിക് അതോറിറ്റി ഉണ്ട്. അപ്പൊ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സിന് കംപ്ലൈന്റ്, അതായത് പരാതികൾ സ്വീകരിക്കാൻ പറ്റുന്നത് ആരിൽ നിന്നെല്ലാമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 2 ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഏതെല്ലാമാണ് ആ 2 ഓപ്ഷൻ? ഇൻഡിവിജ്വൽ ആണോ, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണോ, കോർപ്പറേഷൻസ് ആണോ, പബ്ലിക് അതോറിറ്റി ആണോ? സിമ്പിൾ ആണത്. ഏതാണ്? ജസ്റ്റ് നോക്കി പറഞ്ഞോളൂ. Okay, Rishikesh, Lloyd, any guesses? Like National Commission for Scheduled Caste and Scheduled Tribes can receive complaint from individual, group of persons, corporations, public authority. ഏതാണ്? അപ്പോൾ ഇവിടെ ഒറ്റ ഓപ്ഷൻ 2 പേരിൽ നിന്ന് അല്ലെങ്കിൽ 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നിന്ന് ഇത് സ്വീകരിക്കാം. ആൻഡ് ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ A and B, ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. അവരിൽ 2 പേരിന്നും കംപ്ലൈന്റ് റിസീവ് ചെയ്യാൻ പറ്റും. നാഷണൽ കമ്മീഷൻ ഫോർ ലോർഡ് ഋഷികേഷ് കറക്റ്റ് ആണ്. റൈറ്റ്. ആദിത്യൻ പറഞ്ഞിട്ടുള്ള ഇപ്പം കറക്റ്റ് ആണ്. ഓപ്ഷൻ A കറക്റ്റ്. വെരി ഗുഡ്. ഫുൾ സ്കൂൾ മോഡൽ എക്സാം ഒക്കെ അതാ ലൈവിൽ ഓക്കെ. മോഡൽ എക്സാം, ബോർഡ് എക്സാം വരാനായില്ലേ? ഓക്കെ. എനിവേ നിങ്ങൾ +2കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോർഡ് എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ ബോർഡ് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക, ബോർഡ് എക്സാമിന് മാത്രമായിരിക്കരുത്, CUT കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലും നോട്ട്സ് ഒക്കെ നിങ്ങൾ വായിക്കുന്നുണ്ടാവും. NCERT ടെക്സ്റ്റ് ബുക്ക് എന്തായാലും വായിക്കണേ. അപ്പോൾ അത് വായിക്കുമ്പോൾ CUTയിൽ ഇപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിന്റെ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാന്നുള്ളത്. അപ്പൊ NTA ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ മനസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ CUTയിലേക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ബോർഡ് എക്സാമിൽ നമ്മൾ എപ്പോഴും നമ്മൾ പഠിക്കുന്ന കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്യും അല്ലെ. 4 മാർക്കിനും 6 മാർക്കിനും 8 മാർക്കിനൊക്കെ എഴുതാണ്ടാവും. അതുകൊണ്ട് നമ്മൾ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഓർത്ത് വെക്കുള്ളൂ. പക്ഷെ CUTയിലേക്ക് മൊത്തം ടെക്സ്റ്റ് ബുക്ക് അരിച്ച് കുടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ ഒന്നുകൂടി എന്താ ചെയ്യുക, നല്ല എക്സ്റ്റെൻസീവ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. എനിവേ ആദിത്യൻ ആൻഡ് അമീൻ ഇവരൊക്കെ നിങ്ങളൊക്കെ എക്സാം എഴുതുന്നതായിരിക്കുമല്ലോ. എനിവേ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ മോഡൽ എക്സാം ആൻഡ് ദ അപ്കമിങ് ബോർഡ് എക്സാം ഇൻ മാർച്ച് ഫസ്റ്റ് വീക്കിലാന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ബോർഡ് എക്സാമിനും അതുപോലെ തന്നെ മോഡൽ എക്സാമിനൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾ സ്കോർ ചെയ്യുക. ഓക്കെ. ആൻഡ് ഇത് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ള ഈ ചോദ്യം? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ്, യൂണിറ്റ് 4 ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ. ഋഷികേഷ് യു ജസ്റ്റ് നോട്ട് ഡൗൺ. ഇത് യൂണിറ്റ് 4 എന്നാണ് വന്നിട്ടുള്ളത്. കംപ്ലൈന്റ് മെക്കാനിസം ഇവിടെ ഉണ്ട്. Commission receive complaints from an individual or group of person alleging denial of the safeguard provided in the constitution by authority of. അപ്പോൾ അവിടെ നിന്നാണ് ഇൻഡിവിജ്വലിനും പറ്റും ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനും കംപ്ലൈന്റ് മെക്കാനിസം ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ്? ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ് ഫംഗ്ഷൻ അല്ലാത്തത്? ഓപ്ഷൻ A ഇവാലുവേറ്റ് വർക്കിംഗ് ഓഫ് സേഫ് ഗാർഡ്സ്. ഓപ്ഷൻ B inquire into specific complaint with respect to deprivation of SC and ST. Option C evaluate the process and development of SC and ST under the union and state. Option D to provide economic help to SC and ST. ഇതിലേതാണ് ഫംഗ്ഷൻ അല്ല, നോട്ട് എ ഫംഗ്ഷൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ്? ഫംഗ്ഷൻ അല്ലാത്ത ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ, അത് ഏതാണെന്നാണ് പിക്ക് ചെയ്യേണ്ടത്. എനി ഗസ്സസ്? ലൈക്ക് ഇവാലുവേറ്റ് ദ വർക്കിംഗ് ഓഫ് സേഫ് ഗാർഡ്സ്, നല്ല ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയായിരിക്കാം. ഇൻക്വയറി ഇൻടു സ്പെസിഫിക് കംപ്ലൈന്റ് വിത്ത് റെസ്പെക്ട് ടു ഡിപ്രവേഷൻ SC and ST. നേരത്തെ നമ്മളൊരു കംപ്ലൈന്റ് ഇൻഡിവിജ്വൽസിന് ഗ്രൂപ്പ് ഓഫ് എന്തായാലും പറഞ്ഞിട്ടില്ല. അപ്പൊ കംപ്ലൈന്റ് എന്തായാലും റിസീവ് ചെയ്യാൻ അവർക്ക് പറ്റും. അപ്പൊ ഇതും ഒരു ഓപ്ഷൻ ആണ്. ആൻഡ് ഇവാലുവേറ്റ് ദ പ്രോസസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് SC and ഋഷികേഷ് കറക്റ്റ്. ഓപ്ഷൻ D വെരി ഗുഡ്. ലോയിഡ് കറക്റ്റ് ആണ്, ഗുഡ് ജോബ്. ഓപ്ഷൻ D ടു പ്രൊവൈഡ് എക്കണോമിക് ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സിന്റെ ഫംഗ്ഷന്റെ അണ്ടറിൽ വരുന്നതല്ല, നോട്ട് എ ഫംഗ്ഷൻ.
ഓക്കെ. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അവരുടെ സ്കീംസിലൂടെയൊക്കെ കൊടുക്കുന്ന സംഭവമാണ്. ഓക്കെ. അപ്പൊ നോക്കാം, പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻ സെയിം യൂണിറ്റ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യയിൽ നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സിന്റെ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻ പറയുന്നുണ്ട്. അപ്പൊ അവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാ ഫസ്റ്റ് ഇതൊന്നുണ്ട്. സെക്കൻഡ്, തേർഡ്, ടു പാർട്ടിസിപ്പേറ്റ് അഡ്വൈസ് ആൻഡ് പ്ലാനിംഗ് പ്രോസസ് ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് SC and ST and evaluate progress of their development under union and state. And the fourth one, to present president annually, periodically report working, recommendation, implementation, safeguard, protection. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ 4 ഫങ്ഷൻസ് ആണ്. 1, 2, 3, 4 ഫങ്ഷൻസ് ആണുള്ളത്. അപ്പൊ അത് പ്രത്യേകം നോക്കി വെക്കാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഈ സെഷനോട് കൂടിയിട്ട് വി ഹാവ് കംപ്ലീറ്റഡ് ദ ലീഗൽ സ്റ്റഡീസ് 2022 ക്വസ്റ്റ്യൻ പേപ്പർ. all 50 questions we have discussed in a detailed manner. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലീഗൽ സ്റ്റഡീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ലീഗൽ സ്റ്റഡീസ് അതുപോലെ തന്നെ ലോ ഒക്കെ എഴുതാൻ താല്പര്യമുള്ള എല്ലാ ഫ്രണ്ട്സിലോട്ടും നിങ്ങൾ വീഡിയോ എത്തിച്ചു കൊടുക്കുക. കാരണം അവർക്ക് ക്വസ്റ്റിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടാൻ എന്തായാലും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തതോടുകൂടി നിങ്ങൾ മനസ്സിലായല്ലോ, ലീഗൽ സ്റ്റഡീസ് അത്ര എളുപ്പമല്ല. ഇഫ് യു പ്രിപ്പയർ വെൽ യു ക്യാൻ സ്കോർ ഹൈ, അതർവൈസ് you cannot score more than like 50 to 60 questions that are moderate or easy level ആണ്. പക്ഷെ നെക്സ്റ്റ് 50 to 60 questions, അതായത് പെർസെൻറ്റേജ് വൈസ് പറയുവാണെങ്കിൽ പകുതിയിലേറെ ക്വസ്റ്റ്യൻസും എന്താണ് പക്ഷെ മോഡറേറ്റ് ടു ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ യു ഹാവ് ടു ഗോ ത്രൂ ദ ലീഗൽ സ്റ്റഡീസ് NCERT ടെക്സ്റ്റ് ബുക്ക് തറോലി. അപ്പൊ NCERT ടെക്സ്റ്റ് ബുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ബേസ് ആയിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ ടോപ്പിക് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ അതെല്ലാം പ്രപ്പോയ്സിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ലീഗൽ സ്റ്റഡീസ് അതുപോലെ തന്നെ മറ്റ് ഡൊമൈൻ ടെസ്റ്റിന്റെയും സെഷൻ 1 ഇംഗ്ലീഷ് അതുപോലെ തന്നെ സെഷൻ 3 ജനറൽ ടെസ്റ്റ് ഇമ്പോർട്ടന്റ് പേപ്പറാണ്. അപ്പൊ അതിന്റെ എല്ലാം കോച്ചിങ് കോംപ്രഹെൻസീവ് ആയിട്ട് കോച്ചിങ് പ്രപ്പോയ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പ്രപ്പോയ്സിന്റെ ആപ്പ് ഉണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾ വിളിച്ചു നോക്കാം. നമ്മുടെ കോച്ചിങ് പ്രോഗ്രാമിനെ കുറിച്ചും അല്ലെങ്കിൽ CUT റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു കോൺടാക്ട് അവർ അക്കാഡമിക് കൗൺസിലേഴ്സ്. ഓക്കെ. ആൻഡ് എനിവേ, താങ്ക് യു ലോയഡ് ആൻഡ് ഋഷികേഷ്. യാ, ഓക്കെ, യുവർ സെഷൻ ഈസ് വെരി യൂസ്ഫുൾ. താങ്ക് യു സോ. ഓക്കെ. എനിവേ ലോയഡ്, ഐ തിങ്ക് ദിസ് സെഷൻ വാസ് ഫ്രൂട്ട്ഫുൾ ഫോർ യു. ലൈക്ക് anyway, you prepare well and just conquer the dream of getting admission in BHU. I mean, you said that you want to get admission in BHU for BB, LLB, BLLB, which course I don't know. Anyway, all the best. You prepare well. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. പ്രത്യേകിച്ച് ലീഗൽ സ്റ്റഡീസിന്റെ പേപ്പർ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സെഷൻസും 5 സെഷനും നമ്മൾ മുഴുവൻ 22 ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ നമ്മൾ മുഴുവനായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസിലൂടെ പോയി തന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, പിന്നെ സ്നിപ്പ് ചെയ്തിട്ട് ഏത് പാട്ടുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവും തീർച്ചയായിട്ടും. അപ്പൊ ആ രീതിയിൽ അടുത്ത സെഷനിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.